ഹായ്, എന്താണ് എല്ലാവരുടെയും വിശേഷം? സുഖമല്ലേ? സുഖമായിട്ടിരിക്കൂ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. നമുക്ക് എന്തായാലും ഇന്ന് നല്ല സൂപ്പർ കഥ കേൾക്കാം. ഒന്ന് ലൈക്ക് ചെയ്ത് കാണണം. കഥയുടെ തുടക്കത്തിൽ തന്നെ ഡൽഹി ദാരിയാഗഞ്ചിലെ നേതാജി മാർഗ്. രാവിലെ മഞ്ഞിൽ മൂടിയ ഇന്ത്യ ഗേറ്റ്. കാണാൻ നല്ല ഭംഗിയുള്ള ദൃശ്യം. അമർ ജവാൻ മാർഗിനടുത്തുള്ള പാർക്കിന് മുന്നിലായിരുന്നു ഞാനും അവനും നിന്നിരുന്നത്. നേർത്ത പുലർവെളിച്ചം പോലും പുകമഞ്ഞിൽ കുരുങ്ങിക്കിടക്കുന്നു. ഭംഗിയുള്ള കാഴ്ചയെന്ന് വിവേകിനോട് പറഞ്ഞപ്പോൾ അവൻ്റെ മറുപടി, അതും മഞ്ഞൊന്നുമല്ല സുനിൽ, ഡൽഹിയുടെ മലിനീകരണം. രാവിലെ ആ വഴിയോരത്തെ ആളൊഴിഞ്ഞ പാർക്കിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രം. ഭിക്ഷക്കാർ പോലുമില്ല. തണുപ്പ് പ്രതിരോധിക്കാൻ ഞാൻ ജാക്കറ്റിൻ്റെ സിബിട്ടു. വിവേക് ഫോണിൽ ആരോടും സംസാരിക്കുന്നു. അവൻ കൈകൊണ്ട് 10 മിനിറ്റെന്ന് ആംഗ്യം കാണിച്ചു. ഇനി അധിക നേരം കാത്തു നിൽക്കേണ്ടി വരില്ലെന്ന് തോന്നുന്നു. ഇത് കഴിഞ്ഞ് വേണം എനിക്ക് കേരളത്തിലേക്ക് മടങ്ങാൻ. ഒരു വലിയ കേസ് അന്വേഷണത്തിൻ്റെ അവസാന രംഗമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. 1 വർഷത്തോളം എടുത്തൊരു കേസ്. ഇവിടെ വീണ്ടും നിൽക്കുമ്പോൾ മനസ്സ് കുറേ നാളുകൾ പിന്നിലേക്ക് പാഞ്ഞു. സംഭവബഹുലമായ ഏതാനും മാസങ്ങൾ പിന്നിലേക്ക്. ഓർമ്മകളെ തടയാൻ പറ്റില്ലല്ലോ. നമുക്ക് ആ ഓർമ്മയിലേക്ക് പോകാം. പാർലമെന്റ് മന്ദിരത്തിന്റെ സൗത്ത് ബ്ലോക്കിലാണ് ഞാനിപ്പോൾ. അല്ല, ഞങ്ങൾ 38 പേർ. തറയിൽ ചുവപ്പ് നിറമുള്ള ഡിസൈനുള്ള പരവതാനി, തടികൊണ്ടുള്ള ഒരു സാധാരണ മേശ, എതിരെ 3 വെളുത്ത കസേരകൾ, 2 ഷെൽഫിൽ അടുക്കി കുറേ പുസ്തകങ്ങൾ. രാജ്യത്തിന്റെ ഭരണം നിയന്ത്രിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസ് മുറിക്ക് ഒരു ചെറുകിട കോർപ്പറേറ്റ് ഓഫീസിന്റെ പോലും ഭംഗി പറയാനില്ല. ധൂർത്തുകൾ ഒഴിവാക്കണമെന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത ആളാണ് PM. ഔദ്യോഗിക അതിഥികളെ സ്വീകരിക്കാൻ വേറെ സ്വീകരണ മുറിയുണ്ട്, അതും ഓഫീസിനോട് ചേർന്ന് തന്നെ. അവിടെ കഥ വേറെയാണ്. രാഷ്ട്രതലവന്മാർ സന്ദർശിക്കുമ്പോൾ ഭാരതത്തിന്റെ അഭിമാനം ചോർന്നു പോകാതിരിക്കാൻ വളരെ ആർഭാടമായി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. വേറെയും മുറികളുണ്ടെങ്കിലും അവിടേക്ക് ആർക്കും പ്രവേശനമില്ല. ഈ മുറി കാണാൻ ഭാഗ്യം കിട്ടിയ എത്ര മലയാളികൾ ഉണ്ടാവും, രാഷ്ട്രീയക്കാരുൾപ്പെടെ. ഞാൻ വെറുതെ ചിന്തിച്ചു. കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും പുറത്തേക്ക് നടന്നു. ഈ ഒരു ടൂറ് ട്രെയിനിങ് കഴിഞ്ഞിറങ്ങുന്ന എല്ലാവർക്കും കിട്ടും. പ്രധാനമന്ത്രി ഓഫീസിലുള്ളപ്പോൾ വന്നവരുണ്ട്. അവരെ നേരിട്ട് പരിചയപ്പെടാനും ചിത്രങ്ങൾ എടുക്കാനും അദ്ദേഹത്തിന് താല്പര്യമായിരുന്നു എന്നൊക്കെ അക്കാദമിയിൽ കേട്ടിട്ടുണ്ട്. എന്തോ എനിക്കങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയില്ല. ഓർത്തപ്പോൾ ഒരു ചെറിയ വിഷമം തോന്നിയെങ്കിലും ഇവിടെ വരെ എത്തിയല്ലോ എന്നോർത്തപ്പോൾ അതൊക്കെ മാഞ്ഞുപോയി. ആ ദിവസം ഞാൻ ഓർക്കുന്നു. സിവിൽ സർവീസ് പരീക്ഷയിൽ പ്രിലിംസിന് ശേഷം മെയിൻ എക്സാം കഴിഞ്ഞ് വെറുതെ വീട്ടിലിരുന്ന് വായനയായിരുന്നു. ജയിക്കുമെന്നറിയാമായിരുന്നു. ഫലം വരാൻ കാത്തിരിപ്പ് തുടരുന്ന ദിവസങ്ങളിലൊന്ന്. പോസ്റ്റ്മാൻ കൊണ്ടുവന്ന കാക്കി കവറിൽ ഓൺ IGS കണ്ടപ്പോൾ റിസൾട്ട് ആവുമെന്ന് കരുതി. പക്ഷെ ഇൻ്റർവ്യൂവിന് ക്ഷണിച്ചുകൊണ്ടുള്ള കത്തായിരുന്നു. അടുത്ത മാസം 12-ന് ഡൽഹിയിൽ UPSC ആസ്ഥാനത്ത് ഹാജരാവാൻ നിർദ്ദേശിക്കുന്ന സർക്കാർ ഉത്തരവ്. ഇനിയും 20 ദിവസമുണ്ട്. ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല. PSC പരീക്ഷയ്ക്ക് പഠിക്കുന്നു എന്ന് മാത്രമാണ് അമ്മയോടും പറഞ്ഞത്. ഡൽഹിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യണം, ഒരു സൂട്ട് തയ്പ്പിക്കണം, സൂട്ട് നിർബന്ധമാണെന്ന് എഴുതിയിരുന്നു. എല്ലാം കൂടി ഒരു 20,000 രൂപയെങ്കിലും ആകും. അമ്മേ, ഞാൻ അടുക്കളയിലെത്തി. ഉറക്കെ വിളിച്ചു, എന്താ മോനെ, ഞാനിവിടെ ഉണ്ട്, നീ ഇങ്ങോട്ട് വാ. വർക്ക് ഏരിയയിൽ നിന്നും അമ്മയുടെ മറുപടി. ഞാൻ അടുക്കള കടന്ന് വർക്ക് ഏരിയയിലെത്തി. ആ കുഞ്ഞൂട്ടിയുടെ മോനെ കുറച്ച് മീൻ കൊണ്ടുവന്നു, അതൊന്ന് വെട്ടുമായിരുന്നു. അമ്മ തോളുകൊണ്ട് വിയർപ്പ് തുടച്ചു. എന്താ മോനെ, നീ എന്തിനാ വിളിച്ചത്? അമ്മയുടെ കയ്യിൽ പൈസ വല്ലതും ഉണ്ടാവോ? നിനക്കെന്തിനിപ്പോൾ പൈസ? എത്ര വേണം? കുറച്ച് കൂടുതൽ വേണം. ഒരു ജോലിക്കുള്ള കടലാസ് വന്നിട്ടുണ്ട്, അതിന് ഇൻ്റർവ്യൂവിന് പോകണം. അമ്മയുടെ കയ്യിൽ ഉണ്ടാവില്ല എന്നറിയാവുന്ന ഞാൻ മടിച്ചാണ് പറഞ്ഞത്. തിരുവനന്തപുരത്താണോ? അതിനിപ്പോൾ ഒരു 2,000 പോരെ? അതൊക്കെ എൻ്റെ കയ്യിൽ കാണും. പെൻഷൻ്റെ കാശ് വന്നത് ബാക്കിയുണ്ടടാ. എൻ്റെ മുഖം കണ്ടാവണം, ആശ്വസിപ്പിക്കുന്നത് പോലെയാണ് അമ്മ പറഞ്ഞത്. അല്ലമ്മേ, ഇത് ഡൽഹിയിലാ. ഒരു 25,000 എങ്കിലും ആവും. ഡൽഹിയിലോ? കേന്ദ്ര സർക്കാർ ജോലിയാണോ? കൊള്ളാമല്ലോ, കിട്ടുമോടാ. അമ്മ മീൻ വെട്ടിക്കഴിഞ്ഞ് എഴുന്നേറ്റ് കൈ കഴുകി. അമ്മ പെൻഷനായിട്ട് 2 വർഷമായി. LP സ്കൂൾ ടീച്ചറായിരുന്നു. അമ്മയുടെ കൂടെ പഠിച്ച ശാരദ ടീച്ചറെ വിളിച്ചു. എന്തൊക്കെയോ സംസാരിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോൻ നാളെ ശാരദയുടെ വീട് വരെ പോയി പണം വാങ്ങിക്കോ. അമ്മ പറഞ്ഞിട്ടുണ്ട്, മോൻ വിഷമിക്കണ്ട, ജോലി കിട്ടുമല്ലോ അല്ലേ. ചിരിച്ചുകൊണ്ട് അമ്മ എൻ്റെ മുടിയിൽ തലോടി. പിറ്റേന്ന് രാവിലെ തന്നെ ബൈക്കെടുത്ത് ഞാൻ ടീച്ചറുടെ വീട്ടിൽ പോയി പണം വാങ്ങി. പണം കിട്ടിയില്ലായിരുന്നുവെങ്കിൽ അച്ഛൻ്റെ ഏക സമ്പാദ്യമായിരുന്ന ഈ ബൈക്ക് വിൽക്കേണ്ടി വന്നേനെ. പിന്നെ എല്ലാം ധൃതിയിലായിരുന്നു. സ്കൂളിൽ കൂടെ പഠിച്ച സേതു ഡൽഹിയിൽ ഒരു കമ്പനിയിൽ സെയിൽസ് റെപ്പായിരുന്നു. അത് കാര്യമായി. അവനെ ഫോണിൽ വിളിച്ച കാര്യം പറഞ്ഞു. താമസം അവനോടൊപ്പം ശരിയാക്കി. ഇൻ്റർവ്യൂവിന് 2 ദിവസം മുമ്പ് തന്നെ ഞാൻ ഡൽഹിയിലെത്തി. അവനോടും ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് ഇൻ്റർവ്യൂ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കിട്ടിയില്ലെങ്കിൽ നാണക്കേടല്ലേ എന്നോർത്താണ് അങ്ങനെ പറഞ്ഞത്. സുനിൽ വരുന്നില്ലേ? അശ്വിൻ തോളിൽ തട്ടി വിളിച്ചു. എൻ്റെ ബാച്ചിലെ 3 മലയാളികളിൽ ഒരാൾ, അക്കാദമിയിലെ റൂംമേറ്റ്. പിന്നീടുണ്ടായിരുന്ന മലയാളി ഒരു വിവേക് കൃഷ്ണൻ. അവൻ വേറെ റൂമിലായിരുന്നു. അതുകൊണ്ട് അവനോട് അത്ര അടുപ്പമില്ലായിരുന്നു. മെസ്സിലോ ഗ്രൗണ്ടിലോ കാണുമ്പോൾ മാത്രം സംസാരിക്കും. പേരിൽ മാത്രമാണ് അവൻ മലയാളി. വളർന്നതൊക്കെ വടക്കൻ മണ്ണിൽ. ഞാനെന്തോ ആലോചിച്ചു നിന്നു പോയെന്ന് പറഞ്ഞ് ഞങ്ങൾ നടന്നു.
ലോക്സഭ രാജ്യസഭാ ചേംബറുകൾ കൂടി കണ്ട ശേഷം ഞങ്ങളുടെ ടൂർ അവസാനിച്ചു. നാളെ രാവിലെ PM-ന്റെ കൂടെ ഒരു ഫോട്ടോ സെക്ഷൻ, അത് കഴിഞ്ഞാൽ മടങ്ങാം. അശ്വിനും ഞാനും ഇവിടെയും ഒരു മുറിയിലാണ്, സർക്കാർ വക ഗസ്റ്റ് ഹൗസിൽ. അവൻ ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു കോഫി വാങ്ങി മുറിയിലേക്ക് നടന്നു. ഓർമ്മകൾ വീണ്ടും മനസ്സിൽ. ഡൽഹി അറിയാതെ മനസ്സിൽ കയറിയ ആ പഴയ നാളുകൾ. ഇന്റർവ്യൂ ദിവസം സേതുവിന്റെ മുറിയിൽ നിന്നിറങ്ങി ഒരു ടാക്സി പിടിച്ച് ഷാജഹാൻ റോഡിലെ സൗത്ത് ബ്ലോക്കിലേക്ക് ഞാൻ ആദ്യമായി എത്തിയത് ഒരു സെപ്റ്റംബർ 12 രാവിലെ 9 മണിക്ക്. അവിടെയാണ് ഇന്റർവ്യൂ. പേര് വിളിച്ച രണ്ടാമത്തെ ആൾ ഞാനായിരുന്നു. വലിയ ടെൻഷനൊന്നും തോന്നിയില്ല. കിട്ടിയില്ലെന്ന് ഉറപ്പിച്ചാൽ പിന്നെ ടെൻഷൻ വേണ്ടല്ലോ. ബോർഡിലുണ്ടായിരുന്ന 5 പേരിൽ 2 മലയാളികൾ. ഇരുന്നു കഴിഞ്ഞപ്പോൾ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയാവണം കുറേ സാധാ ചോദ്യങ്ങൾ. ഡൽഹി എങ്ങനെയുണ്ട്, വീട്ടിലാരൊക്കെ, സ്കൂൾ കോളേജ് പഠനകാലം ചുരുക്കി പറയാമോ, അങ്ങനെ. പിന്നീട് ചോദ്യങ്ങൾ അല്പം കൂടി കുഴയ്ക്കുന്നവയായിരുന്നു. മലിനീകരണ നിയന്ത്രണം മുതൽ തേയിലയുടെ കയറ്റുമതി വരെ ഏകദേശം 40 മിനിറ്റോളം നീണ്ട ഇന്റർവ്യൂ. അറിയിക്കാമെന്ന് പറഞ്ഞ അവർ തിരിച്ചയച്ചപ്പോൾ നേരിയ നിരാശ തോന്നി. വിധിച്ചതേ കിട്ടൂ എന്ന് സമാധാനിച്ച് ഞാൻ നാട്ടിലേക്ക് വണ്ടി കയറി. ഒരു 3 മാസം കാത്തിരുന്ന് ഞാൻ ആ സ്വപ്നം ഉപേക്ഷിച്ചു. സെലക്ഷൻ കിട്ടിയിരുന്നുവെങ്കിൽ ഇതിനു മുമ്പ് തന്നെ അറിയാമായിരുന്നു. മോനെ സുനി, ആ പറമ്പിലെ വാഴയ്ക്ക് ഒന്ന് തടമെടുക്കാമോ? ഇച്ചിരി വളമിട്ടില്ലെങ്കിൽ അത് ഉണങ്ങിപ്പോകുമെന്നാ തോന്നുന്നത്. ഞാൻ ലുങ്കിയെടുത്ത് ഷർട്ട് മൂരിയിട്ട് ഒരു തോർത്തും തലയിൽ കെട്ടി പറമ്പിലേക്ക് പോയി. ആകെ 4 മൂട് വാഴയാണുള്ളത്. രണ്ടാമത്തെ വാഴയുടെ തടമെടുത്ത് തുടങ്ങിയപ്പോഴാണ് അമ്മയുടെ പേടിച്ചുള്ള നിലവിളി കേട്ടത്. മോനെ സുനി, ഓടി വാടാ. പേടിച്ചുപോയി. തൂമ്പയും കയ്യിൽ പിടിച്ചൊരു ഓട്ടമായിരുന്നു. ഇടയ്ക്കിടെ മുറ്റത്തൊരു പാമ്പ് വരാറുണ്ട്, അതിനെ കണ്ട് ഭയന്നാവും അമ്മ നിലവിളിച്ചത്. മുറ്റത്താരോ 4-5 പേര്. എന്താ കാര്യമെന്ന് ചോദിക്കും മുമ്പ് തന്നെ ഫ്ലാഷ് മിന്നി. അഭിനന്ദനങ്ങൾ സുനിൽ, താങ്കൾ സിവിൽ സർവീസിൽ 61ാം റാങ്ക്. വന്നവരിൽ ഒരാൾ എൻ്റെ കൈ കുലുക്കിക്കൊണ്ട് പറഞ്ഞു. അമ്മ കരയുകയായിരുന്നു സന്തോഷം കൊണ്ട്. പിറ്റേന്ന് പത്രത്തിൽ വന്ന എൻ്റെ ചിത്രങ്ങളിലൊന്ന് തൂമ്പയും പിടിച്ച് ഷർട്ടിടാതെ തലയിൽ തോർത്ത് കെട്ടിയ ആ ചിത്രമായിരുന്നു. ആദ്യം മസൂറി അക്കാദമിയിൽ 6 മാസം ട്രെയിനിങ്. അവിടുത്തെ പരിശീലനം തീരുന്ന ആഴ്ച നോട്ടീസ് ബോർഡിൽ ലിസ്റ്റിടും. അതിൽ നിന്നാണ് സർവീസ് ഏതെന്ന് തിരിക്കുക. എനിക്ക് മുമ്പ് ഒരാൾ മാത്രം, ഏതോ ഒരു മിശ്ര. അയാളുടെ പേരിന് മുകളിലായി നീലമഷിയിൽ ഒരു വര. എൻ്റെ വിധി IPS ആണ്, 2ാം റാങ്ക്. പിന്നീട് ഒരു വർഷം ഹൈദരാബാദ് പോലീസ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശീലനം. 4 പേരാണ് ഒരു മുറിയിൽ. എന്നോടൊപ്പം അശ്വിനും ഒരു തമിഴ്നാട് സ്വദേശി റാംമോഹനും ഒരു UP-കാരൻ ചതുർവേദിയും. രാവിലെ 5 മണിക്ക് തുടങ്ങി 8 വരെ കായിക പരിശീലനം കഴിഞ്ഞാൽ ഒരു ആഹാരം. അത് കഴിഞ്ഞ് തിയറി ക്ലാസുകൾ. വൈകുന്നേരം കായിക വിനോദങ്ങൾ. ഏതെങ്കിലും ഒരെണ്ണം നിർബന്ധം. ഉഴപ്പാൻ നോക്കിയാൽ പ്രിൻസിപ്പൽ റാവുവിൻ്റെ തെറിവിളി ഉറപ്പ്. ആശാനൊരു കുതിരപ്പുറത്തിങ്ങനെ അവിടെ ചുറ്റിയടിച്ച് നടക്കും, ഞങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട്. ഒരാഴ്ച അതിർത്തിയിൽ പട്ടാളക്കാരോടൊപ്പം ട്രെയിനിങ് ഉണ്ട്. മുട്ടുകൂട്ടിയിടിക്കുന്ന തണുപ്പാണ്. അവിടെ 2 ദിവസം കഴിഞ്ഞാൽ ആർക്കും പട്ടാളക്കാരോട് ബഹുമാനം തോന്നും. അവിടെ ട്രെയിനിങ് തീരുന്ന ആഴ്ചയാണ് കേഡർ തീരുമാനിക്കുക. ഏത് സംസ്ഥാനത്ത് ഓപ്ഷൻ കൊടുത്താലും ഇഷ്ടപ്പെട്ട കേഡർ കിട്ടണമെന്നില്ല. ട്രെയിനിങ് തീരുന്ന ആഴ്ച പരീക്ഷ ജയിച്ചു കഴിഞ്ഞാലാണ് ഈ ഡൽഹി സന്ദർശനം. എനിക്കും അശ്വനും എഴുതി കൊടുത്ത കേരള കേഡർ തന്നെ കിട്ടി. ഞങ്ങളോടൊപ്പം വേറെ 2 പേർ കൂടി കേരളത്തിലേക്കുണ്ടായിരുന്നു. കൃപ എന്ന പഞ്ചാബി ലേഡിയും അർജുൻ സിൻഹ എന്ന ഡൽഹിക്കാരനും. ഇന്ന് ബുധനാഴ്ച. തിങ്കളാഴ്ച രാവിലെ തിരുവനന്തപുരം DGP ഓഫീസിൽ ഒപ്പിട്ട് സർവീസ് തുടങ്ങുന്നു. സുനിൽ എബ്രഹാം IPS എന്ന ഞാൻ. പിറ്റേന്ന് രാവിലെ 10:30 പ്രധാനമന്ത്രിയോടൊപ്പമുള്ള ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞ് എല്ലാവർക്കും അപ്പോയിൻമെന്റ് കിട്ടി. കേന്ദ്ര സർക്കാർ മുദ്രയുള്ള ഐഡന്റിറ്റി കാർഡുകളും കിട്ടി. മടക്കയാത്ര ഫ്ലൈറ്റിലായിരുന്നു. ഞങ്ങൾ 4 പേരും ഒന്നിച്ച്. എയർപോർട്ടിൽ ഞങ്ങളെ സ്വീകരിക്കാൻ പോലീസുണ്ടായിരുന്നു. സിൻഹയും കൃപയും സർക്കാർ ഗസ്റ്റ് ഹൗസിലേക്ക് പോയപ്പോൾ ഞാനും അശ്വിനും വീടുകളിലേക്ക് പോയി. വൈകുന്നേരത്തോടെയാണ് വീട്ടിലെത്തിയത്. കുറച്ചാളുകൾ വീട്ടിലും ഉണ്ടായിരുന്നു. എല്ലാവരെയും വിശേഷങ്ങൾ പറഞ്ഞ് ഒഴിവാക്കിയപ്പോൾ രാത്രി 8 മണിയായി. പിന്നെ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി. ഞായറാഴ്ച ഉച്ചയോടെ ഞാൻ ട്രെയിനിൽ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു. സന്ധ്യയോടെ അവിടെ എത്തി ഗസ്റ്റ് ഹൗസിൽ ചേക്കേറി. രാവിലെ 9 മണിക്ക് പോലീസ് ആസ്ഥാനത്തെത്തിയ ഞങ്ങളെ പോലീസ് പരേഡും ബാൻഡുമാണ് എതിരേറ്റത്. സല്യൂട്ട് സ്വീകരിച്ച് DGPയുടെ ഓഫീസിൽ മടങ്ങിയെത്തിയപ്പോൾ എല്ലാവർക്കും പോസ്റ്റിംഗ് അപ്പോയിൻമെൻറ്റുകൾ റെഡിയായിരുന്നു. ആദ്യ ഒരാഴ്ച ഒരു PC, പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ, ASI, പിന്നെ SI, സർക്കിൾ, DYSP, അങ്ങനെ 6 ആഴ്ച സംസ്ഥാന പരിശീലനം. പിന്നെ സ്ഥിരം പോസ്റ്റിംഗ് കിട്ടും. ഈ കാലയളവിൽ പ്രത്യേക പരിഗണന ഒന്നും പാടില്ലെന്നാണ് നിയമം. എങ്കിലും പ്രവർത്തനത്തിൽ അങ്ങനെയല്ലായിരുന്നു. എൻ്റെ ആദ്യ പോസ്റ്റിംഗ് ചങ്ങനാശ്ശേരി സ്റ്റേഷനിൽ PC ആയിട്ടായിരുന്നു. അശ്വിൻ ചവറ കൃപ സിറ്റിയിലെ വനിതാ സ്റ്റേഷനിൽ. പാവൻ സിൻഹയ്ക്ക് വടക്ക് എവിടെയോ ആണ് കിട്ടിയത്. ഞാൻ ഫോൺ നമ്പറുകൾ കൈമാറി. സ്റ്റേഷനിലേക്ക് തിരിക്കും മുമ്പ് ആഭ്യന്തരമന്ത്രിയെ കണ്ട് റിപ്പോർട്ട് ചെയ്ത് അനുവാദം ചോദിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങും വേഗം തീർന്നു. വൈകുന്നേരത്തെ ട്രെയിനിൽ മടക്കയാത്ര. ജോലിയിലെ ആദ്യ ദിവസം നാളെയാണ്. CI രാത്രി വിളിച്ചിരുന്നു. രാവിലെ ജീപ്പ് വിടാമെന്ന് പറയാനായിരുന്നു കോൾ. വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അയാൾ സമ്മതിച്ചില്ല. അതൊരു മാമൂല സുനിൽ സാറേ. സ്റ്റേഷനിൽ ഒരു ചെറിയ പരേഡ്. രാവിലെ 8 മണിക്ക് വണ്ടി അവിടെ ഉണ്ടാവും സാർ.
ശുഭരാത്രി പറഞ്ഞ അയാൾ ഫോൺ കട്ടാക്കി. രാവിലെ കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ ജീപ്പ് മുറ്റത്തുണ്ടായിരുന്നു. സമയം 8 പോലും ആയില്ല. അകത്ത് കയറി ആഹാരം കഴിച്ച് യൂണിഫോമിൽ പുറത്തിറങ്ങും മുമ്പ് അച്ഛൻ്റെ ഫോട്ടോയുടെ മുന്നിലൊന്ന് പ്രാർത്ഥിച്ചു. അമ്മയുടെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങി. വീടിൻ്റെ പുറത്ത് കുറച്ചുപേർ കാഴ്ചക്കാരായി ഉണ്ടായിരുന്നു. ഡ്രൈവർ സല്യൂട്ട് ചെയ്ത് ഡോർ തുറന്നു പിടിച്ചു. ജീപ്പ് നീങ്ങവേ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഇടറോഡിൽ നിന്നും വഴിയിലേക്ക് കയറിയപ്പോൾ ഡ്രൈവർ വയർലെസ്സിൽ വിളിച്ച് ഞങ്ങൾ പുറപ്പെട്ട വിവരം അറിയിച്ചു. SP സാറ് ഒരു 9 മണിക്ക് മുമ്പ് എത്തും. അദ്ദേഹം വന്നിട്ട് സാറ് സ്റ്റേഷനിൽ എത്താവൂ എന്നാണ് വെപ്പ്. അതാ ഞാൻ ഈ പതുക്കെ പോകുന്നത്. ഡ്രൈവർ മുരളീധരൻ ഒരു ക്ഷമാപണം പോലെ പറഞ്ഞു. ഞാൻ തലകുലുക്കി. SP എത്തിയെന്ന് SIയുടെ മെസ്സേജ് കിട്ടിയുടൻ മുരളീധരൻ ലൈറ്റും സൈറനും ഇട്ട് വേഗത്തിൽ ഓടിച്ചു തുടങ്ങി. സ്റ്റേഷനിലേക്ക് എത്താൻ 10 മിനിറ്റ് പോലും വേണ്ടി വന്നില്ല. ജീപ്പിൽ വന്നിറങ്ങുമ്പോൾ SP-യോടൊപ്പം സ്റ്റേഷനിലെ മുഴുവൻ പോലീസുകാരും മുറ്റത്ത് 3 നിരയായി നിൽപ്പുണ്ടായിരുന്നു. മുന്നിൽ SP രാജഗോപാൽ സാറ്, പിന്നിൽ CIമാർ, 5 SI. കാല് നിലത്ത് തൊട്ടയുടൻ CI വിളിച്ചു. പരേഡ് അറ്റൻഷൻ. ബൂട്ടുകളുടെ ശബ്ദം മുഴങ്ങി. റൈഫിളിൻ്റെ പാത്തിയിൽ ബലിഷ്ഠമായ കൈകളുടെ ശബ്ദം. ഞാനും അറ്റൻഷനിൽ ഒരു നിമിഷം നിന്നു. എന്നിട്ട് തിരിച്ച് സല്യൂട്ട് ചെയ്തു. പരേഡ് തീർന്നപ്പോൾ പരേഡിൽ ഓവർ ഹാൻഡ്സ് മുഴങ്ങി കഴിഞ്ഞയുടൻ CI നൈനാൻ ഒരു പൂച്ചെണ്ട് തന്നു. ഒന്നുകൂടി സല്യൂട്ട് ചെയ്തിട്ട് അയാൾ പറഞ്ഞു, ചങ്ങനാശ്ശേരി സ്റ്റേഷനിലേക്ക് സ്വാഗതം സാർ. SP-യോടൊപ്പം ഞാൻ വലതുകാൽ വെച്ച് അകത്തേക്ക് കയറി. ഡ്യൂട്ടി രജിസ്റ്റർ ഒപ്പിട്ട ശേഷം അദ്ദേഹം എന്നെയും കൂട്ടി DYSPയുടെ മുറിയിലേക്ക് പോയി. കതക് തുറന്ന് അകത്ത് കയറിയിരുന്നു. ശേഷം അദ്ദേഹം എന്നോട് ഇരിക്കാൻ പറഞ്ഞു. എതിരെയുള്ള കസേരയിൽ ഞാനിരുന്നു. സുനിലെ, ഇവിടെ ഒരു DYSP, 2 CI, 5 SI, 9 ASI, 68 PC, അങ്ങനെ 85 പേരാണ്. DYSP ഷാജി മെഡിക്കൽ ലീവാണ്. അധികം ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങളില്ലാത്തൊരു സ്റ്റേഷനാണിത്. ട്രാഫിക്കാണ് ഈ സ്റ്റേഷൻ പരിധിയിലെ ഏറ്റവും വലിയ തലവേദന. ഇടുങ്ങിയ റോഡുകളും MC റോഡിലെ വർക്കും കൂടി ആവുമ്പോൾ ഈ കൊച്ചു പട്ടണം നിശ്ചലമാകും. ഇവിടെ എല്ലാവരും ട്രാഫിക് നോക്കാറുണ്ട്. ഒരു CI, ഒരു SI എന്നും ട്രാഫിക് ഡ്യൂട്ടി ആവും. കോൺസ്റ്റബിൾ ചായയുമായി വന്നു. മേശപ്പുറത്ത് വെച്ചിട്ട് സല്യൂട്ട് ചെയ്തു പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജോലി സുനിലിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം. പുറത്തു പോകണമെങ്കിൽ പോകാം, ട്രാഫിക് നോക്കാം, സ്റ്റേഷൻ അതിരുകൾ പരിചയപ്പെടാം. ഞാനൊരു കടുംപിടുത്തക്കാരനൊന്നുമല്ല. ഒരു ലോക്കൽ സ്റ്റേഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന് അറിയാമെന്ന് മാത്രമാണ് ഈ ട്രെയിനിങ്ങിൻ്റെ ഉദ്ദേശം. താൻ എന്തായാലും ഈ ജില്ലയിൽ തന്നെയല്ലേ എൻ്റെ അസിസ്റ്റൻ്റായി വരാൻ പോകുന്നത്. എൻ്റെ സപ്പോർട്ട് തനിക്കുണ്ടാവും. മേക്ക് മീ പ്രൗഡ്. അദ്ദേഹം എഴുന്നേറ്റു. ഞാനും തൊപ്പി തലയിൽ വെച്ച് സല്യൂട്ട് ചെയ്തു. വൈകുന്നേരം ഡ്യൂട്ടി റിപ്പോർട്ട് എന്നെ വിളിച്ചൊന്ന് പറയണം. ഇതാ എൻ്റെ സെൽ നമ്പർ. അദ്ദേഹം ഒരു കാർഡ് നീട്ടി. അങ്ങനെ 6 ആഴ്ച ഓടിപ്പോയി. SPI എന്നെ പോസ്റ്റ് ചെയ്തത് കോട്ടയം ജില്ലയിൽ തന്നെയായിരുന്നു. SP രാജഗോപാലൻ സാർ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എന്നെ ക്ഷണിച്ചിരുന്നു. അസാമാന്യ വായനാശീലവും അറിവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര. നമ്മൾ IPSകാർ കൂടുതലും പേപ്പർ വർക്കാണ് സുനിലെ. പെൻഷൻ, അവധി, ട്രാൻസ്ഫർ, മെഡിക്കൽ ലീവ്, പിന്നെ ഓരോ പോലീസുകാർ ഉണ്ടാക്കുന്ന പുലിവാലുകളുടെ പിന്നാലെ പോകൽ, പൊതുപരിപാടികൾ, സമ്മാനദാനം, ഉദ്ഘാടനം, മന്ത്രിമാർ വരുമ്പോൾ ഓച്ചാനിച്ച് നിൽക്കൽ, രാഷ്ട്രീയക്കാരെ നോക്കിയും കണ്ടും ഡീൽ ചെയ്യണം. ഇല്ലെങ്കിൽ അവരെ കിട്ടുന്ന വഴിക്ക് പണി തരും. അദ്ദേഹം പറഞ്ഞു നിർത്താതെ എന്നോടൊരു തുടർച്ച പോലെ ചോദിച്ചു, സുനിൽ, നിനക്ക് വ്യക്തിപരമായ രാഷ്ട്രീയം വല്ലതും? ഇല്ല സാർ. ഞാൻ ചിരിച്ചു. അതാ നല്ലത്. ഇല്ലെങ്കിൽ 5 വർഷം കൂടുമ്പോൾ ഏതെങ്കിലും ഒരു കോർപ്പറേഷൻ ഭരിക്കും. ആരെയും പിണക്കണ്ട, കൂടുതൽ അടുപ്പിക്കുകയും വേണ്ട. സുനിൽ, നിനക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്തോളൂ. എന്തെങ്കിലും സംശയം തോന്നിയാൽ എന്ത് കാര്യവുമാവട്ടെ ഏത് സമയത്തും എന്നെ വിളിക്കാം. ഗുഡ് നൈറ്റ് പറഞ്ഞ് ഞാനിറങ്ങി. കുറച്ചു മാസം കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് കോട്ടയം അത്യാവശ്യം പരിചിതമായി. ജില്ലയിലെ 32 പോലീസ് സ്റ്റേഷനുകളും ഞാൻ ഇതിനിടെ സന്ദർശിച്ചു. പോലീസുകാരുടെ ബുദ്ധിമുട്ടുകൾ സത്യത്തിൽ ജനങ്ങൾ അറിയില്ല. അവർ കാണുന്നത് യൂണിഫോം മാത്രമാണ്. അവർക്കറിയാവുന്ന കേട്ടിട്ടുള്ള ക്രൂരതകളെല്ലാം അവരാ ഉടുപ്പിടുന്നവർക്കെല്ലാം ചാർത്തി കൊടുക്കും. പോലീസ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ആരും പറയാറില്ല, അറിയാറില്ല. അതൊക്കെ അവരുടെ ജോലിയല്ലേ എന്നൊരു ഭാവം മാത്രമാണ് പൊതുവായി കാണുന്നത്. ഈ കുറഞ്ഞ കാലത്തിൻ്റെ ഉള്ളിൽ ജില്ലയിൽ 4 കൊലപാതക കേസുകൾ വന്നെങ്കിലും അതെല്ലാം വേഗം തെളിയിക്കാൻ ലോക്കൽ പോലീസിന് കഴിഞ്ഞു. സ്വതന്ത്രമായി അന്വേഷിച്ച ആദ്യത്തെ കേസാണ് മനു മോഹൻ്റെ കൊലപാതകം. എൻ്റെ കഴിവ് തെളിയിക്കാൻ കിട്ടിയ ആദ്യത്തെ അവസരമായിരുന്നു അത്. സർവീസിൽ കയറി കുറഞ്ഞ കാലം കൊണ്ട് ഇത്ര പ്രമുഖമായൊരു കേസെടുത്ത് എനിക്ക് തരുന്നതിലെ ആശങ്ക ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ രാജഗോപാലൻ സാർ എന്നോട് പറഞ്ഞു, ഇതിൽ ബാഹ്യമായ ഇടപെടലുകളൊക്കെ വന്നേക്കാം. അത് കാര്യമാക്കാതെ സുനിൽ ജോലി മാത്രം ശ്രദ്ധിക്കുക. നമുക്കൊരിക്കലും പ്രധാനപ്പെട്ടതെന്നോ അപ്രധാനപ്പെട്ടതെന്നോ തരംതിരിച്ച് കേസുകൾ അന്വേഷിക്കാൻ പറ്റില്ല. നമ്മളെ സംബന്ധിച്ച് എല്ലാ കേസുകളും പ്രധാനപ്പെട്ടവ തന്നെയാണ്. പ്രാധാന്യമൊക്കെ ജനങ്ങളുടെയോ തൽപര കക്ഷികളുടെയോ മനസ്സിൽ മാത്രമാണ്. അദ്ദേഹം ഒരു ചെറിയ ഫയലെടുത്ത് നീട്ടി. ഐശ്വര്യമായി വാങ്ങിച്ചോളൂ. ആദ്യത്തെ കേസ്. അസിസ്റ്റ് ചെയ്യാൻ ആര് വേണമെന്നൊക്കെ താൻ തീരുമാനിച്ചോളൂ. FIR, ഇൻക്വസ്റ്റ്, ഇടക്കാല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ചില സ്റ്റേറ്റ്മെൻറ്റുകൾ, അത്രയേ ആയിട്ടുള്ളൂ. ഫയൽ തന്നിട്ട് അദ്ദേഹം എൻ്റെ കൈ പിടിച്ചു കുലുക്കി. അറിയാമല്ലോ, എനിക്ക് റിട്ടയർ ചെയ്യാൻ ഇനി അധികം നാളില്ല.
അതിൻ്റെ മുന്നേ ഈ കേസ് ക്ലോസ് ചെയ്താൽ എനിക്ക് നിറഞ്ഞ മനസ്സോടെ വിരമിക്കാം. നിങ്ങളിത് തെളിയിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സല്യൂട്ട് ചെയ്ത് ഞാൻ ഓഫീസിന് പുറത്തു കടന്നു. തിരികെ SP ഓഫീസിൽ എൻ്റെ മുറിയിൽ വന്നിരുന്നു. ഈ കേസിനെ കുറിച്ച് വായിച്ച പത്രവാർത്തകളാണ് ആദ്യം മനസ്സിൽ ഓടിയെത്തിയതും. മനു മോഹൻകുമാർ എന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ മരണം. അല്ല, അതിക്രൂരമായ കൊലപാതകം. ഇന്ന് ഞാനല്പം നേരത്തെ വരും. നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? പുറത്തു നിന്നും ആഹാരവും. ഫോണിൽ മനുമോഹന്റെ ചോദ്യം കേട്ടപ്പോൾ പ്രീതി അത്ഭുതപ്പെട്ടു എന്ന് തീർച്ച. ഇന്നെന്താ മനുവേട്ട ഒരു സോപ്പിടൽ? എങ്ങാണ്ടും ടൂർ പോകാനുള്ള മുൻകൂർ ജാമ്യമാണോ ഈ സിനിമ? അവൾ കളിയാക്കി ചോദിച്ചു. വിവാഹം കഴിഞ്ഞ് 17 വർഷമായെങ്കിലും ഇതുവരെ 1-2 തവണ മാത്രമാണ് മനുമോഹൻ ഇങ്ങനെ ചോദിച്ചിട്ടുള്ളത്. എപ്പോഴും ബിസിനസ്സും ജോലിക്കാരിയുമായി മനു യാത്രയിലായിരിക്കും. അപ്പുറത്ത് നിന്ന് വന്ന മറുപടിക്ക് ശരി ഞങ്ങൾ റെഡിയായിരിക്കാം, സമയത്തിന് മനുവേട്ടൻ ഇങ്ങ് വന്നാൽ മതി എന്ന് പറഞ്ഞവൾ ഫോൺ വെച്ചു. ഭർത്താവിൻ്റെ തിരക്കുകൾ നന്നായി അറിയാവുന്ന വ്യക്തിയായിരുന്നു പ്രീതി. അവൾക്കതിൽ പരാതിയുമില്ലായിരുന്നു. തങ്ങൾക്ക് വേണ്ടിയാണ് മനുവേട്ടൻ ഇത്രയും കഷ്ടപ്പെടുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുമായിരുന്നു. മോളെ റാണി, ഏതാടി നല്ല സിനിമ? വൈകിട്ട് പടത്തിന് പോകാമെന്ന് ഡാഡി പറഞ്ഞിട്ടുണ്ട്. സന്തോഷത്തോടെയാണ് പ്രീതി മകൾ റാണിയുടെ മുറിയിലേക്ക് കയറിയത്. റാണി അല്പം മുന്തിയ പഠിപ്പിസ്റ്റാണെന്ന് എല്ലാവർക്കും അറിയാം. സ്കൂൾ വിട്ടു വന്നാൽ പുസ്തകങ്ങൾ മാത്രം, TV പോലും അലർജിയാണ്. മമ്മി, എനിക്ക് നാളെ പരീക്ഷ തുടങ്ങുക, മോഡൽ എക്സാമാണ്. ഞാനങ്ങുമില്ല പടത്തിന്, നിങ്ങൾ പോയാൽ മതി. അവൾ പുസ്തകത്തിലേക്ക് മുഖം താഴ്ത്തി. പ്രീതി കുറെ നിർബന്ധിച്ചെങ്കിലും റാണിയുടെ തീരുമാനത്തിന് മാറ്റമുണ്ടായില്ല. അവളെ വീട്ടിൽ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകാൻ പ്രീതിക്ക് ഭയമൊന്നും തോന്നിയില്ല. വീട്ടിൽ അവൾ ഉണ്ടെന്ന് പോലും ആരും അറിയില്ല. ആര് ബെല്ലടിച്ചാലും കതകം തുറക്കില്ല. ടേബിൾ ലാബിന്റെ വെളിച്ചത്തിൽ റൂമിൽ തന്നെ ഇരുന്ന് പഠിക്കും. അതാണ് അവളുടെ സ്വഭാവം. അവൾക്ക് താഴെ കുട്ടികളില്ലെന്നതുകൊണ്ട് മനുവിനും മകളെ വലിയ കാര്യമായിരുന്നു. വീട്ടിലെത്തിയ അയാൾ മകൾ വരുന്നില്ല എന്ന് കേട്ടപ്പോൾ അവളുടെ മുറിയിലെത്തി. അവൾ നോട്ട് ബുക്കിൽ എന്തോ കണക്കുകൾ കുത്തിക്കുറിക്കുകയാണ്. മോളെന്താ വരാത്ത? നല്ല സിനിമയാണ്, ആകെ 3 മണിക്കൂറല്ലേ എന്നൊക്കെ അയാൾ നിർബന്ധിച്ചെങ്കിലും അവൾ അയഞ്ഞില്ല. പുറത്തേക്ക് നടക്കുമ്പോൾ ഡാഡി കതക് പൂട്ടി താക്കോൽ കൊണ്ടുപോകാൻ മറക്കല്ലേ എന്ന് പിന്നിൽ നിന്നും റാണിയുടെ പിൻവിളി. കതക് പൂട്ടിയെന്ന് ഉറപ്പുവരുത്തിയിട്ട് അയാൾ പ്രീതിയോടൊപ്പം കാറിൽ കയറി. ഗേറ്റ് കടന്നയുടൻ റിമോട്ട് ഉപയോഗിച്ച് ഗേറ്റ് പൂട്ടാനും അയാൾ മറന്നില്ല. വളരെ തിരക്കുള്ള ഒരു അക്കൗണ്ടിംഗ് സ്ഥാപനത്തിന്റെ ഉടമയായിരുന്നു മനോമോഹൻ കുമാർ. കേരളത്തിൽ മാത്രം അയാൾക്ക് 120 വൻകിട കക്ഷികളുണ്ടായിരുന്നു. അതായത് ഒരു വർഷം 500 കോടിക്കുമേൽ ലാഭമുണ്ടായിരുന്നു. 120 കമ്പനികളുടെ കണക്കുകൾ അയാളാണ് കൈകാര്യം ചെയ്തിരുന്നത്. ബാംഗ്ലൂരും ഡൽഹിയുമായി വേറെയും 2 ഓഫീസുകൾ. അയാൾക്ക് കീഴിൽ 12 CA ജോലി ചെയ്തിരുന്നെങ്കിലും എല്ലാ കമ്പനികളുടെയും കണക്കുകൾ എത്ര ചെറുതോ വലുതോ ആയാലും നേരിട്ട് നോക്കി ബോധ്യപ്പെട്ടിട്ടേ മനോമോഹൻ ഫയൽ ചെയ്യുമായിരുന്നുള്ളൂ. ആർക്കും അയാളോട് ഒരു ശത്രുതയും ഉണ്ടായിരുന്നില്ല. പൊതുകാര്യങ്ങൾക്കും ചാരിറ്റിക്കും അയാൾ നല്ലപോലെ പണം കൊടുക്കുമായിരുന്നു. ആ മനോമോഹനാണ് കൊല ചെയ്യപ്പെട്ടത്, അതും ദാരുണമായി. FIR-ൽ അധികം വിവരങ്ങൾ കാണാൻ സാധ്യത എപ്പോഴും കുറവാണ്. ഇവിടെയും അതായിരുന്നു കഥ. ചുരുക്കത്തിൽ ഞാൻ പറയാം. ക്രൈം നമ്പർ 312-KTM-21M. കാലത്ത് 6:15 ലോക്കൽ സ്റ്റേഷനിലെ ഫോണിലേക്ക് ബിജു എന്നൊരാൾ വിളിച്ചിട്ട് മനോമോഹൻ സാറിന്റെ വീട്ടിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് അറിയിച്ചു. താൻ അവിടെ പത്രമിടുന്ന ആളാണെന്നും പോലീസ് വരുന്നതുവരെ അവിടെ ഉണ്ടാവുമെന്നും അയാൾ പറഞ്ഞു. SI ജോഷി, CPOമാരായ ബെന്നി, രഞ്ജിത്ത്, വാസുദേവൻ എന്നിവർ ജീപ്പിൽ സംഭവ സ്ഥലത്തെത്തുകയും ഫോണിൽ വിളിച്ച് ബിജുവിനോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. ഗേറ്റ് പൂട്ടിക്കിടക്കുകയാണ്. ഗേറ്റിൽ നിന്നും വീട്ടിലേക്ക് ഏകദേശം 100 മീറ്റർ അകലമുണ്ട്. ആരോ ആ വീടിന് മുന്നിലെ പുൽത്തകടിയിൽ കിടക്കുന്നു എന്ന് ബിജു പറഞ്ഞു. CPO വാസുദേവൻ മതിൽ ചാടി അകത്ത് കടന്ന് ചെന്ന് നോക്കി. റിമോട്ടുള്ള ഗേറ്റ് ആയതുകൊണ്ട് തുറക്കാൻ കഴിഞ്ഞില്ല. പുൽത്തകടിയിൽ കിടക്കുന്നത് തലയില്ലാത്തൊരു ശരീരമാണെന്ന് വാസുദേവൻ പറഞ്ഞതനുസരിച്ച് ഞങ്ങളെല്ലാവരും മതിൽ ചാടി അകത്ത് പ്രവേശിച്ചു. ബെല്ലടിച്ചിട്ടും അകത്ത് നിന്നും ആരും വരാത്തതുകൊണ്ട് CPO രഞ്ജിത്ത് ജനലുകൾ തുറന്നിട്ടിട്ടുണ്ടോ എന്ന് നോക്കി. തുറന്നു കിടന്ന ഒരു ജനൽ വഴി ഇവിടെ ആരുമില്ലേ എന്ന് ചോദിച്ചപ്പോൾ അകത്ത് നിന്നൊരു ഞെരുക്കം കേട്ടു. വാതിൽ ചവിട്ടി തുറന്നു കയറി പരിശോധിച്ചപ്പോൾ അകത്തൊരു മുറിയിൽ കസാരയിൽ കെട്ടിയിട്ട നിലയിൽ അവിടുത്തെ വീട്ടമ്മയായ പ്രീതിയെയും മകളെയും കണ്ടു. SIയുടെ നിർദ്ദേശമനുസരിച്ച് കെട്ടുകൾ അഴിക്കാതെ ഒരു കത്തി കൊണ്ട് അറുത്തുമാറ്റി. പ്രീതി പുറത്തു വന്ന ശരീരം കണ്ടതും നിലവിളിച്ചുകൊണ്ട് ബോധം കെട്ടുവീണു. അവരെയും മക്കളെയും പോലീസ് വാഹനത്തിൽ തന്നെ ആശുപത്രിയിലാക്കി. CIക്കും SP-ക്കും മെസ്സേജ് കൊടുത്തു. CPO ജ്ഞാനസുന്ദരൻ PT, സർവീസ് നമ്പർ 35543, സമയം 9:20, തീയതി ജനുവരി 8, 2017. ഇതായിരുന്നു പോലീസ് FIR-ൽ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിക്കുന്നത് ഒടുവിലേക്ക് മാറ്റി. പിന്നീടുണ്ടായിരുന്നത് ബിജുവിൻ്റെ മൊഴിയായിരുന്നു. അതിലേറെയൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നിയതുകൊണ്ട് മിസ്സിസ് പ്രീതി മനോമോഹൻ്റെ മൊഴിയാണ് അടുത്തതായി നോക്കിയത്. വൈകുന്നേരം 6:20 തിയേറ്ററിലെത്തിയ ഞങ്ങൾ സിനിമ കാണാൻ കയറി. 9 മണിയോടെ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങി. കിച്ചൂസ് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം പാർസൽ വാങ്ങി.
ഞങ്ങൾ 9:30 വീട്ടിലെത്തി. ഗേറ്റ് അടച്ച ശേഷം കാർ പാർക്ക് ചെയ്ത് കതക് തുറന്ന് ലൈറ്റിട്ടു. റാണിയുടെ മുറിയിൽ ചെന്നപ്പോൾ അവിടെ തുണി കൊണ്ടുള്ള കറുത്ത മാസ്ക് ധരിച്ച ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. അവളെ ഒരു കസാരയിൽ ചേർത്ത് കൈകാലുകൾ കെട്ടിയിട്ടിരിക്കുന്നു. ഞാൻ നിലവിളിച്ചപ്പോൾ അയാൾ മോളുടെ നേരെ തോക്ക് ചൂണ്ടി. ഒച്ച വയ്ക്കല്ലേ എന്ന് ആംഗ്യം കാണിച്ചിട്ട് അടുത്തുണ്ടായിരുന്ന കസാരയിൽ എന്നെ കെട്ടിയിടാൻ മനുവേട്ടനോട് പറഞ്ഞു. കെട്ടുകൾ മുറുക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ച ശേഷം അയാൾ മനുവേട്ടനെ തോക്ക് ചൂണ്ടി മുറിക്ക് പുറത്തേക്ക് നടത്തി. പിന്നീട് ഞങ്ങളൊന്നും കേട്ടില്ല. രാവിലെ ആരുമില്ലേ എന്ന ചോദ്യമാണ് പിന്നെ കേട്ടത്. വായും മൂക്കും കെട്ടിയിരുന്നതിനാൽ കഴിയുന്ന രീതിയിൽ ശബ്ദമുണ്ടാക്കി. പോലീസ് അകത്ത് വന്ന് കെട്ടുകൾ മുറിച്ചു. ഞാൻ പുറത്തു വന്ന് നോക്കുമ്പോൾ മനുവേട്ടന്റെ തലയില്ലാത്ത ശരീരം പുൽത്തകിടിയിൽ കിടക്കുന്നത് കണ്ടു. താഴെ അവരുടെ ഒപ്പം തീയതിയും. മകളുടെ മൊഴിയും ഇതിനെ അനുകൂലിക്കുന്നതായിരുന്നു. അതിൽ കുറച്ചുകൂടി വിവരങ്ങളുണ്ടായിരുന്നു. രാത്രി 8:30 ഗേറ്റ് തുറന്നടയുന്ന ശബ്ദം കേട്ടു. കതക് തുറക്കുന്ന ശബ്ദവും പിന്നാലെ കേട്ടു. കുറച്ചു സമയം കാത്തിരുന്നിട്ടും ആരുടെയും ഒച്ചയോ അനക്കമോ കേൾക്കാത്തതുകൊണ്ട് ഞാൻ വെളിയിലേക്ക് ഇറങ്ങി ലൈറ്റിട്ടു. സ്വീകരണ മുറിയിൽ ഒരാൾ കറുത്ത തുണി കൊണ്ട് മുഖം മൂടി പോലെയൊന്നിട്ട് നിൽപ്പുണ്ടായിരുന്നു. അച്ഛൻ്റെ കൂടെ വന്ന ആളാവുമെന്ന് കരുതി എനിക്കാദ്യം പേടി തോന്നിയില്ല. പക്ഷെ അയാൾ എൻ്റെ നേർക്ക് തോക്ക് ചൂണ്ടി മുറിയിലേക്ക് നടക്കാൻ പറഞ്ഞു. അയാൾ എന്നെ ഒരു കസാരയിൽ കെട്ടിയിട്ടു. വായിൽ തൂവാല തിരികിയിട്ട് തോർത്തുപയോഗിച്ച് കൈ കെട്ടി. അമ്മ വന്നപ്പോൾ അമ്മയെയും കെട്ടിയിട്ടു. അച്ഛനെ കൂട്ടിക്കൊണ്ട് അയാൾ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. മനോമോഹന്റെ ഭാര്യയുടെയും മകളുടെയും മൊഴികൾ വായിച്ചിട്ടാണ് ഞാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ചു തുടങ്ങിയത്. ഓട്ടോപ്സി റിപ്പോർട്ടാകെ ഒരു പേജ് മാത്രം. പ്രാഥമിക റിപ്പോർട്ട് ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ നിർദ്ദേശപ്രകാരം. പോസ്റ്റ്മോർട്ടം നടത്താനെത്തിച്ച ക്രൈം നമ്പർ 312/KTM/21M മനോമോഹൻ കുമാറിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം നടത്തി. മനോമോഹൻ കുമാറിന്റെ ഭാര്യ ശ്രീമതി പ്രീതി മനോമോഹൻ ഭർത്താവിന്റെ ശരീരം പോലീസ് സാന്നിധ്യത്തിൽ തിരിച്ചറിഞ്ഞു. മരണസമയം രാത്രി 11-നും 11:30-നും ഇടയ്ക്കാണ്. ശരീരത്തിനോടൊപ്പം ശിരസില്ലായിരുന്നു എന്നതും ഡെഡ് ബോഡി കണ്ട പുൽത്തകിടിയിൽ വളരെയേറെ രക്തമുണ്ടായിരുന്നു എന്നതും മരണകാരണം ശിരച്ഛേദമാണെന്ന് അനുമാനിക്കാൻ വഴിയൊരുക്കുന്നു. വളരെ മൂർച്ചയുള്ള ഒരു ആയുധം കൊണ്ടാണ് ശിരസ് മുറിച്ചു മാറ്റിയിരിക്കുന്നത്. സംഭവസ്ഥലത്ത് കണ്ട രക്തത്തിന്റെ അളവിൽ നിന്നും ജീവനോടെയാണ് തല അറുത്തു മാറ്റിയതെന്ന് വ്യക്തമാവുന്നു. ശരീരത്തിൽ മറ്റു മുറിവുകളൊന്നും ദൃശ്യമായിരുന്നില്ല. കൈകൾ എന്തോ ഉപയോഗിച്ച് വരിഞ്ഞു കെട്ടിയിരിക്കുന്ന ലക്ഷണങ്ങൾ വ്യക്തമാണ്. കൈയുടെ രോമങ്ങളിൽ ടേപ്പ് പോലെ ഒന്നിൻ്റെ പശയുടെ അവശിഷ്ടങ്ങൾ കാണാനുണ്ട്. ശരീരഭാഗങ്ങൾ മറ്റ് തെളിവുകൾ രാസപരിശോധനയ്ക്ക് ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുള്ളതും റിപ്പോർട്ട് വന്നയുടനെ അറിയിക്കുന്നതുമാകുന്നു. ഡോക്ടർ ജമീല സാദത്ത്, ഫോറൻസിക് പ്രൊഫസർ, കോട്ടയം. പിന്നെയും കുറെ ആവശ്യമില്ലാത്ത കടലാസുകൾ എനിക്ക് കിട്ടിയ ഫയലിലുണ്ടായിരുന്നു. ഡോഗ് സ്ക്വാഡ് വന്നിട്ടും ഫലമില്ലെന്ന റിപ്പോർട്ട് വായിച്ചപ്പോൾ തമാശയാണ് തോന്നിയത്. പോലീസ് ഡോഗ് വീടിന്റെ പിൻവശത്തെ മതിൽ വരെ ചെന്നു. അതിനപ്പുറം ഒരു നാട്ടുവഴിയും പിന്നെ വയലുകളുമാണ്. വയലിൽ നെല്ലിന് മരുന്നടിച്ചതുകൊണ്ട് നായ്ക്ക് മണം പിടിക്കാൻ സാധ്യമല്ല. വീട്ടിൽ മടങ്ങിയെത്തിയിട്ടും എൻ്റെ മനസ്സ് കേസിന്റെ പിന്നാലെയായിരുന്നു. ഫയലിൽ മനോമോഹന്റെ ഫോട്ടോയുണ്ടായിരുന്നു. ആ മുഖം എന്നെ വല്ലാതെ വേട്ടയാടുന്നത് പോലെ ഒരു ഫീൽ. കോട്ടയത്ത് താമസ സൗകര്യം ഉള്ളതുകൊണ്ട് അങ്ങോട്ട് മാറുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. വീട്ടിൽ അന്വേഷണത്തിന് കുറച്ച് പരിമിതികളൊക്കെയുണ്ട്. ഇടയ്ക്കൊരാവശ്യം വന്നാൽ സ്റ്റേഷനിൽ പോകാനോ ഓഫീസിൽ പോകാനോ ഒക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. അമ്മ എന്തു പറയുമെന്നതായിരുന്നു മനസ്സിൽ. ജോലി കിട്ടിയുടൻ താൻ അമ്മയെ ഒറ്റയ്ക്കാക്കിയെന്നൊക്കെ തോന്നുമോ? കാര്യം പറഞ്ഞപ്പോൾ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും വീട്ടിൽ വരണമെന്ന വ്യവസ്ഥയിൽ അമ്മ സമ്മതിച്ചു. എൻ്റെ തിരക്കുകൾ മനസ്സിലാക്കാൻ അമ്മയ്ക്ക് കഴിയുമായിരുന്നു. പിറ്റേന്ന് തന്നെ അത്യാവശ്യം വസ്ത്രങ്ങൾ മാത്രമെടുത്ത് ഞാൻ കോട്ടയത്തേക്ക് താമസം മാറ്റി. അതിനടുത്ത ദിവസം രാവിലെ 7 മണിയോടെ ഞാൻ ഓഫീസിലെത്തി. എനിക്ക് കൂട്ടായി ഒരു ടീം വേണം. പറ്റിയാൽ അവിവാഹിതർ, അല്പം സാങ്കേതികമായി വിദ്യാഭ്യാസമുള്ളവർ, അഴിമതികളില്ലാത്തവർ. ആദ്യം ഓർമ്മയിൽ വന്ന പേര് വേണുവിൻ്റേതായിരുന്നു. SI വേണുക്കുട്ടൻ പിള്ള. ബിടെക് കഴിഞ്ഞിട്ട് SI ആയ ആൾ. CI ജോസ് ആയിരുന്നു അടുത്ത സെലക്ഷൻ. ജോസ് വിവാഹിതനാണെങ്കിലും ഭാര്യയുമായി പിണങ്ങി കഴിയുകയാണ്. പ്രായം 40 ഉണ്ടെങ്കിലും നല്ല ചുറുചുറുക്കുള്ള ഓഫീസർ. രാവിലെ തന്നെ വേണുവിനെയും ജോസിനെയും വിളിച്ച് വിവരം പറഞ്ഞു. അവർക്കും സന്തോഷമായി. SP രാജഗോപാലൻ സാറിനോട് വിവരം പറഞ്ഞിട്ട് നിലവിലെ ജോലികളിൽ നിന്നും റിലീവ് ചെയ്തുകൊണ്ട് കത്ത് 2 പേരുടെയും സ്റ്റേഷനിലേക്ക് ബൈക്ക് മെസ്സഞ്ചർ വഴി കൊടുത്തയച്ചു. 9 മണിയോടെ അവർ ഓഫീസിലെത്തി. ഞാൻ അന്വേഷണം ഓഫീസിൽ നിന്നും ക്വാർട്ടേഴ്സിലേക്ക് മാറ്റി. തൽക്കാലം ഞങ്ങൾ 3 പേര് മതി ഒരു തുടക്കത്തിന്. ആദ്യം ചെയ്തത് സംഭവം നടന്ന മനോമോഹന്റെ ആ വീട് സന്ദർശിക്കുക എന്നതായിരുന്നു. ആ വീട്ടിൽ ആൾതാമസമില്ലായിരുന്നു. ജീപ്പ് ഗേറ്റിലെത്തിയപ്പോൾ ജോസ് ഫയലിൽ നിന്നും റിമോട്ട് എടുത്ത് അമർത്തി ഗേറ്റ് തുറന്നു. അകത്ത് കിടന്ന ജീപ്പിൽ നിന്നിറങ്ങിയ ഞാൻ ആ പുൽത്തകിടിയിലേക്ക് നടന്നു. രക്തക്കറ ഇപ്പോഴും മാഞ്ഞിട്ടില്ലാത്ത ആ മണ്ണിൽ വെറുതെ നോക്കി നിന്നു. രക്തം പടർന്ന പാടിപ്പോഴും കറുത്തു കിടക്കുന്നു. പൊളിഞ്ഞിരുന്ന വാതിൽ താൽക്കാലികമായി ഒരു ചങ്ങലയും പൂട്ടും വെച്ച് ബന്ധിപ്പിച്ചിട്ടേ ഉള്ളായിരുന്നുള്ളൂ. അകത്ത് കിടന്ന് ഞങ്ങൾ അവരെ കെട്ടിയിട്ടിരുന്ന മുറിയും വീടിനകവും വിശദമായി തന്നെ പരിശോധിച്ചു. ജോസേ, അവരെ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ
എന്തെങ്കിലും പ്രത്യേകത ഉള്ളതായി തോന്നിയിരുന്നോ? ഞാൻ ചോദിച്ചു. ഇല്ല സാർ, കുറേ തവണ കെട്ടി ഒരു കടുങ്കെട്ട് പോലെ ആക്കിയിരിക്കുന്നു. നൂൽക്കയറായിരുന്നു സാർ. പശുക്കിടാവുണ്ടാകുമ്പോൾ കഴുത്തിൽ കെട്ടുന്ന മായമുള്ള കയറ് സാർ കണ്ടിട്ടില്ലേ? കോട്ടയം മാർക്കറ്റിൽ കുറേ കടകളിൽ ആ കയറ് കിട്ടും. ഞങ്ങൾ അന്വേഷിച്ചതാണ്. കയറിൽ നിന്നും വല്ല DNA കിട്ടിയാലോ ആ ഒരു തോന്നലിൽ കയറിപ്പോൾ ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. റിസൾട്ട് വരാൻ 4 മാസം എടുക്കുമെന്നാണ് പറഞ്ഞത് സാർ. ഇവിടെ സംവിധാനമില്ലാത്തതുകൊണ്ട് ബാംഗ്ലൂരിലേക്കോ പൂനെയിലേക്കോ അയക്കണമെന്നാണ് ലാബ് പറഞ്ഞത്. വേണുവാണ് അഭിപ്രായങ്ങൾ തുടങ്ങിയത്. കൊലയാളി അല്പം പ്രായോഗിക ജ്ഞാനമുള്ള കൂട്ടത്തിലാണെന്നാണ് എൻ്റെ അഭിപ്രായം സാർ. അവരുടെ വായി മൂടി തോർത്ത് കെട്ടുന്നതിന് മുമ്പ് അയാൾ അവരുടെ വായുടെ ഉള്ളിൽ തൂവാലകൾ തിരികിയിരുന്നു. അതിനുശേഷമാണ് കെട്ടിയത്. വേണു പറഞ്ഞത് എനിക്ക് മനസ്സിലായി. വെറുതെ തോർത്തു മാത്രം ഉപയോഗിച്ച് കെട്ടിയാൽ കുറച്ച് സമയം കഴിയുമ്പോൾ അത് അഴിഞ്ഞു വീഴും എന്ന് കൊലയാളിക്ക് അറിയാമായിരുന്നു. വേണു, ഈ കൊലയാളിക്ക് ഈ വീടിൻ്റെ താക്കോൽ, ഗേറ്റിൻ്റെ റിമോട്ടൊക്കെ എങ്ങനെ കിട്ടി? കയ്യിൽ തോക്കുണ്ടായിരുന്നിട്ടും വേണുവിനെ കഴുത്തറുത്ത് കൊല്ലുവാനുള്ള കാരണം? കൊലയ്ക്ക് ശേഷം ശിരസ് എടുത്തുകൊണ്ട് പോയത് എന്തിന്? ജീപ്പിൽ കയറി മടങ്ങവേ ഞാൻ 2 പേരോടായി ചോദിച്ചു. എൻ്റെ അഭിപ്രായത്തിൽ വെടിവെച്ച് കേൾക്കും എന്നതുകൊണ്ടാവണം അയാൾ കത്തി ഉപയോഗിച്ചത്. തല വെട്ടിയെടുത്തൊരു തെളിവിനായി കാണിക്കാനാവണം. പിന്നെ പൂട്ടൊക്കെ ഇക്കാലത്ത് കൊള്ളാവുന്ന കള്ളന്മാർക്ക് ഒരു വിഷയമേ അല്ല. CI ജോസ് ഒട്ടും ആലോചിക്കാതെ മറുപടി പറഞ്ഞു. വേണുവിൻ്റെ മറുപടി അല്പം കൂടി ആലോചിച്ചായിരുന്നു. കത്തി ഉപയോഗിക്കാനുള്ള കാരണം ജോസ് സാർ പറഞ്ഞത് തന്നെയാവാം. ശിരസ് എന്തിനു കൊണ്ടുപോയി എന്നൊരു ചോദ്യം വരും. കൊന്നു എന്ന് കാണിക്കാൻ കൊലയ്ക്ക് ശേഷം 2 ഫോട്ടോ എടുത്ത് അയച്ചാൽ പോരെ? തല കൊണ്ടുപോയത് ഒരു ആവശ്യത്തിന് വേണ്ടി തന്നെയാണ്. അതെന്തിന് എന്ന് കണ്ടുപിടിച്ചാൽ നമ്മുടെ കുറേ പ്രശ്നങ്ങൾക്ക് ഉത്തരം കിട്ടും. ഈ റിമോട്ടൊക്കെ റേഡിയോ ഫ്രീക്വൻസിയിൽ പ്രവർത്തിക്കുന്നതല്ലേ? ഹാക്ക് ചെയ്യാൻ വളരെ എളുപ്പം. ഒരു ഇലക്ട്രോണിക്സ് കടയിൽ നിന്നും 500 രൂപയുടെ സാധനം വാങ്ങിയാൽ നമുക്കും ചെയ്യാം. പിന്നെ ആ കതകിൻ്റെ ലോക്ക് താക്കോലില്ലാതെ തുറക്കാൻ പറ്റില്ല. അത് അന്വേഷിക്കാൻ വന്ന സംഘത്തിൽ ഞാനും ഉണ്ടായിരുന്നു സാർ. ഇതിൻ്റെ താക്കോലിൽ പല്ലുകൾക്ക് പകരം പല ആഴത്തിലുള്ള നേർത്ത കുഴികളാണ്. തുറന്നത് താക്കോൽ ഉപയോഗിച്ച് തന്നെ. വേണു ഒന്ന് ചുമച്ചു. പിന്നെ സുനിൽ സാറേ, അയാൾ കയ്യിൽ കയർ കൊണ്ടുവന്നിരുന്നു എന്ന് ഓർക്കണം. വീട്ടിൽ ആളുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് അയാൾ വന്നത്. അയാൾ വന്നത് തീർച്ചയായും ഒരു വാഹനത്തിലാവും. മനു, ഈ മനുവിൻ്റെ അയൽക്കാരെല്ലാവരും ഏതാണ്ട് നല്ല ക്യാഷുള്ള ആളുകളാണ്. ആ വഴിയിലേക്ക് തിരിഞ്ഞിരിക്കുന്ന 5 ക്യാമറകളുണ്ട് അയൽ വീടുകളിലായി. ഇരുട്ടായതിനാൽ ക്യാമറയിൽ ഒന്നും കാണാൻ വയ്യ. വാഹനം എന്നാൽ ലൈറ്റ് കാണുമല്ലോ. ജോസ് ഡ്രൈവിങ്ങിൻ്റെ ഇടയിൽ തർക്കിച്ചു. വന്നവൻ പൊട്ടനാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ജോസ് സാറേ. ഇത്രയും പ്ലാൻ ചെയ്ത അവന് അടുത്ത വീടുകളിൽ ക്യാമറ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ എന്ത് ബുദ്ധിമുട്ട്? ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വരാമല്ലോ, അല്ലെങ്കിൽ വണ്ടി അല്പം മാറ്റി നിർത്തിയാൽ പോരെ? ജോസ് ഒന്ന് മൂളി. ഞാൻ ജോസിനോട് പറഞ്ഞു, ജോസേ, നാളെ തന്നെ അയൽ വീടുകളിൽ നിന്ന് കഴിയുന്നത്ര CCTV ദൃശ്യങ്ങൾ ശേഖരിക്കണം. അയൽ വീടുകളിൽ ക്യാമറയുണ്ടെന്ന് അറിയണമെങ്കിൽ അയാൾ മുൻപൊരു തവണയെങ്കിലും ആ വഴി വന്നിട്ടുണ്ടാവണം. പിന്നെ ഈ മനോമോഹൻ്റെ ഫോൺ കോളുകളുടെ ഡീറ്റെയിൽസ് കിട്ടാവുന്നത്ര സംഘടിപ്പിക്കണം. കോൾ ഡീറ്റെയിൽസ് ഫയലിലുണ്ട് സാർ. നോക്കി തുടങ്ങിയില്ല. സാറ് വന്നിട്ട് തുടങ്ങാമെന്ന് വെച്ചു, ജോസ് പറഞ്ഞു. മനോമോഹൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ മെയിൻ റോഡ് എത്തിയിരുന്നു. രാവിലെ തിരക്ക് തുടങ്ങിയിട്ടില്ല. വേണു, ഇന്ന് തന്നെ 2 ദിശകളിലേക്കുമുള്ള ട്രാഫിക് ക്യാമറകൾ കണ്ടുപിടിച്ച് അതിൻ്റെ ഫുട്ടേജ് എടുക്കണം. വേണു മരിച്ച ദിവസം വൈകുന്നേരം 7 മുതൽ രാത്രി 2 വരെയുള്ള ദൃശ്യങ്ങൾ. ജോസ് പറഞ്ഞ പോലെ അവൻ വാഹനത്തിൽ തന്നെയാവണം പോയത്. ഈ ക്യാമറയിൽ ഏതിലെങ്കിലും ഒന്നിൽ അവനുണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മുടെ കൊലയാളി. എന്നെ ഓഫീസിൽ ഇറക്കിയിട്ട് അവർ 2 പേരും ഏൽപ്പിച്ച ജോലികൾക്കായി പോയി. വൈകുന്നേരം വീട്ടിൽ കൂടാമെന്ന് പറഞ്ഞ് ഞാൻ ഓഫീസിലേക്ക് കയറി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഒരു വരി എന്നെ അല്പം കുഴപ്പിച്ചു എന്നത് സത്യം. മനോമോഹൻ കൊല്ലപ്പെടുമ്പോൾ കൈകൾ ടേപ്പ് ഉപയോഗിച്ച് വരിഞ്ഞു കെട്ടിയിരിക്കുന്നു. കയ്യിൽ ടേപ്പുള്ള കൊലയാളി എന്തിന് ഭാര്യയുടെയും മകളുടെയും വായി കെട്ടിയിടാൻ തോർത്ത് തിരഞ്ഞെടുത്തു? ഇതൊരു സാധാരണ കേസല്ല. ഓരോ ചെയ്തിയുടെയും പിന്നിൽ എന്തോ ഒരു ഗൂഢമായ ഉദ്ദേശമുണ്ട്. വേണു പറഞ്ഞ പോലെ മുൻപ് കൊല ചെയ്ത് പരിചയമുള്ള ഒരാൾ തന്നെയാവണം ഇതിൻ്റെ പിന്നിൽ. ഹൂ, വാട്ട്, വെൻ, വെയർ, ഹൗ. എല്ലാ കേസുകളിലും പോലീസിന് വേണ്ടത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. ആരെപ്പോൾ, എങ്ങനെ, എന്തിന്, എവിടെ വെച്ച്. ഒരു കേസിലെ അടിസ്ഥാന ചോദ്യങ്ങൾ എപ്പോൾ, എവിടെ വെച്ച്, എങ്ങനെ. ഇത് 3നും ഉത്തരങ്ങളുണ്ട്. ആര്, എന്തിന്, അത് കണ്ടുപിടിക്കണം. കേസിൻ്റെ ഫയലുകൾ എടുത്ത് ഞാൻ ക്വാർട്ടേഴ്സിലേക്ക് പോയി. ഓഫീസിൽ നിന്നും അധികം ദൂരെയല്ലാതെ ഒരു കൊച്ചു വീടായിരുന്നു എൻ്റെ ഔദ്യോഗിക വസതി. അന്വേഷണത്തിൻ്റെ സൗകര്യം പ്രമാണിച്ച് വേണുവും ജോസും എന്നോടൊപ്പം താമസം തുടങ്ങിയിരുന്നു. എനിക്കും അതായിരുന്നു സൗകര്യം. പാചകം വേണു ഏറ്റെടുത്തു. പാവം ജോസ് സഹായിയായി. ജോസ് 5 മണിയോടെ വീട്ടിലെത്തി. വേണു എത്താൻ 7 മണി കഴിഞ്ഞു. എൻ്റെ സാറേ, ഒന്നും പറയണ്ട. ബൈക്ക് സ്റ്റാൻഡിലേക്ക് ഇട്ടിറങ്ങവേ വേണു പറഞ്ഞു. 6 മണി ആയപ്പോഴാണ് എല്ലാം കോപ്പി ചെയ്ത് കിട്ടിയത്. ഒരു USB-യിൽ കൊള്ളില്ല. പിന്നെ ഞാൻ ഓഫീസിൽ തിരിച്ചുപോയി ഒരെണ്ണം വാങ്ങി. അത് കൊണ്ടുവന്ന് പകർത്തിയെടുത്തപ്പോഴേക്കും കറണ്ടും പോയി. പിന്നെ കറണ്ട് വന്നു, കോപ്പി ചെയ്തു. അതാ വൈകിയ. വേണു 2 മെമ്മറി സ്റ്റിക്കുകൾ എൻ്റെ നേർക്ക് നീട്ടി. പോയി അരിയിട്, വിശക്കുന്നു, ജോസ് കളിയാക്കി. അതെ, സ്വയം ഇട്ടോണ്ടാ മതി. CI ഒക്കെ അങ്ങ് സ്റ്റേഷനിൽ. വേണു ശൂസൂരവേ പറഞ്ഞു. വഴക്ക് വേണ്ട, ഇന്ന് പുറത്തു നിന്നും വിളിച്ചു പറയാം. എൻ്റെ വക
ഞാൻ ഇടക്ക് കയറി പറഞ്ഞു. എന്നാ പിന്നെ പൊറോട്ടയും ചിക്കനും ആയിക്കോട്ടെ സാറേ, ജോസ് അഭിപ്രായം പാസാക്കി. എൻ്റെ ജോസ് സാറേ, ഇങ്ങനെ വല്ലവരുടെയും കാശിന് തിന്നല്ലേ, ശരീരത്തിന് പിടിക്കില്ല. വേണു കളിയാക്കിക്കൊണ്ട് അകത്തേക്ക് പോയി. പെട്ടെന്നാണ് ഒരു ചിന്ത എൻ്റെ മനസ്സിലൂടെ പോയത്. മനോമോഹനും ഭാര്യയും വന്നപ്പോൾ ഭക്ഷണം വാങ്ങിയിരുന്നു. അതവർ കഴിച്ചിട്ടില്ല. വീട്ടിലുണ്ടായിരുന്നതായി പോലീസ് എങ്ങും പറയുന്നുമില്ല. പിന്നെ ആ ഭക്ഷണം എവിടെ പോയി? കൊലയാളി കഴിച്ചുവെങ്കിൽ വേസ്റ്റ് എവിടെ? പാർസൽ പറഞ്ഞ ഭക്ഷണം വന്നപ്പോൾ ഞാൻ ആ കാര്യം രണ്ടുപേരോടും സൂചിപ്പിച്ചു. രാവിലെ അവിടെ എത്തിയ പോലീസുകാർ ആരെങ്കിലും അടിച്ചു കാണും സാറേ. ജോസ് ചിരിച്ചു. ഏയ്, അതൊന്നും ആവില്ല. ജോസ് സാറിന് ഓർമ്മയുണ്ടോ, 4-5 വർഷം മുമ്പ് നമ്മുടെ റാന്നി SI ഗോപിയുടെ ആത്മഹത്യ? അത് ആത്മഹത്യയൊന്നുമല്ലായിരുന്നു. ഏതോ കേസിന്റെ പുറകെ രാത്രി പ്രതിയെ പിടിക്കാൻ അങ്ങോട്ട് പോയതാ. ചെന്നപ്പോൾ പ്രതി വീട്ടിൽ ചിക്കൻ ബിരിയാണി പാർസൽ വാങ്ങി വെച്ചിട്ട് കഴിക്കാൻ തുടങ്ങുന്നു. കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് മൂപ്പര് അതെടുത്ത് സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് കഴിച്ചതാ. ആ ചെക്കൻ ചാകാൻ വേണ്ടി വിഷം കലർത്തിയിരുന്നു. പിറ്റേന്ന് രാവിലെ ഗോപി സാർ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. അതോടെ പോലീസുകാർ ആ പണി നിർത്തി. ജോസ് സാറും സൂക്ഷിച്ചോ? വേണു ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ചിരിച്ചു. ആദ്യം സീനിലെത്തിയ SI ജോഷിയോട് ഇതേക്കുറിച്ചൊന്ന് തിരക്കണമെന്ന് ഞാൻ ഉറപ്പിച്ചു. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി അന്വേഷണം തുടങ്ങി. വീടുകളിലെ CCTV ദൃശ്യങ്ങൾ, അതിലെ പോയ വാഹനങ്ങൾ, ആളുകളെയൊക്കെ നോക്കുന്ന ജോലി ജോസിനെയും ട്രാഫിക് ദൃശ്യങ്ങൾ നോക്കുന്ന ജോലി വേണുവിനെയും ഏൽപ്പിച്ചു. ഞാൻ മനോമോഹന്റെ ഫോൺ കോളുകൾ ചെയ്യാൻ തുടങ്ങി. ഏറ്റവും കൂടുതൽ വിളിച്ചത് 6 നമ്പറുകൾ. അതിൽ വീടും ഓഫീസും പോലീസ് ഫയലുകളിൽ ഉണ്ടായിരുന്നു. പിന്നീട് വിളിച്ചിരിക്കുന്നത് ഒരു ഡൽഹി നമ്പർ, ഒരു ബാംഗ്ലൂർ നമ്പർ. ഞാൻ ഫോണെടുത്ത് ആ 6 നമ്പറുകളിലേക്കും വിളിച്ചു. ഡൽഹി, ബാംഗ്ലൂർ നമ്പറുകൾ മനോമോഹന്റെ ഓഫീസുകളാണെന്ന് തിരിച്ചറിഞ്ഞു. ബാക്കിയുള്ളവ കോട്ടയം ഓഫീസിലെ സഹപ്രവർത്തകർ. കഴിഞ്ഞ 6 മാസം മനോമോഹന്റെ ഫോണിലേക്ക് വന്ന എല്ലാ നമ്പറുകളിലും വിളിച്ചു. ആകെ 28 നമ്പറുകൾ. അയാളുടെ ക്ലയന്റുകളായിരുന്നു ഏതാണ്ട് എല്ലാവരും. പിന്നെ ബാംഗ്ലൂർ, ഡൽഹി ഓഫീസുകളിൽ നിന്നും കുറേ കോളുകൾ. 12 മണിയോടെ ഞാൻ നിർത്തി. ജോസ് പുറത്തിറങ്ങി സിഗരറ്റ് വലിക്കുന്നു. തലവേദന എടുക്കുന്നു സാറേ. എന്നെ കണ്ടപ്പോൾ അയാൾ ചിരിച്ചു. ഒരെണ്ണം എനിക്കും താ ജോസ്. പണ്ടങ്ങോ നിർത്തിയ ശീലം, പക്ഷെ ഇപ്പോൾ അത്യാവശ്യമെന്ന് തോന്നുന്നു. വേണുവിൻ്റെ പാചകം വളരെ നന്നായിരുന്നു. സാമ്പാറും ഒരു തോരനും മുട്ട പൊരിച്ചതും. വൈകുന്നേരം 5 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും ഇരുന്നു. ജോസാണ് തുടങ്ങിയത്. സംഭവം നടന്ന ദിവസം രാത്രിയിലെ ദൃശ്യങ്ങളിൽ ഇരുട്ട് കാരണം ഒന്നും വ്യക്തമായി കാണാൻ പറ്റിയില്ല. ഏകദേശം 6 മാസത്തെ ദൃശ്യങ്ങളാണ് ഓരോ വീടുകളിൽ നിന്നും കിട്ടിയത്. ഉടമസ്ഥരുടെ വാഹനങ്ങൾ, ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുന്ന വണ്ടികൾ, പിള്ളേരെ വിളിക്കാൻ വരുന്ന ബസ്സെല്ലാം നമ്പർ എഴുതി വെച്ച് ഒഴിവാക്കി. നമ്പർ വ്യക്തമല്ലാത്ത 5 വാഹനങ്ങൾ. പക്ഷെ അതിലും സംശയിക്കാൻ കാരണങ്ങളൊന്നുമില്ല സാർ. അതിൽ 3 കാറുകൾ മറ്റു വീടുകളിൽ വന്നവയാണ്. ആളുകൾ ഇറങ്ങി വീടുകളിലേക്ക് കയറുന്നതൊക്കെ കാണാം. പിന്നൊന്ന് കേബിൾ TVക്കാരുടെ ഒരു പെട്ടി ഓട്ടോ. നമ്പർ വ്യക്തമല്ലെങ്കിലും അവരുടെ ലോഗോ തെളിഞ്ഞു കാണാം. അവശേഷിക്കുന്ന ഒരെണ്ണം ഒരു സ്കൂട്ടറാണ്, പഴയ ഒരു വെസ്പ. ഇപ്പോൾ മാർക്കറ്റിൽ ഇല്ലാത്ത വണ്ടി, കേടായതാവണം. വീഡിയോയിൽ അങ്ങനെയാണ് കാണുന്നത്. അടുത്ത ദിവസം മെക്കാനിക്കിനെ കൂട്ടി വന്ന് വണ്ടി കൊണ്ടുപോകുന്നതും കാണാം. നമ്പർ വ്യക്തമല്ല. മനോമോഹന്റെ വീട്ടിലേക്ക് ആകെ കഴിഞ്ഞ 4-5 മാസത്തിൻ്റെ ഉള്ളിൽ വന്ന് 4 വാഹനങ്ങളും ട്രേസ് ചെയ്തു. അയാളുടെ ഓഫീസിലെ 2 പേർ, അഡ്വക്കേറ്റ് രാംകുമാർ, പിന്നെ അയാളുടെ ഭാര്യ പ്രീതിയുടെ ബന്ധുവും. വാഹനങ്ങളുടെ നമ്പറെല്ലാം ജോസ് എഴുതി വെച്ചിരുന്നു. അടുത്തത് വേണുവിൻ്റെ ഊഴമായിരുന്നു. സാറേ, അതൊരു സ്റ്റേറ്റ് ഹൈവേ ആണെന്ന് അറിയാമല്ലോ. ഞാൻ 2 ക്യാമറ വീതമെടുത്തു, ഇരുവശത്തേക്കും. മണിക്കൂറിൽ 2000 വണ്ടികളിൽ കൂടുതൽ കടന്നു പോകും സാർ. നമ്പറൊന്നും ഞാൻ എഴുതിയെടുത്തിട്ടില്ല. 3 മാസം എടുക്കും എല്ലാം എഴുതിയെടുക്കാൻ. കുറച്ചുകൂടി നോക്കാനുണ്ട്. നാളെ വൈകുന്നേരം കൊണ്ട് തീരും സാർ, സോറി. ഓ, അതൊന്നും സാരമില്ലടോ. അത് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഭാഗം പറഞ്ഞു. അതിലും പ്രതീക്ഷയ്ക്ക് വകയില്ല. ഈ മനോമോഹൻ ആളൊരു കോടീശ്വരനാണ് സാറേ. കോട്ടയം, ബാംഗ്ലൂർ, ഡൽഹി അങ്ങനെ 3 ഓഫീസുകൾ. ബാംഗ്ലൂരിൽ IT തഴച്ചു കയറിയപ്പോഴാണ് മൂപ്പരവിടെ ഓഫീസ് തുറന്നത്. കേരളത്തിലുള്ളതിലും ഇരട്ടി ബിസിനസ്സാണ് അവിടെന്ന് പണ്ടെന്നോ പത്രത്തിൽ വായിച്ചിരുന്നു. ഡൽഹി ഓഫീസ് കേസുകൾക്ക് വേണ്ടി മാത്രമെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. ഒരു 6 മാസം മുമ്പ് TV-യിൽ അയാളുടെ ഒരു അഭിമുഖം കണ്ട ഓർമ്മ വേണു തൻ്റെ അറിവുകൾ നിരത്തി. SI ജോഷി നൈറ്റ് ഡ്യൂട്ടിക്ക് വന്നപ്പോൾ അയാളെ വിളിച്ച് ഞാൻ ഭക്ഷണപ്പൊതിയുടെ കാര്യം അന്വേഷിച്ചു. അങ്ങനെയൊന്നും അവിടെ ഇല്ലായിരുന്നു എന്ന് അയാൾ ഉറപ്പ് പറഞ്ഞു. കാറിലോ വീട്ടിലെങ്ങുമോ ഭക്ഷണമോ അവശിഷ്ടങ്ങളോ പോലീസ് കണ്ടെത്തിയിരുന്നില്ല. ഹോട്ടലിൽ നിന്നും അവർ വാങ്ങിയത് ഫ്രൈഡ് റൈസ് ആയിരുന്നുവെന്നും താൻ തന്നെ നേരിട്ട് പോയി അന്വേഷിച്ചുവെന്നും ജോഷി കൂട്ടിച്ചേർത്തു. പിറ്റേന്ന് രാവിലെ ഓഫീസിൽ പോയി SP സാറിനെ കണ്ടു. അന്വേഷണം ആരംഭഘട്ടത്തിലാണ്. ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. എല്ലാം കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞു, കീപ് ട്രൈയിങ്, ഒരു പഴുത് കിട്ടും. സുനിൽ, നിരാശനാകരുത്, നല്ല തുടക്കമാണ്. വേണുവിൻ്റെ റിപ്പോർട്ട് കൂടി വരട്ടെ. പിന്നെ ഫോറൻസിക് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. വിശേഷിച്ചതിൽ കൂടുതലൊന്നുമില്ല. മനോമോഹൻ്റെ കയ്യിലെ രോമങ്ങളിൽ കണ്ടത് ടേപ്പ് പശയാണെന്ന് മാത്രമുണ്ട്. ഒരു പുതിയ വിവരം. നന്ദി പറഞ്ഞ് ഞാനിറങ്ങി. ഒരാളെ തലയറുത്ത് കൊല്ലുന്നു, തല കൊണ്ടുപോകുന്നു. അയാളുടെ കൈകൾ ചേർത്ത് ബന്ധിക്കാൻ ഉപയോഗിച്ച ടേപ്പ് വരെ ഇളക്കി കൊണ്ടുപോകുന്നു. അസാധാരണമായ പ്ലാനിംഗ് ഉള്ള ഒരു കൊലയാളി.
ടേപ്പ് പ്ലാസ്റ്റിക് ആണെങ്കിൽ കൊലയാളിയുടെ വിരലടയാളമോ DNA പതിയാൻ സാധ്യതയുണ്ട്. ആ അനുമാനത്തിലാകാം അയാൾ ടേപ്പ് കൊണ്ടുപോകാൻ കാരണമായത്. വേണുവിൻ്റെ കാഴ്ചപ്പാട് ശരി തന്നെയാണ്. 11 മണി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ വേണു കമ്പ്യൂട്ടറിൻ്റെ മുന്നിലുണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോൾ വേണു എഴുന്നേറ്റു. അടുക്കളയിൽ നിന്നും പാത്രങ്ങൾ മറിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ട് ഞാൻ വേണുവിനെ നോക്കി. ജോസാറാ, SI വയ്ക്കുന്നതിലും രുചി കാണും CI വയ്ക്കുന്ന കറിക്കുന്ന അങ്ങേരുടെ ഭാവം. ഇന്ന് അങ്ങേരാണ് കുക്കിംഗ്. ഇവിടെ ബാത്റൂം ഒന്നേ ഉള്ളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞു നോക്കി. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ സാറ് കഴിക്കരുത്. ഞാൻ പൊട്ടിച്ചിരിച്ചു. ജോസും സാമ്പാറിലാണ് കൈവച്ചത്. അദ്ദേഹത്തിന് പാചകം തീരെ വശമില്ലെന്ന് വ്യക്തമാക്കുന്ന കറി. ഇന്നെന്താ ലാത്തി മുറിച്ചിട്ടാണോ സാമ്പാർ വെച്ചത്? അവനവന് പറ്റുന്ന പണി ചെയ്താൽ പോരെ ജോസാറേ? തനിക്ക് കിട്ടിയ 6 ഇഞ്ച് നീളമുള്ള മുരിങ്ങാക്കായ ഉയർത്തിയായിരുന്നു വേണുവിൻ്റെ ചോദ്യം. ജോസിൻ്റെ ചമ്മിയ മുഖം കണ്ട് വീണ്ടും ചിരിപൊട്ടി. അന്ന് വൈകുന്നേരത്തെ ചർച്ചയിൽ വേണുവിന് പറയാൻ ഒരു സുപ്രധാന പോയിന്റ് ഉണ്ടായിരുന്നു. ആ വിഷ്വൽസ് മുഴുവനും നോക്കി സാർ. ഒരു കാര്യം മാത്രം അല്പം സംശയം തോന്നി. ഞാനത് 2 തവണ ചെക്ക് ചെയ്തു. വേണു ലാപ്ടോപ്പ് തിരിച്ച് ഞങ്ങളുടെ നേരെ വെച്ച് പ്ലേ ചെയ്തു. ഈ വണ്ടി ഒരു പെട്ടി ഓട്ടോറിക്ഷയാണ്. ഇത് 2 ക്യാമറകളിലുണ്ട്. മനോമോഹൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ. എന്നാൽ തിരിച്ചു പോയപ്പോൾ ഒരു ക്യാമറയിൽ മാത്രം. 2ാമത്തെ ക്യാമറ ഇത് ക്രോസ് ചെയ്തിട്ടില്ല. രാത്രിയിൽ പതിഞ്ഞ ചിത്രത്തിൽ തീരെ വ്യക്തമല്ലായിരുന്നുവെങ്കിലും അതൊരു ഓട്ടോറിക്ഷയാണെന്ന് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. ഇതാണ് ആനക്കാര്യം. ആ ഓട്ടോക്കാരൻ അവിടെ എവിടെയെങ്കിലും ആയിരിക്കും താമസം. അല്ലെങ്കിൽ തന്നെ എത്രയോ ഇടവഴികളുണ്ട്. അതിലേക്ക് കയറി പോയി കാണും. ജോസ് വെറുതെ ചൊറിഞ്ഞു. ഇപ്പോഴത്തെ പെട്രോൾ വിലയ്ക്ക് ആരാണ് സാറേ മോശം വഴി കയറി പോകുന്നത്? സാറൊന്ന് പോയേ. എൻ്റെ ഒരു തോന്നൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ തന്നെ ജീപ്പെടുത്ത് ഞങ്ങൾ പുറപ്പെട്ടു. ആദ്യ ക്യാമറ കഴിഞ്ഞ് കുറേ ദൂരം ചെന്നപ്പോൾ വേണു ആഹ്ലാദത്തിൽ പറഞ്ഞു, ദേ സാറേ, നമ്മൾ തപ്പുന്ന വണ്ടി. റോഡരികിൽ ഒരു മരത്തിന് താഴെ ഉള്ളിലേക്ക് കയറ്റിയ രീതിയിലായിരുന്നു പാർക്ക് ചെയ്തിരിക്കുന്നത്. ജീപ്പ് നിർത്തി ഞങ്ങൾ ഇറങ്ങി നോക്കി. അതിൻ്റെ ഒരു ടയർ പഞ്ചറായിരുന്നു. തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് അല്പം പ്രായമുള്ള ഒരാൾ ഞങ്ങളെ നോക്കുന്നത് കണ്ട് ഞാൻ അയാളുടെ അടുത്തേക്ക് ചെന്നു. ചേട്ടാ, ആരുടെയാ ആ ഓട്ടോ? അറിയില്ല സാറേ, കുറേ ദിവസമായി അവിടെ കിടക്കുന്നു. കേടാണെന്ന് തോന്നുന്നു. ഞാനിവിടെ വാർഡ് മെമ്പറോട് പറഞ്ഞിരുന്നു. ടയർ പഞ്ചറാ, ആള് വന്നെടുത്തോളൂ, ഒരു വണ്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് അയാൾ പോയി. ഞാൻ മടങ്ങിയെത്തുമ്പോൾ ജോസും വേണുവും ഫോണിലായിരുന്നു. വണ്ടിയുടെ ഒരു വശത്തായി ഒരു കേബിൾ കമ്പനിയുടെ സ്റ്റിക്കർ ഉണ്ടായിരുന്നു. ജോസ് വാഹന ഉടമയുടെ വിവരങ്ങൾ തിരക്കിയപ്പോഴേക്കും വേണു ഓട്ടോ കെട്ടിവലിച്ചു കൊണ്ടുപോകാനുള്ള ഏർപ്പാടുകൾ ചെയ്തിരുന്നു. കേബിൾ കമ്പനിയുടെ ആളിനോട് രാവിലെ ഓഫീസിൽ വരാൻ നിർദ്ദേശിച്ചു. കൊണ്ടുപോകുന്ന വാഹനം ഭദ്രമാക്കി സൂക്ഷിക്കണമെന്ന് ട്രാഫിക് പോലീസിനോട് പറഞ്ഞ് ഞങ്ങൾ മടങ്ങി. വീട്ടിലെത്തി CCTV ദൃശ്യങ്ങൾ ഒന്നുകൂടി നോക്കിയപ്പോൾ ഇതേ ഓട്ടോ തന്നെയാണ് ആ റോഡിലൂടെ മുൻപ് കടന്നുപോയതെന്ന് മനസ്സിലായി. അയാൾ കൊല്ലപ്പെടുന്നതിൻ്റെ മുൻപ് ഈ വാഹനം 4 ദിവസത്തിൻ്റെ ഉള്ളിൽ പലതവണ ആ വഴി കടന്നുപോയിട്ടുണ്ട്. കൊലയാളി ഉപയോഗിച്ച വാഹനമാണ് അതെന്ന് ഞങ്ങൾക്ക് തോന്നി തുടങ്ങി. ഏതൊക്കെ വീടുകളിൽ ക്യാമറയുണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു നിരീക്ഷണമായിരുന്നിരിക്കണം. പിറ്റേന്ന് രാവിലെ 10 മണിയോടെ ഞങ്ങൾ ഓഫീസിലെത്തുമ്പോൾ കേബിൾ സ്ഥാപനം നടത്തുന്ന വിമലൻ ഞങ്ങളെയും കാത്ത് അവിടെയുണ്ടായിരുന്നു. ഈ ഓട്ടോ ഞങ്ങളുടേതായിരുന്നു സാർ, പക്ഷെ കുറച്ച് നാൾ മുമ്പ് വിറ്റതാണ്. മഴക്കാലത്ത് പെട്ടിയോട്ടോയിൽ കയറ്റിയാൽ ഞങ്ങളുടെ സ്വിച്ചും മാമ്പുമൊക്കെ നനഞ്ഞു പോകും സാറേ. കുറേ നാളായി ഞങ്ങൾ വാനിലാണ് സർവീസ് പോകുന്നത്. വെറുതെ കിടന്ന് തുരുമ്പ് പിടിക്കണ്ടല്ലോ എന്ന് കരുതി പത്രത്തിൽ പരസ്യം കൊടുത്തു. വാങ്ങിച്ചത് ആലപ്പുഴയുള്ളൊരു പിള്ളയാണ്. ലേത്ത് നടത്തുകയാണെന്നാണ് അയാൾ പറഞ്ഞത്. വിമലൻ തന്ന എഗ്രിമെന്റ് ഞങ്ങൾ പരിശോധിച്ചു. 27,000 രൂപ വാങ്ങി ജനുവരി 3-ാം തീയതി വണ്ടി വിറ്റതിൻ്റെ രേഖകളായിരുന്നു അത്. KM ഉണ്ണിപ്പിള്ള, കോയിക്കൽ മെറ്റൽ വർക്ക്സ്, ചകിരിക്കുഴി, ആലപ്പുഴ എന്നായിരുന്നു അതിലെ മേൽവിലാസം. ഉണ്ണിപ്പിള്ളയുടെ രൂപം ചോദിച്ചിട്ട് വിമലനും വലിയ പിടിയില്ലായിരുന്നു. സന്ധ്യയ്ക്കാണ് അയാൾ വന്നതെന്നും അല്പം പ്രായമുള്ള ആളായിരുന്നുവെന്നും മാത്രമേ അയാൾക്കറിയൂ. കറണ്ട് ഇല്ലാതിരുന്നത് കൊണ്ട് അധികം ശ്രദ്ധിച്ചതുമില്ല. ക്യാഷ് കള്ളനോട്ട് വല്ലതുമാണോ എന്നായിരുന്നു എൻ്റെ ശ്രദ്ധ മുഴുവനും. വിമലിൻ്റെ വാക്കുകളിൽ ഖേദം. വിമലിനെ പറഞ്ഞയച്ചിട്ട് ഞാൻ ജോസിനോട് പറഞ്ഞു, ഇതാണ് നമ്മൾ തിരയുന്ന വാഹനം. ആ മേൽവിലാസം നിലവിൽ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ അനുമാനം. അന്വേഷണത്തിൽ അത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഇങ്ങനെയൊരു സ്ഥാപനം അവിടെ ഇല്ല. ഓട്ടോറിക്ഷ പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് അറിയാവുന്നതിൽ കൂടുതലൊന്നും ലഭിച്ചില്ല. ഫിംഗർ പ്രിന്റ് പോലും. വണ്ടിയുടെ പുറത്ത് കണ്ട ഒരു നേർത്ത ചോരക്കറ മനോമോഹൻ്റേതാണെന്ന് മാത്രം തെളിഞ്ഞു. ഇനി എന്താ സാറേ? വേണുവും ജോസും വിഷമത്തോടെ ചോദിച്ചു. എനിക്കറിയില്ല. അന്ന് വൈകുന്നേരം ഞാൻ വീട്ടിലേക്ക് പോയി. രാവിലെ ഞാൻ മടങ്ങിയെത്തുമ്പോൾ ജോസും വേണുവും റെഡിയായിരുന്നു. ഓഫീസിൽ പോകുന്നതിന് മുമ്പ് അടുത്ത പദ്ധതികൾ എങ്ങനെയെന്ന് ഞങ്ങൾ സംസാരിച്ചു. അയാളുടെ ഭാര്യ പ്രീതിയുടെയും മകൾ റാണിയുടെയും മൊഴികൾ വീണ്ടും എടുക്കണം. അവർ മറന്നുപോയ എന്തെങ്കിലും വിഷയം കിട്ടിയാൽ അത് ഉപകരിക്കും. മനോമോഹന് ശത്രുക്കളുണ്ടോ? അടുത്ത സുഹൃത്തുക്കളുണ്ടോ? ഉണ്ടെങ്കിൽ ആരെ? ബിസിനസ്സിൽ ആരൊക്കെയാണ് അയാളുടെ എതിരാളികൾ? അയാൾ മരിക്കുന്നത് കൊണ്ട് ആർക്കാണ് നേട്ടം? ഇതെല്ലാം അന്വേഷിക്കണം. മനോമോഹൻ്റെ വീട്ടിലെ ലോക്കിൽ ബലപ്രയോഗമോ കുത്തി തുറക്കാനുള്ള ശ്രമമോ നടന്നിട്ടില്ല. അങ്ങനെ ശ്രമിച്ചിരുന്നുവെങ്കിൽ ആ ലോക്കിൻ്റെ ഉള്ളിൽ പാടുകൾ വീഴുമായിരുന്നു. എങ്കിൽ കൊലയാളി താക്കോൽ ഉപയോഗിച്ചാവണം അകത്ത് കിടന്നത്. അയാൾക്ക് ആ താക്കോൽ എവിടുന്ന് കിട്ടി? പ്രീതി വഴിയാവുമോ?
ഈ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടിയാൽ ഒരു തുടക്കമാവും. ജോസിനോടൊപ്പം ഞാനും കൂടി ആ ലോക്ക് വിറ്റ കടയിൽ പോയി. അതിൻ്റെ ഉടമ തൻ്റെ ബിസിനസ്സിനെ കുറിച്ചും എല്ലാം അറിയുന്ന ആളായിരുന്നു. ഇതൊരു ഹൈ സെക്യൂരിറ്റി ലോക്കാണ് സാർ, കുത്തി തുറക്കാൻ പറ്റില്ല, താക്കോൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പോലും കഴിയില്ല. ഒരു ലോക്കിന് ഏകദേശം 45,000 രൂപ വിലയുണ്ട്. കമ്പനി ഇതിൻ്റെ പരസ്യം ബോംബെ ദാദറിൽ വെച്ചിട്ടുണ്ട്. ഒരു ലോക്ക് കമ്പനിയുടെ മുമ്പിലായി സ്ഥാപിച്ചു. ആർക്കും തുറക്കാൻ ശ്രമിക്കാം. ബലം പ്രയോഗിക്കാതെ തുറന്നാൽ 1 ലക്ഷം രൂപയാണ് സമ്മാനം. ഇതുവരെ 1000 പേരോളം ശ്രമിച്ചിട്ടുണ്ട്, ആരും തുറന്നിട്ടില്ല. ഈ ലോക്കിനൊപ്പം 5 താക്കോലുകൾ ഉണ്ടെന്ന് കൂടി അയാൾ കൂട്ടിച്ചേർത്തു. ഒരെണ്ണം നഷ്ടപ്പെട്ടാൽ വേറെ ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ 5 താക്കോലുകൾ കമ്പനി കൊടുക്കുന്നതെന്നും അയാൾ വിശദീകരിച്ചു. നന്ദി പറഞ്ഞ് ഞങ്ങളിറങ്ങി. പ്രീതിയെയും മകളെയും കാണുന്നത് ഒടുവിലേക്ക് മാറ്റി. ഇത്ര വലിയ ഷോക്കിൽ നിന്നും അവരല്പം മുക്തി നേടട്ടെ എന്ന മനുഷ്യത്വം മാത്രമായിരുന്നു കാരണം. കോട്ടയത്തും എറണാകുളത്തും മനോമോഹന് സുഹൃത്തുക്കളുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു അയാളെപ്പറ്റി. മദ്യപിക്കുകയോ പുകവലിക്കുകയോ പോലും ചെയ്യാത്തൊരു മനുഷ്യൻ. ദേഷ്യപ്പെടുന്നത് പോലും ആരും കണ്ടിട്ടില്ല. എങ്കിലും എല്ലാവരുടെയും കോൾ ലിസ്റ്റുകൾ എടുത്ത് പരിശോധിച്ചു. അസാധാരണമായ കോളുകൾ ഒന്നുപോലും കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. പ്രീതിയെ കാണുവാൻ അനുവാദം ചോദിച്ചു വിളിച്ചപ്പോൾ അവർ അവരുടെ സഹോദരിയുടെ വീട്ടിലാണെന്ന് മറുപടി പറഞ്ഞു. ഞങ്ങൾ അവിടേക്ക് പോയി. കൂടുതലൊന്നും അവർക്കും മകൾക്കും പറയാനുണ്ടായിരുന്നില്ല. വീട്ടിലൊരു സ്പെയർ താക്കോൽ ഇരുന്നത് പ്രീതി എടുത്തു തന്നു. ഒരെണ്ണം മകളുടെ കയ്യിൽ, ഒന്ന് പ്രീതിയുടെ പക്കൽ, ഒന്ന് മനോമോഹന്റെ താക്കോലുകളുടെ കൂടെ. ഒരു താക്കോൽ മിസ്സിംഗ്. പ്രീതിയോട് ചോദിച്ചപ്പോൾ ആകെ 4 താക്കോലാണ് ഉണ്ടായിരുന്നതെന്നാണ് അവർക്കറിയാവുന്നത്. വേണുവും തിരക്കിലായിരുന്നു. പ്രീതിയുടെ കോളുകളും അയാൾ പരിശോധിച്ചു, ഒപ്പം സാമ്പത്തിക ഇടപാടുകളും. പ്രീതിയെ ആകെ വിളിച്ചിരുന്നത് മനോമോഹനും മകൾ റാണിയും സഹോദരി സ്വാതിയും മാത്രം. വേറെ ഒരു കോളുകൾ പോലുമില്ല. ഒരു പടി കൂടി കടന്നു ചിന്തിച്ച വേണു അയാളുടെ സഹപ്രവർത്തകരുടെ മുഴുവൻ ഫോൺ നമ്പറുകളും അന്വേഷിച്ചുവെങ്കിലും സംശയാസ്പദമായി ഒന്നും കണ്ടില്ല. മനോമോഹൻ ഇൻഷുറൻസ് പോളിസി എടുത്തിരുന്നു. പക്ഷെ അത് 12 വർഷം മുമ്പ് എടുത്തതാണ്. 50 ലക്ഷം രൂപയുടെ പോളിസി. ഇപ്പോൾ 90 കോടിയിലേറെ ആസ്തിയുള്ള പ്രീതി ഈ 50 ലക്ഷത്തിന് വേണ്ടി ഭർത്താവിനെ കൊല്ലാൻ സാധ്യതയില്ലെന്ന് ഞങ്ങൾ ഒരേ സ്വരത്തിൽ തീരുമാനിച്ചു. അന്ന് വൈകുന്നേരം പതിവ് പോലെ ചർച്ചയ്ക്കിരുന്ന ഞങ്ങൾക്ക് പറയാനൊന്നുമില്ലായിരുന്നു. ഇതിലെവിടെയോ ഒരു തുമ്മുണ്ട് സാർ. നമ്മൾ ഈ കടന്നു വന്ന വഴിയിൽ എവിടെയോ നമ്മൾ ശ്രദ്ധിക്കാതെ വന്നൊരു ചെറിയ തെളിവ്. ജോസിന് ശുഭാപ്തി വിശ്വാസം നഷ്ടപ്പെട്ടിരുന്നില്ല. ഇനി ബാക്കിയുള്ളത് മനോമോഹന്റെ ബാംഗ്ലൂർ, ഡൽഹി ഓഫീസുകൾ സന്ദർശിക്കുക എന്നുള്ളത് മാത്രമാണെന്ന് എനിക്ക് തോന്നി. SP സാറിനെ കണ്ട് വിവരം പറഞ്ഞു. പോകാനുള്ള അനുവാദവും തന്നു. ബാംഗ്ലൂർ ഓഫീസ് അല്പം ചെറുതായിരുന്നു. വെറും 8 പേര് മാത്രം. അസിസ്റ്റന്റ് മാനേജർ ഒരു കുര്യൻ. മാനേജർ ലോങ് ലീവിലാണെന്ന് അയാൾ പറഞ്ഞു. അയാളുടേതടക്കം സ്റ്റാഫിന്റെ വിവരങ്ങൾ മുഴുവനും വാങ്ങി ഞങ്ങൾ മടങ്ങി. ജോലിക്കാരുടെ ആശങ്കകൾ അയാൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു. പ്രീതി മേഡം സ്ഥാപനം തുടർന്ന് നടത്തുമോ, ജോലി നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള വേവലാതി അയാൾ ഒളിച്ചു വെച്ചില്ല. അവിടെയുള്ള മനോമോഹന്റെ ഓഫീസ് തുറന്ന് ഞങ്ങൾ പരിശോധിച്ചു. പേഴ്സണൽ എന്നെഴുതിയൊരു ഫയൽ ഞങ്ങൾ തുറന്നു നോക്കി. കുറേ പഴയ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ, ക്യാൻസൽ ചെയ്ത ചെക്കുകൾ, എക്സ്പയറി ആയ ഒരു പാസ്പോർട്ട്, ഭാര്യയുടെയും മകളുടെയും കുറേ ചിത്രങ്ങൾ, അങ്ങനെ എന്തൊക്കെയോ മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. പ്രീതിയെ ഏൽപ്പിച്ചു കൊള്ളാമെന്ന് കുര്യനോട് പറഞ്ഞിട്ട് ഞങ്ങൾ ആ കടലാസുകൾ എടുത്തു. പിന്നീട് ഞങ്ങൾ അന്വേഷിച്ചത് മനുവിൻ്റെ ബാംഗ്ലൂർ സൗഹൃദങ്ങളെക്കുറിച്ചായിരുന്നു. കുര്യൻ അവിടെ ജോലി ചെയ്തിരുന്ന കഴിഞ്ഞ 8 വർഷവും എന്തെങ്കിലും ആവശ്യം വന്നാൽ മനു രാവിലത്തെ ഫ്ലൈറ്റിന് വന്ന് വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് മടങ്ങി പോവുകയാണ് പതിവെന്ന് അയാൾ പറഞ്ഞു. അവിടെ ഓഫീസിൽ നിന്നെടുത്ത സാധനങ്ങൾ കയ്യിൽ കൊണ്ടുപോകേണ്ടെന്ന് കരുതി എല്ലാം ജോസിൻ്റെ പേരിൽ കൊറിയർ അയച്ചു. ജോസിനെ വിളിച്ച് വിവരം പറയുകയും ചെയ്തു. ജോസിനും പുതുതായി ഒന്നും പറയാനില്ലായിരുന്നു. മനുവിനെ വിളിച്ച നമ്പറുകൾ വേറെ ആരെയൊക്കെ വിളിച്ചു എന്ന് കണ്ടുപിടിക്കുന്ന തിരക്കിലായിരുന്നു ജോസ്. തീവണ്ടി യാത്ര മടുത്തിരുന്നത് കൊണ്ട് ഞാനും വേണുവും വിമാനത്തിലാണ് ബാംഗ്ലൂരിൽ നിന്നും ഡൽഹിക്ക് പോയത്. മീറ്ററിന് 30 IPSകാരുള്ള ദില്ലിയിൽ ഒരു സർക്കാർ ഗസ്റ്റ് ഹൗസ് തേടി നടക്കുന്ന മണ്ടത്തരം അറിയാവുന്നതുകൊണ്ട് ഞാനും വേണുവും തിലക് മാർഗിലെ ഒരു ഹോട്ടലിൽ മുറിയെടുത്തു. മനോമോഹന്റെ ഓഫീസ് അവിടെ അടുത്തായിരുന്നു. പിറ്റേന്ന് രാവിലെ 10 മണിക്ക് ഞങ്ങൾ അയാളുടെ ഓഫീസിലെത്തി. പ്രഗതി മൈതാനിന് പിന്നിൽ ഒരു തെരുവിലെ 2ാം നിലയിലെ ഒരു ഷിഫ്റ്റായിരുന്നു അയാളുടെ ഓഫീസ്. താഴെ ബെല്ലടിച്ചപ്പോൾ ഒരു സ്ത്രീ വന്ന് കതക് തുറന്നു. ID കാർഡ് കാണിച്ചപ്പോൾ അവർ ഞങ്ങളെ ആ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആകെ 3 മുറികളുള്ള ഒരു ഫ്ലാറ്റ്. ഒരു മുറി പാർട്ടീഷൻ ചെയ്ത് സിറ്റിംഗ് റൂമും പിന്നെ കുറച്ച് അലമാരകളും. വാതിൽ തുറന്നു കയറുന്ന മുറിയിൽ ഒരു മേശയും കസേരയും പിന്നെ കുറെ ഫയലിംഗ് ക്യാബിനറ്റുകളും. ഓഫീസ് മാനേജർ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ അവരുടെ പേര് പൂജ സർക്കാനി എന്നാണെന്ന് അവർ പറഞ്ഞു. മനോമോഹൻ മരിച്ച വിവരം അറിഞ്ഞിരുന്നുവെന്നും വളരെ വിഷമകരമായ ഒരു വാർത്തയായിരുന്നു അതെന്നും അവർ പറഞ്ഞു. അവർക്ക് ഞാൻ പോലീസാണെന്നതിൽ അത്ര വിശ്വാസമില്ലാത്തതുപോലെ തോന്നിയപ്പോൾ അതവർ എന്നോട് തന്നെ പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പോലീസിനെ കോണ്ടാക്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടു. എന്നോടൊപ്പം അക്കാദമിയിൽ ഉണ്ടായിരുന്ന
ഖാണ്ടേൽവാൾ ഡൽഹിയിൽ തന്നെ ACP ആയിരുന്നു. അവനെ ഫോണിൽ വിളിച്ച് കാര്യം പറഞ്ഞിട്ട് അവരോട് അവൻ്റെ ഓഫീസ് നമ്പർ തപ്പിയെടുത്ത് അവനെ വിളിക്കുവാൻ ആവശ്യപ്പെട്ടു. സംസാരിച്ചപ്പോൾ അവരുടെ മുഖം വല്ലാതെ ചുവന്നിരുന്നു. മറ്റവൻ വല്ല തെറിയും പറഞ്ഞു കാണും. സോറി സാർ, കേസുകളുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റുകളൊക്കെ ഇവിടെ ഓഫീസിലാണ് സൂക്ഷിക്കുക. അതൊക്കെ നഷ്ടപ്പെട്ടാൽ വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ. നല്ല ഇംഗ്ലീഷിൽ അത് പറയുമ്പോൾ അതിലൊരു ക്ഷമാപണം ഉണ്ടായിരുന്നു. മൂന്നാമത്തെ മുറി മനോമോഹൻ്റെ ഓഫീസായിരുന്നു. അയാൾ മാത്രം ഉപയോഗിക്കുന്ന ഒന്ന്. വാതിൽക്കൽ തന്നെ നിന്ന പൂജയോട് പോയിക്കൊള്ളാൻ തലകൊണ്ട് ഞാൻ ആംഗ്യം കാണിച്ചു. അവർക്ക് പോലീസിന് ഒരു വിലയില്ല. വേണു പിറുപിറുത്തു. ചെറുതെങ്കിലും മനോഹരമായി ഫർണിഷ് ചെയ്ത ഒരു മുറിയായിരുന്നു അത്. ഷെൽഫ് നിറയെ എന്തൊക്കെയോ പുസ്തകങ്ങൾ. മേശയ്ക്ക് പിന്നിൽ വിലപിടിപ്പുള്ളൊരു കസേര. ഞാൻ അതിലേക്കിരുന്നു. മേശവലിപ്പുകൾ ഓരോന്നായി തുറന്നു നോക്കി. പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല. കുറേ ഓഫീസ് രേഖകൾ, ശമ്പളം കൊടുത്ത സ്ലിപ്പുകൾ, അയാളുടെ CA സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, ഫ്രെയിമിട്ട പ്രീതിയുടെ ഒരു ചിത്രം, മകൾ കുട്ടിയായിരുന്നപ്പോൾ എടുത്ത കുറേ ചിത്രങ്ങൾ, ഓഫീസ് പണം കൊടുത്തു വാങ്ങി രജിസ്റ്റർ ചെയ്ത രേഖകൾ, കുറേ വിസിറ്റിംഗ് കാർഡുകൾ, ഫ്ലാറ്റ് വാങ്ങിയ രേഖകൾ കോപ്പി എടുത്ത് ഒറിജിനൽ ആ സ്ത്രീയെ ഏൽപ്പിച്ചു. ബാക്കി കുറേ സാധനങ്ങൾ ഞാനെടുത്തു. എല്ലാം നോക്കി കോടതി രേഖകൾ ഒന്നുമില്ലെന്ന് ബോധ്യപ്പെട്ടിട്ടാണ് അവർ ഞങ്ങൾക്ക് സാധനങ്ങൾ തന്നയച്ചത്. ടാക്സി പിടിച്ച് തന്നെ റൂമിലെത്തി. ചൂട് അസഹനീയം. ഇന്ന് വൈകുന്നേരം തന്നെ നാട്ടിലേക്ക് മടങ്ങണം. ഏറ്റവും അടുത്ത സീറ്റുകൾ നാളെ രാവിലത്തെ ഫ്ലൈറ്റിൽ മാത്രം. അന്നവിടെ തങ്ങാതെ വഴിയില്ലായിരുന്നു. റൂമിൽ മടങ്ങിയെത്തി ഞാനൊന്ന് കുളിച്ച് ഫ്രഷായപ്പോഴാണ് വേണു കുളിക്കാൻ കയറിയത്. TV-യിൽ താല്പര്യമുള്ള വിഷയമൊന്നുമില്ലാത്തതിനാൽ ഞാൻ മനോമോഹൻ്റെ ഓഫീസിലെ പേപ്പറുകൾ നോക്കാൻ തുടങ്ങി. നേരത്തെ ഒരു തവണ നോക്കിയതുകൊണ്ട് വലിയ ശ്രദ്ധയില്ലാതെയാണ് നോക്കി തുടങ്ങിയത്. എല്ലാം സാധാരണം. ഫോണടിച്ചു. ജോസാണ്. ഗുഡ് ഈവനിങ് സാർ. ഡൽഹിയൊക്കെ എങ്ങനെ? ബോറാണ് ജോസേ. ചൂട് അതികഠിനം. അയാളുടെ ഓഫീസിൽ പോയി. പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല. തൻ്റെ കാര്യം എന്തായി? സാർ അയച്ച കടലാസുകൾ കിട്ടിയിരുന്നു. മനോമോഹന് പാസ്പോർട്ട് ഉണ്ടെന്നത് ഒരു അറിവായിരുന്നു. പുതുതായി ഒരെണ്ണമുണ്ട്. അതിൻ്റെ വിവരങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെട്ടു. അയാളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കിയപ്പോൾ എല്ലാ മാസവും 1-ാം തീയതി അയാൾ 1,00,000 രൂപ വീതം ഒരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഒരു മാറ്റവുമില്ലാതെ. എനിക്കെന്തോ ഒരു ഡൗട്ട് പോലെ. നോക്കാം ജോസേ, ഒന്നും ഉറപ്പിക്കാൻ വയ്യ. ജോസ് എന്തായാലും ഒന്ന് അന്വേഷിക്കൂ. നാളെ ഉച്ചയോടെ ഞങ്ങളെത്തും. എയർപോർട്ടിൽ കാണാം സാർ. ഗുഡ് നൈറ്റ്. ഞങ്ങളിറങ്ങുമ്പോൾ ജോസ് എയർപോർട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ജീപ്പിൽ കയറിയ ഉടൻ ജോസ് സംസാരിച്ചു തുടങ്ങി. വേണു ഹിന്ദിയൊക്കെ പഠിച്ചോ? CBIക്കാരെ നാളെയെങ്ങാനും വിളിച്ച് ജോലി തന്നാൽ ഉടനെ പോകണ്ടേ? വേണുവിനോട് ജോസ്. എന്തായി ജോസ് നമ്മുടെ കാര്യം? ഞാൻ ബാങ്കിൽ വിളിച്ചിരുന്നു. ജോയിൻ്റ് അക്കൗണ്ട് ആയതുകൊണ്ട് മിസ്സിസ് മോഹൻ കൂടി ഒപ്പിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അവരോട് വിവരം പറഞ്ഞപ്പോൾ തന്നെ ഒപ്പിട്ട് തന്നു. ആ 1,00,000 ആരുടെയെങ്കിലും ശമ്പളമാവുമോ എന്നാണ് ഞാൻ കരുതിയത്. ബാംഗ്ലൂർ ആരാണ് സാറേ 1,00,000 രൂപയ്ക്ക് ജീവിക്കുന്നത്? അതുകൊണ്ടൊന്ന് മുങ്ങിത്തപ്പി. ആ പണം പോകുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ കണക്കിലേക്കാണ്. എൻ്റെ ജോസ് സാറേ, അയാൾ എന്തെങ്കിലും വാങ്ങുന്നുണ്ടാവും. വല്ല സോപ്പോ പൗഡറോ ഷേവിംഗ് ബ്ലേഡോ ഒക്കെ. ഒരു കണ്ടുപിടുത്തം. വേണു പുറത്തേക്ക് നോക്കി പറഞ്ഞു. ഓടോ, വീട്ടിലെത്തട്ടെ, ഞാൻ തെളിവ് കാണിച്ചു തരാം. അന്നേരവും പറയണതൊക്കെ. വീട്ടിലെത്തിയ ഉടൻ ജോസ് സംസാരിച്ചത് അതിനെക്കുറിച്ചായിരുന്നു. ഈ തുക പോകുന്ന അക്കൗണ്ട് ഒരു സൂപ്പർ മാർക്കറ്റാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. വീട്ടു സാധനങ്ങൾ വാങ്ങാൻ മാത്രമാണ് ഇതിലെ പണം ഉപയോഗിച്ചിരുന്നത്. സാധനങ്ങൾ കഴിഞ്ഞ കുറേ നാളായി അവർ ഡെലിവറി ചെയ്യുകയാണ്. അതുകൊണ്ട് ആ മേൽവിലാസം കിട്ടി. എൻ്റെ മനസ്സിൽ എന്തോ ഒരു അപായ സൂചന പോലെ. രാവിലെ വന്ന് വൈകിട്ട് മടങ്ങുന്ന മനോമോഹൻ എന്തിനാണ് വീട്ടു സാധനങ്ങൾ? ജോസ് തന്ന ഡെലിവറി മേൽവിലാസം ഞാൻ നോക്കി. രേണുക ബിശ്വാസ്, നമ്പർ 7, മൾബറി വുഡ്സ് അപ്പാർട്ട്മെൻറ്റ്, സർജപ്പൂർ റോഡ്, ബാംഗ്ലൂരു. ഒപ്പം ഒരു മൊബൈൽ നമ്പറും. ആരാണ് ഈ രേണുക ബിശ്വാസ്? വിശേഷങ്ങൾ അറിയാൻ പഴയ ബാച്ച്മേറ്റ്സ് എല്ലാവരെയും ഒന്ന് വിളിച്ചെങ്കിലും ഒരു വ്യക്തിപരമായ താല്പര്യം കൂടി എനിക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്ന ആരെങ്കിലും ബാംഗ്ലൂരുണ്ടോ എന്നറിയുകയായിരുന്നു അത്. അശ്വിൻ നല്ല തിരക്കിലാണെന്ന് സംസാരിച്ചപ്പോൾ അറിഞ്ഞു. അവന് കിട്ടിയത് ഒരു രാഷ്ട്രീയ കൊലപാതകമായിരുന്നു. ഇടതും വലതും എല്ലാം കൂടി ഭയങ്കര പ്രഷർ. അവൻ തിരക്കിലായതുകൊണ്ട് അധികം സംസാരിച്ചില്ല. പാവം സിൻഹ, കാസർഗോഡ് ASP. ചൂട്, ഭാഷയൊക്കെ പ്രശ്നം. സിൻഹയ്ക്കും മലയാളം മനസ്സിലാകുമെങ്കിലും കാസർഗോട്ടെ മലയാളം വേറെന്തോ ആണെന്ന് അവൻ്റെ പരാതി. കൃപയെയും വെറുതെ ഒന്ന് വിളിച്ചു. ആള് ഹാപ്പി. ക്രൈംബ്രാഞ്ചിലാണ് പോസ്റ്റിംഗ്. കൃപയുടെ ഒരു സുഹൃത്ത് മധുമതി ഭട്ട് ബാംഗ്ലൂരിൽ അസിസ്റ്റന്റ് കമ്മീഷണറാണെന്ന് അവർ പറഞ്ഞു. നമ്പറും തന്നു. രേണുക ബിശ്വാസ്. അവിടേക്ക് പോകണോ അതോ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരണോ എന്നതായിരുന്നു അടുത്ത ചിന്ത. ഇങ്ങോട്ട് വേണ്ടെന്ന് പറഞ്ഞത് ജോസായിരുന്നു. സാറേ, ഇവരാരാണെന്നൊന്നും നമുക്കറിയില്ല. ആ ഫോൺ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് പോലും കമ്പനി ഞഞ്ഞാമിഞ്ഞ പറയുകയാണ്. ഈ ഫോൺ നമ്പർ അവരുടെ ഫ്ലാറ്റിലെ സെക്യൂരിറ്റിയുടെ നമ്പറാണ്. ഡീറ്റെയിൽസ് തരാൻ സമയം വേണമെന്നൊക്കെയാണ് ഡയലോഗ്. ഇതൊരു സാധാരണ വ്യക്തിയല്ല. അല്പം പിടിപാടുള്ളയാളാണെന്ന് തീർച്ച. നമ്മൾ ഇങ്ങോട്ട് വിളിച്ചാൽ അവർ മുങ്ങിയാലോ? ഈ രേണുക എന്ന പേര് തന്നെ ഒറിജിനൽ ആണോ എന്ന് നമുക്കറിയില്ല. അങ്ങോട്ട് പോകുന്നതായിരിക്കും നല്ലത്. പിറ്റേന്ന് കാലത്ത് 6 മണിക്കുള്ള വിമാനത്തിൽ ഞാനും ജോസും വീണ്ടും ബാംഗ്ലൂരിലേക്ക് പറന്നു.
കൃപ വിളിച്ചു പറഞ്ഞതുകൊണ്ട് മധുമതി ഞങ്ങളെ സ്വീകരിക്കാൻ എത്തിയിരുന്നു. കാറിൽ മുൻസീറ്റിൽ ജോസും ഡ്രൈവറും പിന്നെ ഞാനും മധുമതിയും. കാർ നീങ്ങി തുടങ്ങി. മധുമതി ചോദിച്ചു, അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഒന്ന് ഫ്രഷ് ആകണോ സുനിലിന്? വേണ്ടെന്ന് ഞാൻ കൈ കാണിച്ചു. രേണുകയുടെ ഫ്ലാറ്റിന് താഴെ എത്തുമ്പോൾ സമയം 8:30 കഴിഞ്ഞിരുന്നു. ഇവിടുത്തെ ഏറ്റവും ആഡംബര ഫ്ലാറ്റുകളിൽ ഒന്നാണ് ഇതെന്ന് അവർ പറഞ്ഞു. 7-ാം നമ്പർ ഫ്ലാറ്റിൻ്റെ ബെല്ലടിച്ച് ഞങ്ങൾ അല്പം വെയിറ്റ് ചെയ്തു. കതക് തുറന്നത് ഏകദേശം 35 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീയാണ്. അതിസുന്ദരി. പ്രായം ഒരു ഊഹം വെച്ച് ഞാൻ പറഞ്ഞതാണ്. ഞാൻ മധുമതി, സിറ്റി AC ആണ്. ഇവർ കേരളത്തിൽ നിന്ന് വന്ന ഓഫീസർമാരാണ്. CI ജോസ്, ASP സുനിൽ. അവർക്ക് നിങ്ങളോട് എന്തോ ചോദിക്കാനുണ്ട്. മധുമതി അവരോട് ഹിന്ദിയിൽ പറഞ്ഞു. അവരുടെ മുഖം വല്ലാതെയായി. ആതിഥ്യമര്യാദ പാലിക്കാൻ ചായയോ കാപ്പിയോ എന്നവർ ചോദിച്ചു. എന്തായാലും മതി എന്ന് പറഞ്ഞപ്പോൾ മധുമതി തനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. സുനിൽ, എനിക്ക് പോകാൻ തിരക്കുണ്ട്. ഇനി വരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് വിശദമായി കാണാം. നിങ്ങൾ വന്ന കാര്യം നടക്കട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അവർ പോയി. ചായ കുടിച്ചുകൊണ്ടിരിക്കാൻ ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പേര്? രേണുക ബിശ്വാസ്. നിങ്ങൾക്ക് മനുമോഹനുമായി എന്താണ് ബന്ധം? ആരാണ് ഈ മനുമോഹൻ? അങ്ങനെ ഒരാളെ ഞാൻ അറിയുക പോലുമില്ല. അവർ കളവ് പറയുകയാണെന്ന് മുഖം കണ്ടിട്ട് തോന്നിയില്ല. ഞാൻ മനുമോഹൻ്റെ ഒരു ചിത്രം ഫോണിലെടുത്ത് അവരെ കാണിച്ചു. ഇത് നിങ്ങൾ പറഞ്ഞ ആളല്ല, ഇതെൻ്റെ സുഹൃത്ത് രാജു മല്ലിക് ഫ്രം കേരള. ഇപ്പോൾ ഞെട്ടിയത് ഞങ്ങളായിരുന്നു. അവർ അകത്തുപോയി കുറേ ചിത്രങ്ങൾ എടുത്തുകൊണ്ട് വന്നു. ബോംബെ, ഡൽഹി, ഡാർജിലിംഗ് ഒക്കെ മനുമോഹനോടൊപ്പം എടുത്ത ഫോട്ടോകൾ. രാജുവിനെ ഞാൻ പരിചയപ്പെടുന്നത് ഏതാണ്ട് 7 വർഷം മുമ്പാണ്. ഡൽഹിയിൽ വെച്ചൊരു പാർട്ടിക്കിടയിൽ ഫോറിൻ സർവീസിലുള്ള ഒരാളാണ് ഞങ്ങളെ പരിചയപ്പെടുത്തിയത്. അയാൾ രാജുവിൻ്റെ സുഹൃത്തായിരുന്നു. അപ്പോൾ എൻ്റെ ഭർത്താവുമായി ഞാൻ ഡിവോഴ്സ് കഴിഞ്ഞ് അധികം നാളുകളായിരുന്നില്ല. രാജു ബാംഗ്ലൂരിൽ ബിസിനസ്സാണെന്ന് മാത്രമേ എന്നോട് പറഞ്ഞിരുന്നുള്ളൂ. ഒരു നല്ല ഫ്രണ്ടായിരുന്നു അയാൾ. എന്ത് ബിസിനസ് എന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ഇത് രാജു എനിക്ക് വാങ്ങിത്തന്ന ഫ്ലാറ്റാണ്. ആ സൗഹൃദം വേഗം തന്നെ ശാരീരിക ബന്ധമായി മാറി. രാജുവിന് വേറെ കുടുംബമുണ്ടെന്ന് അയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കതിൽ എതിർപ്പുമില്ലായിരുന്നു. ജോസ് പോക്കറ്റ് ഡയറിയിൽ എന്തൊക്കെയോ എഴുതുകയായിരുന്നു. എനിക്കും കുറേ ചോദ്യങ്ങളുണ്ടെങ്കിലും അവരുടെ സംഭാഷണത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുത്താൻ ഞാൻ മുതിർന്നില്ല. എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്നറിഞ്ഞപ്പോഴാണ് ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു പോയത്. പിന്നീട് വളരെ ബുദ്ധിമുട്ടിലായിരുന്നു കുറച്ചുനാൾ. രാജു കാണിച്ച സ്നേഹം, അയാളുടെ പണം കൊണ്ട് എനിക്ക് കിട്ടിയ ജീവിത സൗകര്യങ്ങൾ, അത് ഉപേക്ഷിക്കാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് രാജുവിനോട് എനിക്ക് പരാതി ഇല്ലാതിരുന്നത്. ഈ വീട് ഇത്ര വലിയ വില കൊടുത്ത് എൻ്റെ പേരിൽ വാങ്ങിയപ്പോൾ അയാൾക്ക് എന്നോടുള്ള ഇഷ്ടം സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. സൂപ്പർ മാർക്കറ്റിൽ വീട്ടു സാധനങ്ങൾ വാങ്ങാനായി ഒരു അക്കൗണ്ട് പോലും രാജു എനിക്ക് എടുത്തു തന്നിരുന്നു. എല്ലാ മാസവും രാജു പണം തരുമായിരുന്നു. എപ്പോഴും ക്യാഷ്. ചിലപ്പോൾ വരുമ്പോൾ തരും, അല്ലാത്തപ്പോൾ കൊറിയർ ചെയ്യും. പണമായി തരുന്നത് അയാളുടെ ഭാര്യ ഈ ബന്ധം കണ്ടുപിടിക്കാതിരിക്കാനാവുമെന്ന് ഞാൻ ഊഹിച്ചു. അവരെന്തോ ഓർക്കുന്നത് പോലെ പറഞ്ഞു, മാസത്തിൽ ഒരു തവണയെങ്കിലും രാജു വരും. ചിലപ്പോൾ ഒരു 2 ദിവസം താമസിച്ച് പിറ്റേന്ന് പോകും. ചിലപ്പോൾ 2 ദിവസം തങ്ങും. ഒരിക്കൽ പോക്കറ്റിൽ അന്നത്തെ ഫ്ലൈറ്റ് ടിക്കറ്റ് കണ്ട് ഞാൻ ചോദിച്ചപ്പോൾ ഓഫീസ് സ്റ്റാഫിനെ വെട്ടിക്കാൻ വേണ്ടി എടുത്തതാണെന്ന് രാജു പറഞ്ഞു. ഇനി എന്താണ് അറിയേണ്ടത്? അവർ ഞങ്ങളെ നോക്കി. ഞാനും ജോസും പരസ്പരം നോക്കി. ഞാൻ തന്നെ ചോദിച്ചു തുടങ്ങി, ഈ രാജുവിന് ആരെങ്കിലും ശത്രുക്കളുള്ളതായി താങ്കൾക്കറിയാമോ? അസാധാരണമായി എന്തെങ്കിലും അയാളുടെ പെരുമാറ്റത്തിൽ തോന്നിയിട്ടുണ്ടോ? എന്നെങ്കിലും? അവരൽപ്പം ആലോചനയിലാണ്ടു. എന്നിട്ട് ഒരു ഉഴപ്പം രീതിയിൽ മുഖത്ത് നോക്കാതെയാണ് മറുപടി തന്നത്. എൻ്റെ അറിവിൽ രാജുവിന് സുഹൃത്തുക്കൾ കുറവാണ്. എനിക്ക് ആകെ അറിയാവുന്നത് അവരുടെ ഓഫീസിലെ മാനേജർ മാത്രം. രാകേഷ് എന്നോ മറ്റോ ആണ് അയാളുടെ പേര്. അതും രാജു പറഞ്ഞുള്ള അറിവാണ്. ഞാൻ അയാളെ നേരിൽ കണ്ടിട്ടില്ല. അസാധാരണമായി ഒന്നും ഞാൻ ഓർക്കുന്നില്ല. എന്നോടൊപ്പമുള്ളപ്പോൾ രാജുവിന് ഫോൺ കോളുകൾ പോലും അങ്ങനെ അധികം വരാറില്ല. ഒന്ന് നിർത്തിയിട്ട് അവർ ചോദിച്ചു, ഇതൊക്കെ രാജുവിനോട് ചോദിച്ചാൽ പോരെ? എന്താണ് നിങ്ങൾ എന്നെ തേടി വന്നത്? രാജു പറയാതെ ഈ മേൽവിലാസം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. രാജു വല്ല കേസിലും പെട്ടോ? സോറി മിസ് രേണുക, രാജു കുറച്ച് ദിവസം മുമ്പ് കൊല്ലപ്പെട്ടു. ജോസാണ് പറഞ്ഞത്. ഞാൻ അവരുടെ പ്രതികരണം നിരീക്ഷിക്കുകയായിരുന്നു. ഇടിവിട്ടേറ്റ പോലെ അവർ ഷോക്കായി എന്നെനിക്ക് മനസ്സിലായി. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയപ്പോൾ അവർ മുഖം പൊത്തിപ്പിടിച്ച് കുറേ നേരം തലകുനിച്ചിരുന്നു. ആക്സിഡൻറ്റ്? രേണുകയുടെ നനഞ്ഞ ശബ്ദം. നോ, ഇറ്റ് വാസ് എ മർഡർ. ഞാൻ പതുക്കെ പറഞ്ഞു. അവർ എഴുന്നേറ്റ് ഉള്ളിലേക്ക് പോയി. ഏങ്ങലടിച്ച് കരിയുന്ന ശബ്ദം പുറത്ത് കേൾക്കാമായിരുന്നു. ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല. ഞങ്ങൾ വന്ന കാര്യം കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ വിട പറഞ്ഞിറങ്ങി. ടാക്സിയിൽ നേരെ എയർപോർട്ട് ലക്ഷ്യമാക്കി പോകവേ ജോസ് പറഞ്ഞു, ഈ മനുമോഹൻ നല്ല വിളഞ്ഞ മുതലായിരുന്നു. നമ്മൾ പറഞ്ഞാൽ പോലും ഈ കഥ ആരും വിശ്വസിക്കില്ല. ഈ കേസ് എങ്ങോട്ടാ സാറേ പോകുന്നത്? നോക്കാം ജോസേ. അസാധാരണമായി എന്തെങ്കിലും സംഭവിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് അവർ മറുപടി പറഞ്ഞ രീതി താൻ ശ്രദ്ധിച്ചോ? അതൊരു നുണയായിരുന്നു. അതുവരെ മുഖത്തു നോക്കി സംസാരിച്ചിരുന്ന അവർ ആ ചോദ്യത്തിൽ പതറിയതുപോലെ എനിക്ക് തോന്നി. ശരിയാണ് സാർ, ഞാനും നോട്ട് ചെയ്തു. അവർക്ക് കുറച്ചുകൂടി അറിയാം. വിമാനം കാത്തു നിൽക്കവേ ഞാൻ മധുമതിയെ വിളിച്ച് ഒരു നന്ദി പറഞ്ഞു. ഒപ്പം ഒരു റിക്വസ്റ്റും. കുറച്ചുനാൾ അവരെ 24 മണിക്കൂർ വാച്ച് ചെയ്യാൻ എന്തെങ്കിലും ഏർപ്പാട് ചെയ്യാൻ പറ്റുമോ? നോ പ്രോബ്ലം സുനിൽ.
അടുത്ത അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തുടങ്ങും. ഒരു 2 ആഴ്ച മതിയോ? അതിൽ കൂടുതൽ വേണമെങ്കിൽ ഒഫീഷ്യൽ റിക്വസ്റ്റ് വേണ്ടി വരും. മധുമതി പറഞ്ഞു. തൽക്കാലം 2 ആഴ്ച മതിയെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. വൈകുന്നേരം ഞങ്ങൾ കൊച്ചിയിലെത്തി. വീട്ടിലെത്തി ചർച്ചയ്ക്കിടയിൽ ഞങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ വേണുവിനോട് പറഞ്ഞു. അപ്പോൾ നമ്മൾ മനോമോഹന്റെ ശത്രുക്കളെ മാത്രം കണ്ടുപിടിച്ചാൽ പോരാ, ഈ രാജു മല്ലിക് എന്നയാളുടെയും വേണം. വേണു ആത്മകഥം പോലെ പറഞ്ഞു. അതത്ര എളുപ്പമല്ല. എൻ്റെ തോന്നൽ ഈ രാജു മല്ലിക് എന്നത് അയാൾ അവളോട് പറഞ്ഞൊരു കള്ളപ്പേര് മാത്രമാണ്. പിന്നെ രാജു ആരോടൊക്കെ ഇടപെട്ടിരുന്നെന്നറിയാൻ ഒരു മാർഗവുമില്ല. മനോമോഹന്റെ ഫോൺ കോളുകൾ നമ്മൾ അരിച്ചു പെറുക്കിയതല്ലേ, അതിൽ നമുക്കറിയാത്തൊരു നമ്പർ പോലുമില്ലായിരുന്നു. ജോസ് മറുപടി പറഞ്ഞു. ഒരുപക്ഷെ അയാൾക്ക് വേറൊരു നമ്പർ ഉണ്ടെങ്കിൽ? വേണു സംശയിച്ചു. അയാളുടെ ആധാർ വെച്ചല്ലേ നമ്മൾ നമ്പറുകൾ എടുത്തത്. എല്ലാ കമ്പനികളും ആധാർ ലിങ്ക് ചെയ്യണമെന്ന് നിർബന്ധം പറഞ്ഞിരുന്നു. മറ്റൊരു പേരിലെടുക്കാൻ ഒന്നുകിൽ രേണുക അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസ് സ്റ്റാഫ്. ഞാൻ ധൃതിയിൽ ആലോചിച്ചു. രേണുകയുടെ പേരിലുള്ള നമ്പറുകൾ ആദ്യം തിരയാമെന്ന് ശ്രമിച്ച് ജോസിന് തെറ്റി. അവരുടെ പേരിൽ ഒരു ഫോൺ നമ്പർ പോലുമില്ല. സൂപ്പർ മാർക്കറ്റിൽ കൊടുത്തിരുന്ന നമ്പർ സെക്യൂരിറ്റിയുടേതായിരുന്നു. ഇക്കാലത്ത് ഫോണില്ലാത്ത ആരാണ് സാറേ? അവർ വേറെന്തോ വഴിക്ക് നമ്പർ എടുത്ത് മനോമോഹന് നൽകിയിരിക്കണം. അല്ലാതെ ഇവർ തമ്മിൽ എങ്ങനെ ബന്ധപ്പെടാം? ജോസിന് അതായിരുന്നു ചോദ്യം. അടുത്ത 2 ദിവസം കൊണ്ട് മനോമോഹന്റെ സ്റ്റാഫ് ഉൾപ്പെടെ അയാളുമായി ബന്ധമുള്ള ആളുകളെ മുഴുവനും നമ്പറുകളും ഞങ്ങൾ ശേഖരിച്ചു. അതിലൊരു നമ്പർ പോലും സംശയം ജനിച്ചില്ല. സ്ഥിരമായി ഉപയോഗിക്കുന്ന ഫോണുകളായിരുന്നു എല്ലാം തന്നെ. കഴിഞ്ഞ 6 മാസമായി എല്ലാ ദിവസവും കോളുകൾ അകത്തേക്കും പുറത്തേക്കും. മനോമോഹൻ ഉപയോഗിച്ച നമ്പറാണെങ്കിലും അത്രയും കോളുകൾ വരില്ല. വീട്ടിൽ ഭാര്യ അറിയാത്തൊരു നമ്പർ അയാൾ ഉപയോഗിക്കില്ല. കാരണം രേണുക എന്ന ഒരു സെറ്റപ്പ് ഉണ്ടെന്ന് അയാൾ ആരെയും അറിയിക്കാൻ ഇഷ്ടപ്പെടില്ല എന്നത് തന്നെ. ഇടയിലെപ്പോഴോ ഞാൻ മധുമതിയെ വിളിച്ചിരുന്നു. രേണുക കഴിഞ്ഞ 3 ദിവസമായി ഫ്ലാറ്റിൽ നിന്നും പുറത്തിറങ്ങിയിട്ടില്ല. ഇനി സൂയിസൈഡ് വല്ലതും? ഞാൻ ചോദിച്ചു. ഏയ്, ആൾ ജീവനോടെയുണ്ട്. പോലീസുകാരിൽ ഒരാൾ പ്ലംബറുടെ വേഷത്തിൽ അവിടെ പോയിരുന്നു. അവർ കതക് തുറന്നപ്പോൾ ഫ്ലാറ്റ് മാറിപ്പോയി എന്ന് പറഞ്ഞ് അയാൾ മടങ്ങി. സോ അവർ മരിച്ചിട്ടില്ല. വളരെ സങ്കടം അവരുടെ മുഖത്തുണ്ടായിരുന്നു എന്ന് അയാൾ പറഞ്ഞു. മധുമതി മറുപടി തന്നു. പതിവില്ലാതെ എന്തെങ്കിലും കണ്ടാൽ അറിയിക്കണമെന്ന് ഓർമ്മിപ്പിച്ച് ഞാൻ നിർത്തി. ബാംഗ്ലൂരിലെ മാനേജറെ വിളിക്കാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും അസിസ്റ്റന്റ് മാനേജർ കുര്യനെയാണ് കിട്ടിയത്. കുര്യൻ, സുനിലാണ്, കേരള പോലീസ്. നിങ്ങളുടെ മാനേജർ ലീവ് കഴിഞ്ഞ് വന്നില്ലേ? അയാളോടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. നമസ്കാരം സാർ. ലോകേഷ് സാർ ഇപ്പോഴും ലീവിലാണ്. ആളൊരു TB പേഷ്യൻ്റാണ്. ചിലപ്പോഴേക്ക് 1-2 മാസം സാനിറ്റോറിയത്തിൽ ചികിത്സയായിരിക്കും. മുൻപും പലതവണ സാറ് ലീവ് എടുത്തിട്ടുണ്ട്. ആളെ ഒന്ന് ഫോണിൽ കിട്ടാൻ എന്താ വഴി? അവിടെ മൊബൈൽ അനുവദിക്കില്ല. ജയനഗറിൽ എവിടെയോ ആണ് ഈ ആശുപത്രി എന്ന് എനിക്കറിയും. ഞാൻ ലോകേഷ് സാറിൻ്റെ ഭാര്യയോട് ചോദിച്ചിട്ട് നമ്പർ തരാം സാർ. എനിക്കറിയില്ല. അപ്പോൾ ഓഫീസിൽ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ കുര്യൻ എങ്ങനെ ലോകേഷിനെ കോൺടാക്റ്റ് ചെയ്യും? എൻ്റെ ചോദ്യം പ്രസക്തമാണെന്ന് എനിക്കറിയാമായിരുന്നു. ഇതുവരെ അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടില്ല. വന്നാൽ സാറില്ലെങ്കിൽ മനോമോഹൻ സാറിനെ വിളിക്കാനാണ് ലോകേഷ് സാർ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത്. കൂസാതെ കുര്യൻ്റെ മറുപടി. ഓക്കെ, ഒരു കാര്യം കൂടി. കുര്യന് ഒരു രാജു മല്ലിക്കിനെ അറിയുമോ? ഞങ്ങളുടെ ക്ലെയിം ലിസ്റ്റിൽ ആ പേരില്ല. വ്യക്തിപരമായ രീതിയിൽ അറിയുമോ എന്ന് ചോദിച്ചതാണെങ്കിൽ അറിയില്ല സാർ. കുര്യൻ്റെ മറുപടി ഉറച്ചതായിരുന്നു. ആ സാനിറ്റോറിയത്തിൻ്റെ നമ്പർ കിട്ടിയാൽ ഇതിലേക്കൊന്ന് മെസ്സേജ് ചെയ്തേക്ക്. ബൈ കുര്യൻ, താങ്ക്സ്. മനോമോഹന് രാജു മല്ലിക് എന്നൊരു പേര് മാത്രമേ ഉള്ളൂ, അതോ വേറെയും പേരുകളുണ്ടോ എന്നൊക്കെയായിരുന്നു ഞങ്ങളുടെ സംശയം. മനുവിൻ്റെ മുഴുവൻ ബാങ്ക് അക്കൗണ്ടുകളും തപ്പിയെടുത്ത് ഞങ്ങൾ വിശദാംശങ്ങൾ പരിശോധിച്ചു. ജോസ് അക്കാര്യത്തിൽ മികവ് തെളിയിച്ചു. 3 ബാങ്കുകളിലായി ഏകദേശം 90 കോടി രൂപയോളം മനോമോഹന് നിക്ഷേപമുണ്ടായിരുന്നു. 17 വർഷം കൊണ്ട് 90 കോടി രൂപ. എത്രയായിരിക്കും ഇവൻ്റെ ഫീസ്? ജോസ് സ്വയം ചോദിക്കുന്നത് കേട്ടു. CA-കാരനായതുകൊണ്ട് കണക്കുകൾ കിറുകൃത്യം. വലിയ പേയ്മെൻറ്റുകളെല്ലാം ചെക്കായിട്ട് വാങ്ങിയിരിക്കുന്നു. മനോമോഹൻ തന്നെ ഓരോ ക്രിയവിക്രിയങ്ങളും എന്തിനാണെന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. അതിലൊരു കുഴപ്പവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. വൈകുന്നേരം ചപ്പാത്തിയും കറിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ജോസ് അത് ചോദിച്ചത്. ആ വീടിന് രേണുകയുടെ എന്ത് വില വരും സാർ? അത്ര വലിയ വീടാണോ? വേണു ഒരു ചപ്പാത്തി കൂടി എടുത്തു. എൻ്റെ വേണു, അതൊരു 4000 സ്ക്വയർ ഫീറ്റെങ്കിലും കാണും. ആഡംബര ഫ്ലാറ്റ്. നമുക്കൊന്നും സ്വപ്നം കാണാൻ പറ്റില്ലടോ. അതൊക്കെ ഒരു 2 കോടി രൂപയുടെ മുകളിൽ വരും ജോസേ. വെറുതെ എന്തിനാ സ്വപ്നം കാണുന്നത്? ഞാൻ കൈ കഴുകാൻ എഴുന്നേറ്റു. കൈയും മുഖവും തുടച്ചു വന്ന ശേഷം ജോസിൻ്റെ സിഗരറ്റ് പാക്കറ്റിൽ നിന്നൊരു സിഗരറ്റ് ഞാൻ എടുത്തു. കത്തിച്ച് 2 പുക വിട്ടപ്പോഴേക്കും അവർ രണ്ടും എൻ്റെ അടുത്തെത്തി. സാറൊരു കാര്യം, ഈ പറഞ്ഞ കോടികളായെങ്കിൽ അത് ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകളിൽ കാണണ്ടേ? അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. കമ്പനി വെബ്സൈറ്റിൽ ആ ഫ്ലാറ്റ് പണിതിട്ട് 4 വർഷമേ ആയിട്ടുള്ളൂ എന്നാണ്. മനോമോഹൻ്റെ കഴിഞ്ഞ 7 വർഷത്തെ സ്റ്റേറ്റ്മെൻറ്റുകൾ ഞാൻ നോക്കിയതാ. ജോസ് കാര്യം പറഞ്ഞു. അയാളെ ക്യാഷാവും കൊടുത്തത്. 1 ലക്ഷം രൂപയുടെ നോട്ട് കെട്ട് ഏതാണ്ട് 120 ഗ്രാം. അപ്പോൾ 1 കോടി 12 കിലോ. ഒരു ബിഗ് ഷോപ്പറിൽ കൊണ്ടുപോകാൻ പറ്റും. വേണു കണക്ക് കൂട്ടി പറഞ്ഞു. അതല്ല വേണു, ജോസ് പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇത്രയും പണം അയാൾക്ക് എവിടുന്ന് കിട്ടി? ബാങ്കിൽ നിന്ന് എടുക്കാതെ. ഇനി രാജു മല്ലിക് ഒരു ബിസിനസ്സുകാരനാണെങ്കിലോ? ഫ്ലാറ്റ് വാങ്ങിയത് അയാളാവും. പണവും അയാളുടെ മറ്റു ബിസിനസ്സുകളിൽ നിന്ന് തന്നെയാവും. വേണുവിന് വീണ്ടും സംശയം.
അത്രയൊക്കെ ലാഭം കിട്ടുന്ന കമ്പനിക്ക് ടാക്സ് കൊടുക്കണം വേണു. കമ്പനി രജിസ്റ്റർ ചെയ്യണം. KGST, CGST അങ്ങനെ കുറേ നടപടികളുണ്ട്. അതിനൊക്കെ തിരിച്ചറിയൽ കാർഡ് പോലുള്ള ഡോക്യുമെൻറ്റുകൾ വേണം. അതൊന്നും ഒരു വ്യാജപ്പേരിൽ തുടങ്ങാൻ പറ്റില്ല, ജോസ് പകുതി തമാശയിൽ പറഞ്ഞു. രാജു മല്ലിക് ഒരു വ്യാജപ്പേര് മാത്രമാണെന്ന് ഞങ്ങൾ കണ്ടെത്തിയിരുന്നു. ആ പേരിൽ ഒരു തിരിച്ചറിയൽ കാർഡോ ആധാർ കാർഡോ മനുവിൻ്റേതായി ഉണ്ടായിരുന്നില്ല. പക്ഷേ ചോദ്യം അപ്പോഴും മനസ്സിൽ ബാക്കി നിന്നു. ആ ഫ്ലാറ്റ് വാങ്ങാൻ പണം എവിടെ നിന്ന്? പിറ്റേന്ന് രാവിലെ മധുമതിയെ വിളിച്ചു. ആ ഫ്ലാറ്റ് ആര് എപ്പോൾ എങ്ങനെ വാങ്ങി എന്നൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് സന്തോഷമായി. ഓക്കെ പറഞ്ഞു. 1-2 ദിവസം സമയം എടുക്കാനിടയുണ്ടെന്നും സൂചിപ്പിച്ചു. രേണുക 1-2 തവണ പുറത്തു പോയിരുന്നു. 2 കടകളിലേക്ക്. ഒന്നാ സൂപ്പർ മാർക്കറ്റ്, പിന്നൊരു മെഡിക്കൽ ഷോപ്പ്. ചുമയുടെയും പനിയുടെയും മരുന്നുകൾ മാത്രമാണ് അവരവിടെ നിന്ന് വാങ്ങിയത്. ബില്ലിന്റെ പകർപ്പടക്കം ശേഖരിച്ചിട്ടുണ്ടെന്നും രേണുക ഉറപ്പു തന്നു. ബാംഗ്ലൂര് മാത്രമല്ല, ഡൽഹിയിലെ ഓഫീസ് ഫ്ലാറ്റും വാങ്ങിയതിന് ബാങ്ക് ഇടപാടുകളിൽ തെളിവുണ്ടായിരുന്നില്ല. കമ്പനി അക്കൗണ്ടിൽ നിന്ന് പോലും പണം എടുത്തിരുന്നില്ല. ആ പണം പിന്തുടർന്നു പോയാൽ ഒരു വഴി തെളിഞ്ഞേക്കും. ആലോചിച്ചിട്ട് വേറൊന്നും വരുന്നില്ല. ഇടയ്ക്ക് അമ്മയുടെ പരാതി മുറുകിയപ്പോൾ 1-2 തവണ വീട്ടിൽ പോയി വന്നു. SP സാറിനെ വിളിച്ച് കാര്യങ്ങൾ ഞാൻ ധരിപ്പിക്കുന്നുണ്ടായിരുന്നു. അന്വേഷണം ശരിയായ വഴിയിലാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. അതൊരു നല്ല പ്രോത്സാഹനമായിരുന്നു ഞങ്ങൾക്ക്. ഈ ദിവസങ്ങളിൽ മനോമോഹന്റെ മുഴുവൻ കക്ഷികളുടെയും ഡീറ്റെയിൽസ് എടുത്ത് ഞങ്ങൾ പഠിച്ചു. ടാക്സ് അടയ്ക്കുന്നതിലെ വീഴ്ച കാരണം ചില കമ്പനികൾക്ക് നേരിട്ട് സർക്കാരുമായി കേസുണ്ടായിരുന്നു. അതിലൊന്നും മനോമോഹന്റെ ഒരു തെറ്റ് ഞങ്ങൾക്ക് കണ്ടെത്താനായില്ല. അയാളുടെ കണക്കുകളിൽ അടയ്ക്കേണ്ട തുക കൃത്യമായിരുന്നു. മാത്രമല്ല പല കേസുകളും 2-3 വർഷം പഴയതായിരുന്നു. ആ കമ്പനികൾക്കിപ്പോൾ ഇയാളോട് വൈരാഗ്യം തോന്നേണ്ട കാര്യവുമില്ല. ഇടയ്ക്ക് മധുമതി വിളിച്ചിരുന്നു. 3 വർഷം മുമ്പാണ് ഈ വീട് രേണുക വാങ്ങിയത്. പേയ്മെന്റ് ക്യാഷായിരുന്നു. ഭാര്യ ഭർത്താക്കന്മാർ വന്നാണ് വാങ്ങിയത്. ഫ്ലാറ്റ് ഭാര്യയുടെ പേരിൽ മതി എന്നയാൾ പറഞ്ഞു. അപ്രകാരം ചെയ്തു. കമ്പനി ആ പണം ബാങ്കിൽ നിക്ഷേപിച്ച സ്റ്റേറ്റ്മെന്റുകൾ അവർ എനിക്ക് ഫാക്സ് ചെയ്തു തന്നു. രേണുകയുടെ ഭൂതകാലം, കൂടുതൽ വിവരങ്ങളൊക്കെ തിരക്കാൻ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നും മധുമതി അറിയിച്ചു. അന്വേഷണം ഏതാണ്ട് നിർജീവമായിരുന്നു. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഒരു പിടിയുമില്ലാത്ത അവസ്ഥ. കേസിൽ അടുത്തൊരു ബ്രേക്ക് കിട്ടിയതും മധുമതി വഴിയായിരുന്നു. ജനുവരി 1 രേണുകയുടെ ഫ്ലാറ്റിൽ ഒരു മോഷണം നടന്നുവെന്ന വാർത്തയായിരുന്നു അത്. ഔദ്യോഗികമായി പരാതിയൊന്നും ലഭിച്ചിരുന്നില്ല. പക്ഷേ രേണുകയുടെ ഫ്ലാറ്റിലെ സേഫ് മാറ്റിവെക്കാമെന്ന കമ്പനിക്കാരെ അകത്തേക്ക് കടത്തിവിട്ട സെക്യൂരിറ്റി ജീവനക്കാരൻ പറഞ്ഞുള്ള അറിവ് മാത്രമാണിത്. മടങ്ങിപ്പോകുമ്പോൾ സേഫ് കമ്പനി ജോലിക്കാർ കൊണ്ടുപോയ പൊളിഞ്ഞ സേഫ് കണ്ട് അയാൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ്. ആരാണ് അവരുടെ ഫ്ലാറ്റിൽ വന്നതെന്ന് പോലീസ് ചോദിച്ചപ്പോൾ അയാൾ നൽകിയ വിവരങ്ങൾ മാത്രമേ ഫയലിലുള്ളൂ. ബാംഗ്ലൂർ മാനേജർ ലോകേഷ് ചികിത്സയിൽ തന്നെയാണ്. കുര്യൻ അയാളുടെ ഭാര്യയെ വിളിച്ചിരുന്നു. അവരുടെ മകനാണ് സംസാരിച്ചത്. അവരെന്തോ സർജറിക്കായി ആശുപത്രിയിൽ അഡ്മിറ്റാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ മടങ്ങിയെത്തുമ്പോൾ നമ്പർ തരാമെന്ന് അറിയിച്ചതായി കുര്യൻ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. രാജു മല്ലിക് എന്ന വ്യക്തിയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. ബാംഗ്ലൂർ ബിസിനസ്സുകാരൻ രാജു മല്ലിക് കേരളത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ എന്നൊരു വാർത്ത കർണാടകയിലെ മുൻനിര പത്രങ്ങളിലും TV-യിലും കൊടുക്കാനുള്ള സഹായം ചെയ്തു തന്നത് മധുമതിയായിരുന്നു. കൂടുതൽ വിവരങ്ങൾ അതോടൊപ്പം അന്വേഷിക്കാൻ കൊടുത്തിരുന്നത് എൻ്റെ മേൽവിലാസവും നമ്പറുമായിരുന്നു. 2 ദിവസം കൊണ്ട് വാർത്ത വരുമെന്ന് മധുമതിയുടെ ഓഫീസ് അറിയിച്ചു. ഇനി അതിൻ്റെ ഫലം കൂടി അറിയണം. അടുത്ത നീക്കമായി ജോസ് പറഞ്ഞത് ആ സേഫ് കമ്പനിക്കാരോട് അന്വേഷിക്കാമെന്നതാണ്. വേണുവിൻ്റെ അഭിപ്രായത്തിൽ വാർത്ത അവിടെയുള്ള ദിനപത്രങ്ങളിൽ വരുമ്പോൾ നമുക്ക് തീർച്ചയായും തുമ്പുകൾ കിട്ടുമെന്നും അപ്പോൾ അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടാകുമെന്നുമായിരുന്നു. പത്രവാർത്ത വരാൻ ഇനിയും 2 ദിവസം ഉള്ളതുകൊണ്ട് ആ സേഫ് കമ്പനിക്കാരെ വിളിച്ച് അന്വേഷിച്ചു. ഒരല്പം പരുഷമായും ഭീഷണിയോടും സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർ സേഫ് കേരളത്തിൽ എത്തിച്ചു തരാമെന്ന് അറിയിച്ചു. അതിനും വേണം 2 ദിവസം. 2 ദിവസം കഴിഞ്ഞ് കാണാമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും സ്വന്തം വീടുകളിലേക്ക് പോയി. 2 ദിവസം വീട്ടിൽ ചെലവഴിച്ചപ്പോൾ തന്നെ മനസ്സ് കുറച്ച് ഫ്രഷായി. ഇടയ്ക്കെങ്കിലും മനോമോഹന്റെ കാര്യം ഞാൻ മറന്നു. വൈകുന്നേരം ഞാൻ കോട്ടയത്തേക്ക് മടങ്ങി. അമ്മയ്ക്ക് പരാതികളായിരുന്നു. ഞാൻ കൂടുതൽ സമയം അമ്മയോടൊപ്പം ചിലവഴിക്കുന്നില്ല എന്നൊക്കെ. ഞാനെത്തുമ്പോൾ ജോസ് വീട്ടിലുണ്ടായിരുന്നു. വേണു പിറ്റേന്ന് കാലത്ത് വരുമെന്ന് അറിയിച്ചതായി അയാൾ പറഞ്ഞു. പുതുതായി ഒന്നും ഉണ്ടായിരുന്നില്ല. നാളെ രാവിലെയാണ് പത്രത്തിൽ വാർത്ത വരിക. അതിനുശേഷം എന്തെങ്കിലും വിവരം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ. രാത്രി സിൻഹ വിളിച്ചിരുന്നു. അയാൾക്കും ആദ്യ കേസ് കിട്ടിയ സന്തോഷം. ഒരു റിട്ടയർഡ് അധ്യാപികയുടെ തിരോധാനമാണ് കേസ്. സുനിലെ, ഇതൊരു മുസീബത്ത് കേസാണ്. അവരെന്നാണ് മിസ്സിംഗ് ആയതെന്ന് പോലും അറിയില്ല. അവരുടെ മകൻ നോർത്തിൽ എവിടെയോ ജോലിയാണ്. ആ സ്ത്രീ ഒറ്റയ്ക്കായിരുന്നു താമസം. കഴിഞ്ഞ 15-20 ദിവസത്തിന്റെ ഉള്ളിലാണ് ഈ സ്ത്രീ മിസ്സിംഗ് ആയിരിക്കുന്നത്. കുറേ ദിവസമായി കാണാതിരുന്നപ്പോൾ അയൽവാസികൾ ആരോ ആണ് പോലീസിൽ അറിയിച്ചത്. എവിടെയോ ക്ഷേത്ര ദർശനത്തിന് പോകുമെന്ന് കൂട്ടുകാരോട് പറഞ്ഞിരുന്നു. അതാവും ഈ മിസ്സിംഗ്. അവരുടെ സെൽഫോൺ ഓഫാണ്. പോലീസ് നായ ഗേറ്റ് വരെ മണം പിടിച്ചു ചെന്നു. അവരെന്തെങ്കിലും വാഹനത്തിലാവണം പോയിട്ടുണ്ടാകുക. പക്ഷേ ഈ നാട്ടിലെ ഒരു വാഹനവും അവരെ കൊണ്ടുപോയതായി സമ്മതിക്കുന്നില്ല. ഐ ആം സ്റ്റക്ക്. എന്തെങ്കിലും ഐഡിയ തോന്നിയാൽ പറയൂ. സിൻഹ വളരെ ടെൻഷനായതുപോലെ തോന്നി.
കോളുകൾ, മൊബൈൽ ലൊക്കേഷൻ, പരിസരത്തുള്ള CCTV ക്യാമറകൾ, കൂടുതലൊന്നും എനിക്കും തോന്നിയില്ല. സിൻഹ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. രാവിലെ 6 കഴിഞ്ഞപ്പോൾ വേണു എത്തി. 7 മണിയോടെ ആദ്യത്തെ കോളും. ഞങ്ങളന്ന് മനുമോഹന്റെ വീട്ടിലെ ലോക്കിന്റെ വിവരം അന്വേഷിച്ചു പോയ കടക്കാരൻ മുകുന്ദനായിരുന്നു വിളിച്ചത്. ഗുഡ് മോർണിംഗ് സുനിൽ സാർ. ബുദ്ധിമുട്ടായോ രാവിലെ വിളിച്ചത്? ഇല്ല മുകുന്ദൻ, പറയൂ. സാറേ, സാറിന്റെ പേരിൽ ഒരു ബോക്സ് ഉണ്ട്, ബാംഗ്ലൂരിൽ നിന്ന്. രാവിലെ സ്റ്റോക്ക് വന്ന കൂടെ അതുമുണ്ടായിരുന്നു. കണ്ടപ്പോൾ മറക്കുന്നതിന് മുമ്പ് അറിയിക്കാമെന്ന് കരുതി വിളിച്ചതാണ്. രേണുകയുടെ ഫ്ലാറ്റിൽ നിന്നും മാറ്റി സ്ഥാപിച്ച സേഫ് അയക്കാമെന്ന് കമ്പനി പറഞ്ഞത് ഞാൻ മറന്നിരുന്നു. ഒരു 9 മണിയോടെ ഞാൻ വരാം. മുകുന്ദൻ, താങ്ക്സ്. ഞാനും വേണുവും കൂടി JM ഹാർഡ്വെയർസിലേക്ക് എത്തിയത് 9:30യോടെ. മുകുന്ദൻ ഞങ്ങളെയും കൂട്ടി ഷോറൂമിന്റെ പിന്നിലുള്ള തുറസായ സ്ഥലത്തേക്ക് നടന്നു. ഒരു പ്ലൈവുഡ് പെട്ടിയിലായിരുന്നു ആ സേഫ്. ജോലിക്കാരിൽ ഒരാളെ കൊണ്ട് മുകുന്ദൻ അത് തുറപ്പിച്ചു. വളരെ ചെറിയൊരു സേഫായിരുന്നു അത്. കഷ്ടിച്ച് 3 അടി നീളവും അത്ര തന്നെ വീതിയും പൊക്കവും. അത് കോടാലിക്ക് വെട്ടിപ്പൊളിച്ചതുപോലെ കാണപ്പെട്ടു. എന്തോ വെച്ച് വെട്ടിപ്പൊളിച്ചതാണ് സാർ, വേണു തന്റെ അഭിപ്രായം പറഞ്ഞു. മുകുന്ദൻ ഞങ്ങളെ നോക്കിയൊന്ന് ചിരിച്ചു. എന്നിട്ട് ആ സേഫിന്റെ പൊളിഞ്ഞിരിക്കുന്ന ഭാഗം ഒന്ന് തുറക്കാൻ വേണുവിനോട് പറഞ്ഞു. വേണു എത്ര ശ്രമിച്ചിട്ടും അതൊന്ന് അനക്കാൻ കൂടി കഴിഞ്ഞില്ല. 4 ഇഞ്ച് കട്ടിയുള്ള ഉരുക്ക് ഷീറ്റാണ് സാറേ ഈ സേഫിന്റെ 5 വശവും. വാതിൽ 6 ഇഞ്ച് കട്ടിയും. കോടാലിക്ക് വെട്ടിയാൽ കയ്യോ കാലോ മുറിയുമെന്നേ ഉള്ളൂ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വിലയുള്ള ചെറിയ സേഫുകളിൽ ഒരെണ്ണമാണിത്. അങ്ങനെ വെട്ടിപ്പൊളിക്കാനൊന്നും പറ്റില്ല. സാർ ഇത് കണ്ടോ? അയാൾ അതിൻ്റെ വിജാഗിരിയുടെ ഭാഗമാണ് തൊട്ട് കാണിച്ചത്. അവിടെ ഉരുകി ഒലിച്ചതുപോലെ കാണപ്പെട്ടു. ഗ്യാസ് കട്ടർ? ഞാൻ മുകുന്ദനോട് ചോദിച്ചു. ഇത് വില കൂടിയ സേഫാണ് സാർ. ഗ്യാസ് കട്ടർ ഉപയോഗിക്കാൻ പോലും പറ്റില്ല. പറ്റും, പക്ഷേ 4-5 ദിവസം സമയം വേണ്ടിവരും. ചുരുങ്ങിയത് ഒരു 15 സിലിണ്ടർ അസിലിറ്റിംഗ് ഗ്യാസും. ഈ ഡോറിൻ്റെ ഉള്ളിൽ ഗ്ലാസ് പ്ലേറ്റുകളുണ്ട്. ഒരു പരിധിയിൽ കൂടുതൽ ചൂട് വന്നാൽ ഈ ഗ്ലാസ് പ്ലേറ്റുകൾ വികസിക്കും. അങ്ങനെ വികസിച്ചാൽ തലങ്ങും വിലങ്ങുമൊക്കെയായി 12 ലോക്കുകൾ അധികം വീഴും. അതുകൊണ്ട് ഇതൊരു ഗ്ലാസ് കട്ടർ ഉപയോഗിച്ച് ചെയ്തതല്ല. മുകുന്ദൻ നിർത്താതെ പറഞ്ഞു. പിന്നെ എന്തായിരിക്കണം? ചോദ്യം വേണുവിൻ്റെ വകയായിരുന്നു. ഒന്നുകിൽ ഒരു ഷേപ്പ് ചാർജ്, ഒരു ബോംബ് പോലെ, അല്ലെങ്കിൽ തെർമൈറ്റ്. വേറൊന്നിനും ഇതിൽ നാശനഷ്ടമുണ്ടാകാൻ കഴിയില്ല. പ്രത്യേക രീതിയിൽ ഷേപ്പ് ചെയ്ത് നിർമ്മിക്കുന്ന ചാർജുകൾ. ഒരു മൂർച്ചയുള്ള പോയിന്റിൽ ഒരു പൊട്ടിത്തെറിയുടെ മുഴുവൻ ബലവും എത്തിക്കാൻ കഴിയുന്ന ഒരു തരം സ്ഫോടക വസ്തു. ഞാനത് നമ്മുടെ കരസേന ഉപയോഗിക്കുന്നതായി വായിച്ചിട്ടുണ്ട്. അണക്കെട്ടുകൾ പോലും തകർക്കാൻ അതിൽ 2 എണ്ണം ധാരാളം. എന്ത് തെർമൈറ്റ്? ഞാൻ മുകുന്ദനോട് ചോദിച്ചു. ഏറ്റവും നിസ്സാരമായി പറഞ്ഞാൽ പൗഡർ പോലെ പൊടിച്ച അലൂമിനിയം. അതാണ് സാർ തെർമൈറ്റ്. അതിന് തീ പിടിച്ചാൽ മുന്നിലുള്ള എന്തിനേയും അത് ഉരുക്കിക്കളയും. അലൂമിനിയം തീ പിടിക്കുമോ? എൻ്റെ സംശയം വേണുവാണ് ആദ്യം ചോദിച്ചത്. 3000 ഡിഗ്രിക്ക് മുകളിൽ ചൂടാക്കിയാൽ തീ പിടിക്കും സാർ. അത്രയും ചൂട് സൃഷ്ടിക്കാൻ മാഗ്നീഷ്യം അല്ലെങ്കിൽ RDX പോലുള്ള സ്ഫോടക വസ്തുക്കളാണ് ഉപയോഗിക്കുക. വളരെ കുറഞ്ഞ അളവിലാകുമ്പോൾ അതൊരു പൊട്ടിത്തെറിക്ക് കാരണമാവില്ല. മുകുന്ദൻ വളരെ കൃത്യമായി പറഞ്ഞു. മുൻപൊരിക്കൽ ബാംഗ്ലൂരിലെ കമ്പനി അതിൻ്റെ ഡെമോ കാണിച്ച അറിവ് വെച്ചാണ് അയാൾ പറഞ്ഞത്. പിന്നെ ഇത് ചെയ്തവർ പ്രൊഫഷണൽ മോഷ്ടാവാണ്. ഒരു സേഫിലെ ഏറ്റവും ബലം കുറഞ്ഞ ഭാഗം അതിൻ്റെ വിജാഗിരിയാണ്. അതറിയാവുന്ന എക്സ്പീരിയൻസ് ഉള്ള കള്ളൻ. മുകുന്ദനോടൊപ്പം ഞങ്ങൾ ഓഫീസിലേക്ക് നടന്നു. ആ സേഫ് പോലീസ് കസ്റ്റഡിയിലേക്ക് മാറ്റാൻ ഞാൻ തീരുമാനിച്ചു. പക്ഷേ അതിന് 1 ടണ്ണോളം ഭാരമുണ്ടെന്ന് മുകുന്ദൻ പറഞ്ഞതോടെ അത് അവിടെ തന്നെ സൂക്ഷിക്കാൻ ഞാൻ നിർദ്ദേശിച്ചു. മടങ്ങും വഴി ജീപ്പിലിരുന്ന് ഞങ്ങളുടെ ചർച്ചയും ഇതായിരുന്നു. വേണു, ഇപ്പോൾ സംഭവങ്ങളുടെ ഒരു രൂപരേഖ നമുക്ക് കിട്ടിത്തുടങ്ങുന്നു. മനുമോഹന്റെ സേഫ് കുത്തി തുറക്കപ്പെടുന്നു. ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞ് മനുമോഹൻ കൊല്ലപ്പെടുന്നു. ആ സേഫിൽ എന്തോ ഒന്നുണ്ടായിരുന്നു. അത് മോഷ്ടാവ് കൊണ്ടുപോയി. ഉണ്ടായിരുന്നത് എന്താണെന്ന് നമുക്കറിയില്ല. അത് മറ്റാരുടെയോ ആയിരിക്കണം. പണമോ വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കളോ അല്ല. ആയിരുന്നുവെങ്കിൽ അതിൻ്റെ വില കൊടുക്കാൻ കഴിവുണ്ടായിരുന്നു മനുമോഹന്. സാറേ, രേണുകയ്ക്ക് അറിയാമായിരിക്കണം അതിനുള്ളിൽ എന്തായിരുന്നുവെന്ന്. അവരെ പൊക്കണം സാർ. വീട്ടിലെത്തിയ ഉടൻ SP സാറിനെ വിളിച്ച് അനുവാദം ചോദിച്ച ശേഷം രേണുകയെ കസ്റ്റഡിയിലെടുത്ത് കേരളത്തിലേക്ക് കൈമാറാൻ ഞാൻ കർണാടക പോലീസിന് മെസ്സേജ് അയച്ചു. അരമണിക്കൂറിൻ്റെ ഉള്ളിൽ മധുമതിയുടെ മെസ്സേജ് വന്നു. രേണുക കസ്റ്റഡിയിൽ. നാളെ രാവിലത്തെ വിമാനത്തിൽ എറണാകുളത്തെത്തും. രാത്രി തന്നെ മജിസ്ട്രേറ്റിനെ വീട്ടിൽ പോയി കണ്ട് റിമാൻഡ് ഉത്തരവ് വാങ്ങി. രാവിലെ 8-ന്റെ ഫ്ലൈറ്റിൽ കൊച്ചിയിലെത്തിയ രേണുകയെ കർണാടക പോലീസ് എനിക്ക് കൈമാറി. രേണുകയുമായി ഞങ്ങൾ നേരെ കോട്ടയം വനിതാ സ്റ്റേഷനിലേക്കാണ് എത്തിയത്. അവരുടെ അറസ്റ്റ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് അവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ ഞാൻ പറഞ്ഞു. 10 മണിയോടെ ഞാനും ജോസും വേണുവും തിരിച്ചെത്തി. അവരുടെ മൊഴി വീഡിയോ ടേപ്പ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയ ശേഷമാണ് അവരെ വനിതാ CIയുടെ മുറിയിലേക്ക് കൊണ്ടുവന്നത്. ഞങ്ങളെ കൂടാതെ CI പ്രേമയും ഒരു ലേഡി PC ഉണ്ടായിരുന്നു. രേണുക ഇരിക്കൂ, ഞാൻ പറഞ്ഞു. അവരൊന്നും മിണ്ടാതെ കസാരയിലേക്കിരുന്നു. രേണുക ഒരു കേസിലും പ്രതിയല്ല. ഞങ്ങൾക്ക് ചില വിവരങ്ങൾ അറിയാനുണ്ട്. അത് ചോദിച്ചറിയുക എന്നത് മാത്രമാണ് ഈ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശവും. രേണുകയ്ക്ക് മനസ്സിലായോ? ഞാൻ തുടക്കമിട്ടു. മനസ്സിലായി എന്നവർ പതുക്കെ പറഞ്ഞു. രേണുകയുടെ ഫ്ലാറ്റിൽ ഒരു മോഷണം നടന്നിരുന്നു. എന്നായിരുന്നു സംഭവം? ഡിസംബർ 31 രാത്രി. വിശദമായി പറയൂ. അന്ന് രാത്രി ന്യൂ ഇയർ ആഘോഷങ്ങളുണ്ടായിരുന്നു. ഫ്ലാറ്റിലെ അസോസിയേഷൻ വക. അത് കഴിഞ്ഞപ്പോൾ 3 മണിയോളമായി. ഞാൻ മടങ്ങി വന്നപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിഞ്ഞത്. അപ്പോൾ ആ സേഫിൻ്റെ ഉള്ളിൽ ഒന്നുമില്ലായിരുന്നു.
രാജു വീട്ടിലാണെങ്കിലോ എന്ന് കരുതി ഞാനൊരു മെസ്സേജ് അയച്ചു. പിറ്റേന്ന് രാവിലെ വിളിച്ചപ്പോഴാണ് രാജുവിനോട് വിവരം പറഞ്ഞത്. അവർ ഗ്ലാസ്സിൽ നിന്നും അല്പം വെള്ളം കുടിച്ചു. എന്തുകൊണ്ട് പോലീസിൽ റിപ്പോർട്ട് ചെയ്തില്ല? ചോദ്യം ജോസിന്റെ. ആ സേഫ് രാജു മാത്രം ഉപയോഗിക്കുന്നതാണ്. ഞാനതൊരിക്കലും തുറന്നു കണ്ടിട്ടില്ല. മോഷണം നടന്നെന്നറിഞ്ഞ ഉടൻ രാജു എന്നെ വിളിച്ചിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ലായിരുന്നുവെന്നും പോലീസിൽ അറിയിക്കേണ്ട ആവശ്യമില്ലെന്നും രാജു പറഞ്ഞു. അടുത്ത ദിവസം തന്നെ രാജു സേഫ് മാറ്റിവെക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു. മാറ്റിവെക്കാൻ കുറച്ച് ദിവസങ്ങൾ എടുക്കുമെന്നും കമ്പനിക്കാർ പറഞ്ഞതായി എന്നോട് പറയുകയും ചെയ്തു. നിങ്ങൾ ഏത് നമ്പറിലാണ് രാജുവിനെ വിളിച്ചത്? അവർ ഒരു സെൽഫോണിൻ്റെ നമ്പർ തന്നു. ഒപ്പം അവരുടെ നമ്പറും. രണ്ടും ട്രേസ് ചെയ്യാൻ വേണുവിനെ ഏൽപ്പിച്ചു. നിങ്ങൾ ഒരിക്കൽ പോലും ആ സേഫിൻ്റെ ഉൾവശം കണ്ടിട്ടില്ല എന്നാണോ പറയുന്നത്? ഞാൻ വീണ്ടും ചോദ്യം ചെയ്യൽ തുടർന്നു. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ആ സേഫ് നോക്കിയാൽ അറിയാം. അതൊരു ഫിംഗർ പ്രിന്റ് സേഫാണ്. അത് തുറക്കാൻ രാജുവിനെ കഴിയൂ. എൻ്റെ വിരലടയാളം ഉപയോഗിച്ചത് തുറക്കാൻ കഴിയില്ല. അത് നിങ്ങൾക്ക് പരിശോധിച്ചറിയാവുന്ന വസ്തുതയാണ്. അവർ കൂസലില്ലാതെ പറഞ്ഞു. സേഫ് പരിശോധിച്ച ഫോറൻസിക് ടീമിൻ്റെ റിപ്പോർട്ട് ഇനിയും വന്നിരുന്നില്ല. ഞങ്ങൾ പെണ്ണുങ്ങൾ ഒരല്പം സ്നേഹത്തോടെ ചോദിച്ചാലോ സാറേ? CI പ്രേമ പതുക്കെ എൻ്റെ ചെവിയിൽ ചോദിച്ചു. ഫോറൻസിക് റിപ്പോർട്ട് വന്നിട്ട് അതിൽ സംശയകരമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മതി എന്ന് ഞാനും പറഞ്ഞു. തല്ലി സത്യം പറയിപ്പിക്കുന്നത് ഒരു കാടത്തമാണ്. ശരീരം വേദന താങ്ങാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ ആരും എന്തും സമ്മതിച്ചു പോകും. പഠിച്ച കള്ളന്മാരുടെ അടുത്ത് അതേ നടക്കുകയുള്ളൂ. രേണുക അങ്ങനെ ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ആകെ ഞങ്ങൾക്കറിയേണ്ടത് ആ സേഫിൽ എന്തായിരുന്നു എന്നാണ്. അതവർക്കറിയില്ലെങ്കിൽ ഞങ്ങൾക്കൊരു പ്രയോജനവുമില്ല. അവരുടെ പേരിൽ കേസെടുക്കാൻ പോലും കഴിയില്ല. ലാബ് റിപ്പോർട്ടിൽ രേണുകയുടെ വിരലടയാളം ആ സേഫിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവരെ കസ്റ്റഡിയിൽ നിന്ന് റിലീസ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. അവരുടെ ഫോൺ കോളുകൾ നിരീക്ഷിക്കാനുള്ള ഏർപ്പാടുകൾ വേണു ചെയ്തിരുന്നു. ബാംഗ്ലൂർ പോലീസിന് ഇവരുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനുള്ള റിക്വസ്റ്റ് DGP വഴി അയച്ചു. അന്ന് രാത്രി തന്നെ അവർ ബാംഗ്ലൂർക്ക് മടങ്ങി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചറിയിച്ചാൽ താൻ ഹാജരായിക്കൊള്ളാമെന്നവർ പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളെങ്ങും എത്തിയില്ല. ഇടയ്ക്കൊരിക്കൽ വീട്ടിൽ വന്നപ്പോഴാണ് അമ്മ ഒരു കാര്യം ആവശ്യപ്പെടുന്നത്. മോനെ സുനിലേ, എനിക്കൊരു കേസ് പറയാനുണ്ട് എന്നായിരുന്നു അമ്മ തുടങ്ങിയത്. അമ്മയുടെ കൂടെ ഓടിക്കര സ്കൂളിലുണ്ടായിരുന്ന സീത ടീച്ചറെ മോനെ ഓർമ്മയുണ്ടോ? അമ്മയുടെ അടുത്ത കൂട്ടുകാരിൽ ഒരാളായിരുന്നു സീതാലക്ഷ്മി ടീച്ചർ. പണ്ട് പലപ്പോഴും വീട്ടിൽ വന്നിട്ടുണ്ട്. ഉണ്ടല്ലോ, എന്താ അമ്മ കാര്യം? ടീച്ചറെ കാണാനില്ല എന്നൊരു പത്രവാർത്ത കണ്ടു ഇന്നലത്തെ പത്രത്തിൽ. മോനൊന്ന് വിളിച്ച് അന്വേഷിക്കാമോ? സിൻഹ പറഞ്ഞ കേസ് അതാവാൻ വഴിയില്ല. അത് കാസർഗോഡ് എവിടെയാണല്ലോ. സീത ടീച്ചർ കായംകുളം സ്വദേശിയും. എവിടെയാ ടീച്ചറുടെ വീട്? ഞാൻ ലോക്കൽ സ്റ്റേഷനിൽ വിളിച്ച് അന്വേഷിക്കാം. അവർ കായംകുളത്തായിരുന്നു. ടീച്ചറുടെ ഭർത്താവിൻ്റെ വീട് കാസർഗോഡായിരുന്നല്ലോ. റിട്ടയറായപ്പോൾ അവിടെ വീട് വെച്ച് താമസം തുടങ്ങി. ഇപ്പോൾ കുറേ നാളായി അവിടെയാണ്. ഞാൻ അപ്പോൾ തന്നെ സിൻഹയെ വിളിച്ചു. സീത ടീച്ചറുടെ തിരോധാനം തന്നെയാണ് അയാൾ അന്വേഷിക്കുന്നതെന്ന് അപ്പോഴാണ് മനസ്സിലായത്. അമ്മേ, എൻ്റെ ഒരു സുഹൃത്താണ് ഈ കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. എന്തെങ്കിലും വിവരങ്ങൾ അറിഞ്ഞാൽ ഞാൻ പറയാം. ബാംഗ്ലൂരിൽ ഞാൻ കൊടുത്ത പത്രവാർത്തകൾ കണ്ട് കുറച്ചാളുകൾ വിളിച്ചിരുന്നു. അതിൽ മനോമോഹൻ്റെ ഓഫീസ് സ്റ്റാഫായിരുന്നു കൂടുതലും. ഇത് മനോമോഹനാണെന്നും രാജു അല്ലെന്നുമാണ് അവർക്ക് കൂടുതലായും പറയാനുണ്ടായിരുന്നത്. രേണുകയുടെ നമ്പറുകൾ ട്രേസ് ചെയ്തപ്പോൾ ഒരു കാര്യം വ്യക്തമായി. ഈ നമ്പറുകൾ മനോമോഹൻ്റെ ഡൽഹി ഓഫീസിൽ മുമ്പ് ജോലി ചെയ്തിരുന്ന ഒരു അഗർവാളിൻ്റെ പേരിലുള്ളവയാണ്. അയാൾ ഒരു അപകടത്തിൽ മരിച്ചുപോയിരുന്നു 3 വർഷം മുമ്പ്. മനുവിൻ്റെ ഡൽഹി ഓഫീസിലെ ഡ്രൈവറായിരുന്നു അയാൾ. അതുകൊണ്ടാണ് ഞങ്ങളുടെ ആദ്യ റൗണ്ട് അന്വേഷണത്തിൽ ഈ നമ്പർ ഞങ്ങളുടെ കണ്ണിൽ പെടാതിരുന്നത്. ഈ 2 നമ്പറുകൾ കൂടാതെ വേറെ 2 എണ്ണം കൂടി അയാളുടെ പേരിലുണ്ടായിരുന്നു. അത് രണ്ടും സ്വിച്ച്ഡ് ഓഫാണ്. അവയുടെയും കോൾ വിവരങ്ങൾ എടുക്കാൻ വേണുവിനെ ഏൽപ്പിച്ചു. ആ നമ്പറുകൾ കഴിഞ്ഞ 3 വർഷത്തിൻ്റെ ഇടയിൽ ഒരിക്കൽ പോലും ഉപയോഗിച്ചിരുന്നില്ല എന്ന് വേണു റിപ്പോർട്ട് ചെയ്തു. ലോകേഷിൻ്റെ വിവരങ്ങൾ തിരക്കിയപ്പോൾ അയാൾ അടുത്ത 2-3 ദിവസങ്ങളിൽ തിരിച്ച് ജോയിൻ ചെയ്യുമെന്നാണ് അറിയുന്നതെന്ന് കുര്യൻ പറഞ്ഞു. അയാളോട് ചോദിക്കാൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ലായിരുന്നു. അയാൾ ഓഫീസിൽ വന്ന ശേഷം എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ നിർദ്ദേശം നൽകി. അന്ന് വൈകുന്നേരത്തെ ഡിസ്കഷനിൽ ഇതുവരെ നടന്നത് എന്തൊക്കെയെന്ന് ഞങ്ങൾ ചർച്ച ചെയ്തു. ജനുവരി 1 മനോമോഹൻ്റെ സേഫ് കൊള്ളയടിക്കപ്പെട്ടു. ജനുവരി 8 മനോമോഹൻ കൊല്ലപ്പെട്ടു. മനോമോഹൻ ഒരു കീപ്പുണ്ടായിരുന്നു. കണക്കിലില്ലാത്ത പണം മനോമോഹൻ്റെ കയ്യിലൂടെ ചെലവായിരിക്കുന്നു. ഞങ്ങളുടെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന ഏക കാര്യം ആ സേഫിലുണ്ടായിരുന്ന എന്തോ ഒരു വസ്തു നഷ്ടപ്പെട്ടു. അതേ തുടർന്നാണ് മനോമോഹൻ കൊല്ലപ്പെട്ടതെന്ന് മാത്രമായിരുന്നു. അടുത്ത പടിയായി ഇത്തരം മോഷണങ്ങൾ. തെർമേറ്റ് ഉപയോഗിച്ച് സേഫ് പൊളിച്ച് നടത്തിയവ വേറെയുണ്ടോ എന്ന് അന്വേഷിക്കുകയായിരുന്നു. എല്ലാ സംസ്ഥാന പോലീസ് ആസ്ഥാനങ്ങളിലേക്കും ഇമെയിൽ സന്ദേശങ്ങൾ അയച്ചു. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും മറുപടി കിട്ടാൻ ഒരാഴ്ച എടുത്തു. സമാനമായ മോഷണങ്ങൾ 5 എണ്ണം നടന്നിട്ടുണ്ട്. എല്ലാം തെർമേറ്റ് ഉപയോഗിച്ച് തന്നെ. വിജാഗിരിയുടെ ഭാഗത്താണ് എല്ലാ കേസിലും തെർമേറ്റ് ഇട്ടിരിക്കുന്നത്. 1-2 മറുപടികളോടൊപ്പം തകർത്ത സേഫിൻ്റെ ചിത്രങ്ങളും ഉണ്ടായിരുന്നു. ഫോട്ടോ കണ്ടപ്പോഴേ എല്ലാം ചെയ്തത് ഒരാൾ തന്നെയാണെന്ന് ബോധ്യമായി. ആകെ ഒരു മോഷണത്തിൽ മാത്രം ഭാഗികമായി ഒരു ഫിംഗർ പ്രിന്റ് കിട്ടിയിട്ടുണ്ട്. ഒടുവിൽ ഇത്തരം സേഫ് മോഷണം നടന്നത് 2 വർഷം മുമ്പാണ്. ബോംബെയിലെ ഒരു സിനിമാ നടിയുടെ ഫ്ലാറ്റിലെ സേഫായിരുന്നു അന്ന് തകർത്തത്.
പരാതിയിൽ 2 കോടിക്കടുത്ത് വിലയുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടു എന്നായിരുന്നു പറഞ്ഞിരുന്നത്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ആ നടി പരാതി പിൻവലിക്കുകയും ചെയ്തു. ഭാഗികമായി മാത്രം വ്യക്തതയുള്ള ഒരു വിരലടയാളം കൊണ്ടും ഒന്നും ചെയ്യാനാകില്ലെന്നും എനിക്ക് നന്നായി അറിയാമായിരുന്നു. എങ്കിലും വെറുതെ ആധാർ ഡാറ്റാബേസിൽ ഒന്ന് പരതി. 82,000 മാച്ചിങ് വിരലടയാളങ്ങൾ. എന്തു ചെയ്യാൻ? പരാതി പിൻവലിച്ച നടിയെയും ബാക്കി കേസുകളിലെ പരാതിക്കാരെയും കോണ്ടാക്ട് ചെയ്യാനുള്ള ശ്രമം വിഫലമായിരുന്നു. പോയത് പോയി. ഇനി പോലീസിന്റെ ശല്യം കൂടി സഹിക്കാൻ വയ്യെന്ന മറുപടിയായിരുന്നു എല്ലാവരുടെയും. മുന്നോട്ടു പോകാതെ തട്ടിത്തടഞ്ഞു നീങ്ങുന്ന അന്വേഷണം ഞങ്ങൾക്കും മടുപ്പുളവാക്കിയിരുന്നു. ജോലിഭാരം കൂടുമെങ്കിലും 82,000 വിരലടയാളങ്ങളിൽ തന്നെ ജോസും വേണുവും ശ്രദ്ധ തിരിച്ചു. വേറെയൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ബാംഗ്ലൂർ മാനേജർ ലോകേഷ് ഇടയ്ക്ക് ഒരിക്കൽ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. അയാൾക്കും പുതുതായി ഒന്നും തരാൻ കഴിഞ്ഞില്ല. സീത ടീച്ചറുടെ കേസിന്റെ കാര്യം അമ്മ വീണ്ടും തിരക്കിയപ്പോൾ ഞാൻ സിൻഹയെ ഒന്ന് പോയി കാണാൻ തന്നെ തീരുമാനിച്ചു. അടുത്ത ദിവസം രാവിലെ തന്നെ പുറപ്പെട്ടു. കേസിൽ സിൻഹയുടെ അവസ്ഥയും മറ്റൊന്നായിരുന്നില്ല. എല്ലാ സ്റ്റേഷനിലും മെസ്സേജ് കൊടുത്തു. കേരളത്തിലെ വലിയ ക്ഷേത്രങ്ങളിൽ ടീച്ചറുടെ ചിത്രവുമായി പോലീസ് ക്യാൻവാസിംഗ് നടത്തി. കിട്ടാവുന്നത്ര CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ആകെ കിട്ടിയൊരു തുമ്പ് ഏതാണ്ട് ടീച്ചറെ കാണാതായി എന്ന് കരുതുന്ന ജനുവരി 4 പുലർച്ചെ സമയത്ത് 3 വാഹനങ്ങൾ ടീച്ചറുടെ വീടിന്റെ മുന്നിലൂടെ കടന്നുപോയിരുന്നു. 2 വെള്ള ടാറ്റ സുമോ, ഒരു വാഗണർ. ഒന്നിന്റെയും നമ്പർ വ്യക്തമല്ല. ടീച്ചറുടെ അയൽ വീട്ടിൽ ഞാൻ നേരിട്ട് പോയി വിവരങ്ങൾ തിരക്കി. ഭർത്താവ് മരിച്ചതിന് ശേഷം അയൽക്കാരുമായി വലിയ അടുപ്പമൊന്നും ടീച്ചർക്ക് ഇല്ലായിരുന്നുവെന്നും സദാ പ്രാർത്ഥനയും പൂജയുമായി കഴിയുകയായിരുന്നുവെന്നും അയൽവാസികൾ പറഞ്ഞു. ടീച്ചറുടെ മകന്റെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴും ഫോൺ ഓഫാണ്. അവസാനം അയാളുടെ ഫോൺ ബീഹാറിലെ ഏതോ ടവറിന്റെ കീഴിൽ. അയാളുടെ ഒരു പഴയകാല ചിത്രം തപ്പിയെടുത്ത് അങ്ങോട്ടേക്ക് അയച്ചു. ഫലം പ്രതീക്ഷിക്കേണ്ടെന്ന് സിൻഹയ്ക്കും അറിയാമായിരുന്നു. പിറ്റേന്ന് ഉച്ചയോടെ ഞാൻ കോട്ടയത്തിന് മടങ്ങി. ടീച്ചർ മകനെ കാണാൻ പോയി കാണുമെന്നൊരു നേരിയ പ്രതീക്ഷ മാത്രമാണ് എനിക്കുമുണ്ടായിരുന്നത്. 60 മേൽ പ്രായമുള്ള കാര്യമായി സ്വത്തുക്കളൊന്നുമില്ലാത്ത ടീച്ചറെ എന്തിന് തട്ടിക്കൊണ്ടുപോകണമെന്ന ചോദ്യത്തിന് മനസ്സ് പറഞ്ഞ മറുപടികളായിരുന്നു അതൊക്കെ. രേണുകയുടെ നീക്കങ്ങൾ എല്ലാ ദിവസവും ഇമെയിലായി ഞാൻ അറിഞ്ഞിരുന്നു. അവർ വീട്ടിൽ തന്നെയാണ്. പ്രീതിയും മകളും വേറൊരു വീട് വാങ്ങി അവിടേക്ക് താമസം മാറിയെന്നും പഴയ വീട് വിൽക്കാൻ ഏൽപ്പിച്ചു എന്നും അറിഞ്ഞു. അതിന്റെ കാരണങ്ങൾ എനിക്ക് മനസ്സിലാവുമായിരുന്നു. കേസ് പൂർത്തിയാവുന്നതുവരെ വീട് വിൽക്കരുതെന്ന് ഞാൻ പറഞ്ഞത് അവർ അംഗീകരിച്ചു. SP സാറിനെ കണ്ട് ഞാൻ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി അറിയിച്ചു. അദ്ദേഹം എന്നെ സമാധാനിപ്പിച്ചു. ഇത്തരം കേസുകൾ പെട്ടെന്ന് തെളിയിക്കുക അസംഭവ്യമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. 3 സംസ്ഥാനങ്ങളിൽ പരന്നു കിടക്കുന്ന കേസായതുകൊണ്ടാണ് കാലതാമസം വരുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഇടയ്ക്കെപ്പോഴും ഓഫീസിൽ പോയി. SP സാറ് ലീവായിരുന്നപ്പോൾ കുറച്ച് പേപ്പർ വർക്ക് വന്നതായിരുന്നു കാരണം. ജോലികളെല്ലാം തീർത്ത് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുമ്പോഴാണ് PC അനിരുദ്ധൻ കുറെ കത്തുകൾ കൊണ്ടുവന്നു തന്നത്. കുറെയെല്ലാം സർക്കാർ കത്തുകളായിരുന്നു. ശമ്പളം സംബന്ധിച്ചുള്ള ഒരെണ്ണം, ഫർണിച്ചർ റിക്വസ്റ്റ് മറുപടി, രേണുകയുടെ കോൾ വിവരങ്ങൾ. അതിലൊരു വെള്ളനിറമുള്ള കവർ ശ്രദ്ധയിൽപ്പെട്ടു. സർക്കാർ കടലാസ് അല്ലായിരുന്നതുകൊണ്ടാണ് ശ്രദ്ധിച്ചത്. മാത്രവുമല്ല അതിൽ അയച്ച ആളുടെ മേൽവിലാസമില്ലായിരുന്നു. എൻ്റെ മേൽവിലാസം പ്രിന്റ് ചെയ്തിരിക്കുന്നു. അതിലാകെ ഒരു ഷീറ്റ് പേപ്പർ മാത്രം. വില കൂടിയ മേൽത്തരം കടലാസിന്റെ മുകളിൽ നടുവിലായി കടും നീല നിറത്തിൽ അശോക സ്തംഭം. അതിന് താഴെ ഫ്രം ദി ഓഫീസ് ഓഫ് അംബാസഡർ ഓഫ് ഇന്ത്യ ടു യുണൈറ്റഡ് കിങ്ഡം എന്ന് തുടങ്ങുന്ന ആ കത്ത് ഒരു എൻഡ് യൂസർ സർട്ടിഫിക്കറ്റ് ആണെന്ന് മാത്രം മനസ്സിലായി. അതും അതിൽ സബ്ജക്റ്റായി അങ്ങനെ എഴുതിയിരിക്കുന്നത് കൊണ്ട് മാത്രം. കത്തിന്റെ ചുരുക്കം ഇതായിരുന്നു: ലണ്ടനിലെ ഇന്ത്യൻ അംബാസഡർ ഭാരത സർക്കാരിന് വേണ്ടി ആയുധങ്ങൾ വാങ്ങാനായി ഒരു കമ്പനിയെ ചുമതലപ്പെടുത്തുന്നു. കമ്പനിയുടെ പേരോ വാങ്ങേണ്ട സ്ഥലങ്ങളോ ലിസ്റ്റോ അതിലില്ലായിരുന്നു. പക്ഷെ സീലും ഒപ്പുമെല്ലാം. വീട്ടിലെത്തിയ ഞാൻ ആദ്യം ചെയ്തത് എന്താണ് എൻ യൂസർ സർട്ടിഫിക്കറ്റ് എന്ന് തേടുകയായിരുന്നു. എണ്ണ കഴിഞ്ഞാൽ ആയുധങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ കച്ചവടം. കടുത്ത മത്സരമുള്ളൊരു ഫീൽഡും. ഏത് രാജ്യവും ആയുധങ്ങൾ വാങ്ങണമെങ്കിൽ ആദ്യം ചെയ്യുക അതിനൊരു ഇടപാടുകാരനെ നിയോഗിക്കുക എന്നതാണ്. വൻകിട ആയുധങ്ങൾ, ഉദാഹരണത്തിന് വിമാനങ്ങളോ യുദ്ധക്കപ്പലുകളോ വാങ്ങുമ്പോൾ രാഷ്ട്രത്തലവൻ നേരിട്ടോ പ്രതിരോധന വകുപ്പ് വഴിയോ ആണ് വാങ്ങുക. ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള കൈത്തോക്കുകൾ, റൈഫിളുകൾ, വെടിയുണ്ടകൾ എന്നിവ വാങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു ഏജൻസിയെ ഉപയോഗിക്കുന്നതാണ് പതിവ്. അത്തരം ഏജൻസികൾ യൂറോപ്പിൽ ധാരാളമുണ്ട്. വാങ്ങുന്ന രാജ്യം വിൽക്കുന്ന രാജ്യത്തിന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റാണ് എൻ യൂസർ സർട്ടിഫിക്കറ്റ്. തങ്ങൾ വാങ്ങുന്ന ആയുധങ്ങൾ തങ്ങളുടെ രാജ്യത്തെ ആവശ്യത്തിനും ഉപയോഗത്തിനും വേണ്ടി മാത്രമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കത്താണത്. ആ കത്തില്ലാതെ ആയുധങ്ങൾ വാങ്ങാനോ കടൽമാർഗമോ വായുമാർഗമോ കയറ്റി അയക്കാനോ സാധ്യമല്ല. ഇത്ര രാജ്യസുരക്ഷാ പ്രാധാന്യമുള്ള ഒരു രേഖ എൻ്റെ പേരിൽ എന്തിനയച്ചു? ആ കവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മംഗലാപുരത്ത് നിന്നുമാണ്. കത്ത് ഞാൻ തന്നെ നേരിട്ട് കൊച്ചിയിലെ ഫോറൻസിക് ലാബിലെത്തിച്ചു. അതിൽ 5 ഫിംഗർ പ്രിന്റ് ഉണ്ടെന്ന് അവരറിയിച്ചു. ഒരെണ്ണം എൻ്റേത്, ബാക്കി 4 എണ്ണം. ഇക്കാര്യങ്ങൾ എൻ്റെ കൂടെയുള്ള ടീമിനെ അറിയിച്ചപ്പോൾ അവർക്ക് വലിയ കുലുക്കമൊന്നും ഉണ്ടായില്ല. മേൽവിലാസം മാറിപ്പോയതായിരിക്കും, ഒരു കത്തല്ലേ, സാർ എന്തിനാ ഇങ്ങനെ ശ്വാസം മുട്ടുന്നത് എന്നതായിരുന്നു ജോസിന്റെ ചോദ്യം. മാറിപ്പോയി എന്ന് ചിന്തിച്ചാലും ലണ്ടനിലെ ഇന്ത്യൻ സ്ഥാനാപതിയുടെ ഓഫീസ്
എനിക്കെന്തിന് കത്തെഴുതുന്നു എന്ന ചോദ്യത്തിന് അവർക്ക് മറുപടിയില്ലായിരുന്നു. അതിൻ്റെ മറുപടി കിട്ടിയത് പിറ്റേ ദിവസം രാവിലെ എനിക്ക് വന്നൊരു ഫോൺ കോളായിരുന്നു. ഹലോ ഹലോ ഗുഡ് മോർണിംഗ് സാർ, മിസ്റ്റർ സുനിൽ. അതെ, ആരാണ്? സാർ ഇപ്പോൾ ഫ്രീ ആയിരിക്കുമെന്ന് കരുതിയാണ് ഈ സമയത്ത് ശല്യപ്പെടുത്തിയത്. എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സാറിനോട് സംസാരിക്കാനുണ്ട്. പറയൂ. നേരിൽ സംസാരിക്കാം, ഫോണിലൂടെ വേണ്ട. സാറൊന്ന് ടൗൺ വരെ വരൂ. ആ വേണുവിൻ്റെ ബൈക്കിൽ മതി. ഞാൻ സാറിനെ കണ്ടുപിടിച്ചോളാം. ഇപ്പോൾ തന്നെ വരണം. വേണുവിൻ്റെ ബൈക്കിൻ്റെ താക്കോൽ വാങ്ങി ഞാൻ വേഷം മാറി. ഒരു സാധാരണ ജീൻസും ടീഷർട്ടും. സർവീസ് പിസ്റ്റൾ എടുക്കാൻ ഞാൻ മറന്നില്ല. എങ്ങോട്ടാണെന്ന് വേണുവിൻ്റെയും ജോസിൻ്റെയും ചോദ്യത്തിന് ഉത്തരം എനിക്കറിയില്ല എന്നതുകൊണ്ട് തന്നെ പറഞ്ഞില്ല. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഞാനിറങ്ങി. ഗേറ്റ് കടന്ന് ഞാൻ ഇടത്തേക്ക് തിരിഞ്ഞു. രാവിലെ 6 കഴിഞ്ഞതേയുള്ളൂ. വഴിയിൽ തീരെ തിരക്കില്ല. വളരെ പതിയെ ഞാൻ ബൈക്ക് ഓടിച്ചു. അടുത്ത ബസ് സ്റ്റോപ്പിൽ ഞാൻ സ്ലോ ചെയ്തു. അവിടെ 3-4 പേർ ബസ് കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അതിലൊരാൾ കൂളിംഗ് ഗ്ലാസ് വെച്ചിരുന്നു. രാവിലെ 6 മണിക്ക് എന്തിനാണ് സൺഗ്ലാസ്? ഏകദേശം 6 അടി ഉയരമുള്ള ഒരു ചെറുപ്പക്കാരൻ, തോളിലൊരു ബാഗ്, ഏതാണ്ട് എൻ്റെ പ്രായം. ഞാൻ സ്ലോ ചെയ്തപ്പോൾ അയാൾ ചിരിച്ചു. ഞാൻ ബൈക്ക് നിർത്തി. സുനിൽ. അയാൾ അടുത്തേക്ക് വന്നു. നല്ല മുഴക്കമുള്ള ശബ്ദം. അതേ എന്ന് ഞാൻ തലകുലുക്കി. അയാൾ പിന്നിൽ കയറി. വിട്ടോ സാറേ, അയാൾ എൻ്റെ തോളിൽ കൈവച്ച് പറഞ്ഞു. ടൗൺ കഴിഞ്ഞ് കായൽക്കരയിലുള്ള ഒരു ചെറിയ ഹോട്ടലിലേക്കാണ് അയാൾ വഴി പറഞ്ഞത്. ഇടയ്ക്ക് ഞാൻ മിററിൽ നോക്കുന്നുണ്ടായിരുന്നു. ജോസോ വേണുവോ എൻ്റെ ലൊക്കേഷൻ തപ്പിയെടുത്ത് വരുന്നുണ്ടോ എന്നായിരുന്നു ഞാൻ തിരക്കിക്കൊണ്ടിരുന്നത്. ഹോട്ടലിൻ്റെ മുന്നിൽ ബൈക്ക് നിർത്തി. അയാൾ ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് നടന്നു. കോഫി ഷോപ്പിൻ്റെ പിന്നിലായി കായലിനോട് ചേർന്നുണ്ടായിരുന്ന ഒരു മേശയിൽ അയാൾ ഇരുന്നു. എതിരെ ഞാനും. സാറിൻ്റെ പിസ്റ്റൾ എൻ്റെ കയ്യിലുണ്ട്. പോകുമ്പോൾ ഞാൻ തിരിച്ചു തരും, അയാൾ ഒരു മുഖവുര പോലെ പറഞ്ഞു. ഞാൻ അരയ്ക്ക് പിന്നിൽ ഒളിപ്പിച്ച പിസ്റ്റൾ ഇപ്പോൾ അയാളുടെ പക്കൽ. ആരാണ് നിങ്ങൾ? എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? എനിക്കല്പം ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. നമ്മൾ തമ്മിൽ പരിചയമുണ്ട്. അത് ഞാൻ പറയുമ്പോൾ സാറിന് മനസ്സിലാവും. അയാൾ ചിരിച്ചു. എൻ്റെ പേര് നന്ദൻ. നമ്മൾ സഹപാഠികളായിരുന്നു ഓടക്കര LP സ്കൂളിൽ. ഓർക്കുന്നുണ്ടോ? സീത ടീച്ചർ പഠിപ്പിച്ചിരുന്ന ഓടക്കര സ്കൂളിൽ ഞാനും 2 വർഷം പഠിച്ചിരുന്നു. ഏകദേശം 26 വർഷം മുമ്പ്. അച്ഛൻ പോസ്റ്റ് മാസ്റ്റർ ആയതുകൊണ്ട് അങ്ങനെ കുറേ സ്കൂളുകളിൽ പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരാളെ എനിക്ക് ഓർമ്മ വരുന്നില്ല. ഇത് പറയാനാണോ എന്നെ ഈ രാവിലെ വിളിച്ചു വരുത്തിയത്? എൻ്റെ ശബ്ദം അല്പം ഉയർന്നു വന്നു. അല്ല, എങ്ങനെ പരിചയമെന്ന് മാത്രം പറഞ്ഞു. സംസാരിക്കാൻ വന്ന വിഷയം അതല്ല. സപ്ലയർ കൊണ്ടുവന്ന കാപ്പി വെച്ചിട്ട് അയാൾ പോകുന്നതുവരെ നന്ദൻ ഒന്നും മിണ്ടിയില്ല. പണം വാങ്ങി ബെയർ പോയപ്പോൾ അയാൾ പറഞ്ഞു, സുനിൽ സാറ് കാപ്പി കുടിക്കേ. അയാൾ കപ്പെടുത്ത് അല്പം കാപ്പി കുടിച്ചു. എന്നിട്ട് എന്നെ നോക്കി. സാറിന് കുറച്ച് ദിവസം മുന്നേ ഞാനൊരു കത്തയച്ചിരുന്നു. ഒരു സർക്കാർ രേഖ. കിട്ടിയിരുന്നോ? ഒരു നിമിഷം കൊണ്ട് ഞാൻ ശ്രദ്ധാലുവായി. ഇയാളും അതുമായി എന്ത് ബന്ധം? കിട്ടിയിരുന്നു. നന്ദന് അതെവിടെ നിന്നാണ് കിട്ടിയത്? സൗഹൃദം കാണിക്കേണ്ടത് എൻ്റെ ആവശ്യമാണെന്ന് എനിക്കറിയാം. ഞാനൊരു മോഷ്ടാവാണ് സുനിലേ. തേങ്ങ മാങ്ങ കള്ളനല്ല. അല്പം ഹൈടെക് മോഷണമാണ് എൻ്റെ വഴി. ബാംഗ്ലൂരിലെ രാജു മല്ലിക് എന്ന ബിസിനസ്സുകാരൻ്റെ ഫ്ലാറ്റ് ഞാനാണ് കൊള്ളയടിച്ചത്. അതിലെ സേഫിലുണ്ടായിരുന്നത് ആ കത്ത്. ഒരു കൂസലുമില്ലാതെയാണ് അയാളത് പറഞ്ഞത്. എൻ്റെ കൈവശമുണ്ടായിരുന്ന കുറച്ച് രത്നങ്ങൾ ഞാൻ എൻ്റെ സുഹൃത്തിന് വിൽക്കാൻ ഏൽപ്പിച്ചു. അത് വാങ്ങിയത് ഈ രാജു മല്ലിക് എന്നയാളായിരുന്നു. അത് തിരിച്ചു മോഷ്ടിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ അയാളുടെ സേഫ് കൊള്ളയടിച്ചത്. കാപ്പി കുടിച്ച് കപ്പ് താഴെ വെച്ചിട്ട് അയാൾ തുടർന്നു. അതെന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. അറിയാൻ അപ്പോൾ ഞാൻ ശ്രമിച്ചതുമില്ല. എൻ്റെ ആവശ്യം സേഫിലുണ്ടായിരുന്ന പണവും രത്നങ്ങളുമായിരുന്നു. എടുത്തപ്പോൾ എല്ലാം കൂടി കയ്യിലേക്ക് വന്നു. ഞാനതെടുത്ത് ബാഗിലേക്ക് ഇട്ടു. ഡിസംബർ 31 രാത്രിയിൽ അവിടെ കരിമരുന്ന് പ്രയോഗവും പാട്ടും ബഹളവും ഒക്കെ ഉണ്ടെന്ന കണക്കുകൂട്ടലിലാണ് ഞാൻ അവിടെ കയറിയത്. 12 മണി അടിച്ച ഒച്ചയിൽ, ആളുകളുടെ ആർപ്പുവിളിയിൽ ആ സേഫ് തുറക്കാൻ ഞാൻ ഉപയോഗിച്ച ചെറിയൊരു പൊട്ടിത്തെറിയുടെ ശബ്ദം ആരും കേട്ടില്ല. 2 മിനിറ്റിൻ്റെ ഉള്ളിൽ ഞാൻ ഫ്ലാറ്റ് വിട്ടു പോവുകയും ചെയ്തു. ഞാനൊരു കള്ളനാണെങ്കിലും ഒരു ദേശദ്രോഹിയല്ല. ആ കടലാസ് എന്തോ കുഴപ്പം പിടിച്ചതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത് രാജുവിൻ്റെ മരണം ഞാൻ പത്രങ്ങളിൽ കണ്ടപ്പോഴാണ്. എൻ്റെ മുഖത്തെ ചോദ്യങ്ങൾ കണ്ടാവണം അയാൾ പറഞ്ഞു. ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. ആ സേഫിൽ $2 ലക്ഷം കുറച്ച് രത്നക്കല്ലുകളും ഉണ്ടായിരുന്നു. ആ കല്ലുകൾ തേടിയാണ് ഞാൻ അവിടെ ചെന്നത്. കിട്ടിയ പണം ഒരു ബോണസ് എന്ന് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. രാജു കൊല്ലപ്പെട്ടു എന്നറിഞ്ഞു. ഞാൻ മലയാളം പത്രങ്ങൾ വായിച്ചപ്പോഴാണ് അയാൾ മനോമോഹനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അയാൾ കൊല്ലപ്പെടുന്നതിന് 2 ദിവസം മുമ്പാണ് എൻ്റെ അമ്മയെ കാണാതാവുന്നത്. സീത ടീച്ചറുടെ മകനാണോ താൻ? അതെ. അമ്മ ഇപ്പോൾ എവിടെയാണ്? അയൽക്കാർ തന്നൊരു പരാതിയിൽ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു. അമ്മയെ കാണാനില്ല. ആരോ തട്ടിക്കൊണ്ടുപോയി. അവരെനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു. പണം കിട്ടിയത് നിങ്ങൾ വെച്ചോളൂ, ആ കത്ത് മാത്രം തിരിച്ചേൽപ്പിക്കണം, എങ്കിൽ അമ്മയെ വിട്ടു നൽകാം. ഇതായിരുന്നു മെസ്സേജ്. അതിനുശേഷം ഞാനും ഈ കടലാസിനെ കുറിച്ച് അന്വേഷിക്കുന്നു. ഈ ഒരു കത്തിന് മാത്രം 10 കോടിയാണ് ഒരാൾ എന്നോട് പറഞ്ഞ വില. ഏതെങ്കിലും രാജ്യത്തിൻ്റെ മതിയെന്നും അയാൾ പറഞ്ഞു. ഈ കത്തിനോടൊപ്പം ആയുധങ്ങൾക്കുള്ള വിലയും കൊടുത്താൽ ഏത് വിദേശ രാജ്യത്തു നിന്നും ആർക്കും ആയുധങ്ങൾ വാങ്ങാം. എന്താണ് വാങ്ങേണ്ടതെന്ന് അതിൽ പ്രിന്റ് ചെയ്ത് ചേർത്താൽ മതി. ഇതുമായി ഞാൻ പോയാൽ തീർച്ചയായും എൻ്റെ ജീവൻ നഷ്ടപ്പെടും, ചിലപ്പോൾ അമ്മയുടെയും. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു രൂപവും കിട്ടിയില്ല. അതാണ് ഞാൻ ആ കത്ത് സാറിനയച്ചത്. എൻ്റെ ചിന്തയിൽ ആകെ ഒരു സ്ഫോടനം നടന്ന ലക്ഷണമായിരുന്നു. ഒരു കൊലപാതകം ഇപ്പോൾ രാജ്യദ്രോഹത്തിൻ്റെ തലത്തിലേക്ക്.
ഇതന്വേഷിക്കാൻ ഞാൻ മതിയാവില്ല. ബാക്കി അടുത്ത പാർട്ടിലാണ്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. മറക്കാതെ അതും കൂടി കാണുക. നല്ല കഥയാണ്. അപ്പോൾ ബാക്കി അവിടെ കേൾക്കാം.